അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മീറ്റിങ്ങിൽ എത്തിയിരിക്കുന്ന KDSPCയിൽ നിന്നും കൂടാതെ പുറത്തുനിന്നും വന്ന എല്ലാവർക്കും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ KDSPC എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റി എല്ലാവർക്കും അറിയാം. കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി. നമ്മൾ സോളാർ പ്രൊസ്യൂമേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് വേണ്ടി നമുക്ക് പറ്റുന്ന തരത്തിൽ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ആവശ്യത്തിലധികം ചർച്ചകൾ നടത്തി അവരെ ഹെൽപ്പ് ചെയ്യുക, പിന്നെ നിയമപരമായിട്ട് കാര്യങ്ങളിലൊക്കെ ഇടപെടുക. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ചാർജിൻ്റെ കേസ് കൊടുക്കുന്ന സ്റ്റേജായി, വക്കീലിനെ കണ്ടു. ഇനി അതിൻ്റെ ഒരു ഫർദർ ചർച്ച ഈ ആഴ്ച നടക്കും. പെട്ടെന്ന് തന്നെ അത് കേസ് ഫയൽ ചെയ്യും കോടതിയിൽ, ഹൈക്കോടതിയിൽ. അങ്ങനെ നമ്മളാൽ പറ്റുന്ന പല നടപടികളും ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റീന്യൂവബിൾ എനർജി സംബന്ധിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഒരു വെബിനാർ സീരീസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 6 ഇന്ന് നടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് RE ആൻഡ് പോളിസി ഇനിഷ്യേറ്റീവ്സ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതിൻ്റെ ഗ്രിഡുമായിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഇൻ്റഗ്രേഷൻ നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ വളരെ ഡീപ്പായിട്ട് സാർ അത് ഡീപ്പായിട്ട് പോയെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഹൈടെക്കിലേക്കൊന്നും പോകാതെ വളരെ സിമ്പിളായിട്ട് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് സാറ്. അപ്പോൾ സാറേ, ഇത് പാർട്ട് 6 തന്നെയാണ് കേട്ടോ. സാറ് മറിച്ചതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് പാർട്ട് 6 കാരണം നമ്മൾ ഇടയ്ക്ക് കേരളത്തിലെ ഗ്രിഡിനെ പറ്റി ഒരു ക്ലാസ് എക്സ്ട്രാ നമ്മൾ എടുത്തായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ്, RE ആൻഡ് പോളിസി ഇനിഷ്യേറ്റീവ്സ്. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. നമുക്കതിൻ്റെ ഡീപ്പായിട്ട് അതിൻ്റെ കാര്യങ്ങളെ പറ്റി ജോർജ് സാറുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ അടുത്ത ക്ലാസ്സും ഏറ്റവും അവസാനത്തെ ക്ലാസ്സും ആയിട്ട് ജൂൺ 1 തീയതി വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം ഇതേ സമയത്തായിരിക്കും. അപ്പോൾ സാറ് ക്ലാസ് എടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, നമ്മൾ ഇത്രയും ഈ അടുത്ത ക്ലാസ്സോട് തീരുകയാണ്. നമ്മൾ ഏകദേശം നമുക്കറിയാലോ, ഇത്രയും 1, 2, 3, 4, 5, 6 ക്ലാസ്, ഇത് 6ാമത്തെ ക്ലാസ്സാണ്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം ഈ ഇന്ത്യൻ പവർ സെക്ടറിനെ കുറിച്ചും ജനറൽ ആയിട്ടും, പിന്നെ നമ്മുടെ റിന്യൂവബിൾ എനർജി. നമ്മളിത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പവർ സെക്ടർ വർക്ക് ചെയ്യുന്നതും നാളിതുവരെയുള്ള രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവബിൾ എനർജിനെ വേണ്ട വിധത്തിൽ എടുക്കാൻ പറ്റും. നമ്മളിപ്പം മനസ്സിലായി കാണും, റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ കോളം, ഹൈഡ്രോയും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഗ്രിഡിലേക്ക് ഇൻജക്ട് ചെയ്ത്, ട്രാൻസ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്കതിൽ ലോഡ് ജനറേഷൻ ബാലൻസും അതിൻ്റെതായ സ്വഭാവ വിശേഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ ഗ്രിഡ് ഇന്റഗ്രേഷൻ, കഴിഞ്ഞ കൊടുത്ത ഗ്രിഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അതാണ്. നമുക്കറിയാം, ഇതൊരു ഗ്രിഡിന്റെ എനർജി, ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന സാധനം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള പോലെ ഈസി അല്ല. അപ്പൊ അതിന് പ്രത്യേക ഫിലോസഫികൾ ആവശ്യമുണ്ട്, പ്രത്യേക അപ്രോച്ച് ആവശ്യമുണ്ട്, ഗ്രിഡിനെ ഇത് റിസീവ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ട്രിസിറ്റിക്ക് പൊതുവെ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ മറ്റുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾ വരുന്ന ഇലക്ട്രിസിറ്റി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ പൈസ കൂടിക്കഴിഞ്ഞാൽ ആ കാശ് ഇപ്പം സാധാരണ എനർജിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ തുടക്കത്തിൽ നമ്മൾ ഇപ്പോഴാണ് ഇതിനൊക്കെ വില 2 രൂപയൊക്കെ. ആദ്യമേ ഒരു ഇലക്ട്രിസിറ്റിക്ക് ഒരു യൂണിറ്റിന്, സോളാർ യൂണിറ്റിന് 10ഉം 15ഉം രൂപ വരെ ആയിരുന്നു. അതിൽ നിന്നാണ് ഇപ്പൊ 2 രൂപ 3 രൂപയിലൊക്കെ വന്നത്. അപ്പൊ സോളാർ യൂണിറ്റ് 3 രൂപ 10 രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിനെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസികൾ, അതായത് നമ്മളിത് കമ്പൾസറി ആയിട്ട് ആൾക്കാരെ കൊണ്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പോളിസികളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉപഭോഗത്തെ പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ലെവലിലേക്ക് എത്തുന്നത്? ഇപ്പൊ നമ്മൾ ഗ്രിഡ് പാരിറ്റി എന്നാണ് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന വില, അന്ന് ഒരു സാധാരണ ഇലക്ട്രിസിറ്റിക്ക് 2 രൂപ വില ഉണ്ടായിരുന്നപ്പോൾ 2 രൂപയിൽ താഴെ അല്ലെങ്കിൽ 3 രൂപയിൽ താഴെ വില ഉണ്ടായിരുന്ന കോൾ ബേസ്ഡ് അല്ലെങ്കിൽ ഹൈഡ്രോ ബേസ്ഡ് ഇലക്ട്രിസിറ്റിക്ക് സമയത്ത് നമ്മുടെ സോളാറിന്റെ ഇലക്ട്രിസിറ്റിക്ക് 5ഉം 10ഉം 15ഉം രൂപ വരെ ഉണ്ടായിരുന്ന സാധനത്തിൽ നിന്നാണ് നമ്മളിപ്പോ ഈ 3 രൂപയിൽ താഴേക്ക് വന്നത്. ഇപ്പൊ ഗ്രിഡ് പാരിറ്റി ആയി. അതുകൊണ്ട് ഗ്രിഡ് പാരിറ്റി ആയപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പോളിസി സപ്പോർട്ടുകൾ കുറഞ്ഞു കൊടുക്കും. അപ്പൊ അതെങ്ങനെയാണ് ഇങ്ങനെ വന്നത്, എന്താണ് അതിന്റെ പോളിസി ഇനീഷ്യേറ്റീവ്? ആ പോളിസി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ പോളിസി ഇനീഷ്യേറ്റീവ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഇത് പ്രോത്സാഹിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടത്തില്ല. ഇതിൻ്റെതായ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് അതിനെ അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസികളും
അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളും അതിന് വേണ്ടുന്ന ഗ്രിഡ് ഫിലോസഫികളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് പറ്റുള്ളൂ. അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്താണ് ഇത് ചെയ്യുന്നത്, എന്താണ് നമ്മൾക്ക് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ, ഇന്നത്തെ ഒരു ഭാഗം. അതാണ് നമ്മൾ പാർട്ട് 6 എന്ന് പറയുന്നതാണ്. അങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ആൻഡ് പോളിസി റെഗുലേറ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ കാര്യത്തിൽ അതാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിസോഴ്സ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ ഇത് കണ്ടതായിരിക്കും ചിലപ്പോൾ, ഇതിനകത്ത് ഇന്ത്യയിലെ റിസോഴ്സ് മാപ്പിനകത്ത് പലതും പല റിസോഴ്സസ് ആണ്. നോർത്തിലെ റിസോഴ്സ്, സൗത്തിലെ റിസോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കോൾ വേറെ സ്ഥലത്ത്, ഹൈഡ്രോ വേറെ സ്ഥലത്ത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി വേറെ സ്ഥലത്ത്, ഉപഭോഗ സംസ്കാരം, ഇൻഡസ്ട്രിയൽ ഇതെല്ലാം പല പല കാര്യങ്ങളിൽ വേരി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് കൂടുതൽ റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ കൂടുതൽ റിസോഴ്സിനെ കൂടുതൽ ബെറ്റർ ആയിട്ട് റിസോഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കോൾ റിസോഴ്സ് ഈസ്റ്റേൺ ഏരിയയിൽ, അതായത് നമ്മുടെ ബീഹാർ, ഒറീസ, ബംഗാൾ പോലുള്ള സ്ഥലങ്ങൾ ഈസ്റ്റേൺ ഏരിയയിലാണ് കോൾ റിസോഴ്സ് ഉള്ളത്. വെസ്റ്റേൺ ഏരിയയിലെ ഇൻഡസ്ട്രീസ് ഉണ്ട്, നോർത്തേൺ ഏരിയയിലെ ഹിമാലയ, അതുപോലെ തന്നെ ഹൈഡ്രോ സാധ്യതകളുണ്ട്, സദേൺ ഏരിയയിൽ നമുക്ക് മൺസൂൺ ഉണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ആ റിസോഴ്സസിനെ ഒപ്റ്റിമമായിട്ട് ഉപയോഗിക്കുകയും, ഇപ്പം ആറിയിലേക്ക് വരുമ്പോൾ അറിയാം, ആറി റിസോഴ്സ് ഇതുപോലെ തന്നെയാണ്. അപ്പൊ ആറിയിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണാം, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ 6 റിന്യൂവബിൾ എനർജി മാപ്പ്. ഈ പറയുന്ന നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ കാണാം, നമുക്ക് നേരത്തെ കണ്ടതായിരിക്കും നിങ്ങൾക്ക്, എന്നാലും ഇതുകൂടെ പറയുന്നതാണ്. നമുക്ക് ഈ ഗുജറാത്ത് ഏരിയയിലെ, ഈ നമ്മുടെ തമിഴ്നാട് ഏരിയയിലാണ് ശരിക്കും പറഞ്ഞാൽ സോളാറിന്റെ ഇന്റൻസിറ്റി മാപ്പാണ്. നമ്മളിവിടെ അതിനെ കിലോവാട്ട് അവർ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഒരു അപ്രോക്സിമേറ്റ് ആണ് നമ്മുടെ ഇതിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇത് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എല്ലായിടത്തും ഒരുപോലെ അല്ല. അപ്പം ഒരു സ്ഥലത്ത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മുടെ അതാണ് ഈ പറയുന്ന ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്നാണ്. നമ്മൾ കേരളത്തിൽ അത് 16%, പക്ഷേ ഈ ഗുജറാത്തിലൊക്കെ 22% വരെയുണ്ട്, ഈ തമിഴ്നാട് 22%, അതുപോലെ തന്നെ കർണാടകയിലെ ചില ഏരിയയിലൊക്കെ ഒക്കെയുണ്ട്. അപ്പൊ കൂടുതലുള്ള ഏരിയ കൊണ്ട് കുറവുള്ളൂ. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22% എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റിന് അത് കൂടുതൽ ലാഭകരമായിട്ട് ആ പ്ലാന്റ് ഒരു 22% എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അത്രയും യൂണിറ്റുകൾ, അതായത് നമ്മുടെ ഇവിടുത്തെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു 20-25% കൂടുതൽ ഇലക്ട്രിസിറ്റി കൂടി ഉണ്ടാവും സെയിം പ്ലാനിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട്. അപ്പൊ ആ ഒരു സ്ഥലത്ത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്ലാന്റ് കൂടുതൽ ലാഭകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. രാജസ്ഥാൻ പോലെയുള്ള സ്ഥലം, ഇവിടെ രാജസ്ഥാൻ അറിയാം ഏറ്റവും കൂടുതൽ പ്ലാന്റ് ഉണ്ടാകുന്ന. അതേപോലെ തന്നെയാണ് വിണ്ടും. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്ന കാര്യം, ഈ വിണ്ടും സോളാറും ഇത് രണ്ടും ഒരു സ്ഥലത്താണ് കൂടുതൽ. അതായത് ഈ സോളാറും വിണ്ടും ഉള്ളവരത്തെല്ലാം, സോളാറുള്ളവർ തന്നെ വിണ്ടും ഉണ്ട്, വിണ്ടുള്ളത് സോളാറും. അപ്പൊ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ റിസോഴ്സസ് കൂടുതൽ കിടക്കുന്ന സ്ഥലത്തെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അതോടെ തീർന്നു. ബാക്കിയുള്ളവരുടെ ആവശ്യത്തിനും കൂടെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. നേരത്തെ കാലഘട്ടത്തിൽ ഇത് കഷ്ടപ്പാടാണ്, ഇതിനെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെതായ ഗ്രിഡിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസികൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് ഉപഭോഗം നടക്കുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാർബൺ ക്രെഡിറ്റ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ സീറോ കാർബണിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോളിസികൾ എന്താണ്, എങ്ങനെയാണ് ഇതിനെ ഇന്ത്യയിലേക്ക് പ്രോത്സാഹിപ്പിക്കാനുണ്ടായത്, അങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് എങ്ങനെയാണ് ഈ ഡെവലപ്മെന്റ് ഉണ്ടായത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഈ ഇന്നത്തെ ക്ലാസ്. അപ്പൊ അതേപോലെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്കറിയാം, ഈ ഇന്ത്യയിലെ 5 സ്റ്റേറ്റുകളാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 1 രാജസ്ഥാന്, 2 ഗുജറാത്ത്, 3 തമിഴ്നാട്, 4 കർണാടക, 5 മഹാരാഷ്ട്ര. നേരത്തെ കണ്ട ഇത് തന്നെ ഈ 5 സ്റ്റേറ്റുകൾ അവർ ഏറ്റവും ഈ പ്രധാന 5 സ്റ്റേറ്റുകളാണ്. അവർ ശരിക്കും പറഞ്ഞാൽ 6 ജനറേഷൻ ഏറ്റവും കൂടുതലുള്ള ഈ 5 സ്റ്റേറ്റുകളാണ് ഏറ്റവും അധികം. കേരളം മാത്രം ഇതല്ല, കേരളത്തിന് കണക്ക് എണ്ണ നമ്മളിപ്പം പറയാം, നമ്മൾ ഇന്റൻസിറ്റി 16% ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആയിട്ട് ഒരു ലൈസൻസ് ഏരിയയില് പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ ലാഭകരമായിട്ട് ഈ പറയുന്ന സ്റ്റേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾക്കൊരു അതുകൊണ്ടാണ് ഇവിടെ സോളാർ വരുമ്പോൾ അവിടുത്തെ ട്രാൻസ്മിഷൻ ചാർജും അവിടുത്തെ ട്രാൻസ്മിഷൻ കോസ്റ്റും ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റും അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും ട്രാൻസ്മിഷൻ ലോസും ഡിസ്ട്രിബ്യൂഷൻ ലോസും ഒക്കെ കൂട്ടി ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ അവിടത്തേക്കാൾ ലാഭകരമായിട്ട് നമുക്ക് ക്യാപ്റ്റീവ് ജനറേഷൻ പറ്റും, നമുക്ക് സ്വന്തം ആവശ്യത്തിന്. അതുകൊണ്ടാണ് റൂഫ് ടോപ്പ് സോളാർ ലാഭകരമാകുന്നത്. നമുക്കറിയാമല്ലോ അവിടുന്ന് ഒരു ഇലക്ട്രിസിറ്റി ഇവിടെ കൊണ്ടുവരുമ്പോൾ വേണ്ട പൈസ, പിന്നെ അതിന്റെ ട്രാൻസ്മിഷൻ ലോസുകള്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ലോസുകള്, ഡിസ്ട്രിബ്യൂഷൻ ചാർജസുകള്, മറ്റുള്ള അതിന് വേണ്ടുന്ന ലേബർ ചാർജുകൾ, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി അതിന്റെ മെയിൻ്റനൻസ് ചാർജുകൾ എല്ലാം കൂടെ കണക്ക് കൂട്ടി പോകുമ്പോൾ നമുക്ക് റൂഫ് ടോപ്പ് സോളാർ അങ്ങനെയാണ് ഇത് ലാഭകരമാകുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ആവശ്യപരമായിട്ടുള്ള മാസ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസി പറയുന്നത് അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതേ കാര്യം തന്നെയാണ് ഹൈഡ്രോ ജനറേഷന്റെ കാര്യത്തിലും പറഞ്ഞത്. നമുക്കറിയാം ഹൈഡ്രോ ജനറേഷൻ തമിഴ്നാട് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നാമത് കിട്ടുന്ന ഹിമാചൽ പ്രദേശ്, രണ്ടാമത് നിൽക്കുന്നത് പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ്,
കർണാടക ആൻഡ് മധ്യപ്രദേശ് ആണ്. നമ്മൾ കേരളത്തിൽ 2000 ശേഷം ഇപ്പോൾ ആ സോഴ്സ് ഇല്ല. ഞാൻ പറയുന്നത് നമ്മൾക്ക് ഇതാണ് ഹൈഡ്രോജൻ റിസോഴ്സസ് ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോൾ റിസോഴ്സസ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന 5 സ്റ്റേറ്റ്. അതായത് കോൾ ബേസ്ഡ് എനർജിയാണ് അവിടെ. അപ്പൊ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത് ഈ 5 സ്റ്റേറ്റുകളാണ്. ഞാനത് പറഞ്ഞു വരുന്നതിന് കാരണം നമ്മളെ റിസോഴ്സസ് പലയിടത്തും പല വിധത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ മാക്സിമം ഒരു നാഷണൽ പോളിസി എന്ന് പറഞ്ഞാൽ നാഷണൽ പ്ലാനിങ്ങിലേക്ക് അവിടുത്തെ റിസോഴ്സസ് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ പോളിസികൾ ഉണ്ടാകേണ്ടത്. അപ്പൊ റിന്യൂവബിൾ എനർജിയെ കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനെ കൂടുതൽ, ബാക്കിയുള്ള സ്റ്റേറ്റിൽ റിന്യൂവബിൾ എനർജി കുറവാണ്. അപ്പൊ അവരുടെ ഇതുകൂടെ മീറ്റ് ചെയ്യാനായിട്ട് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി ഇവിടുന്ന് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് സീറോ കാർബണിലേക്ക് പോകാൻ പറ്റും. നമ്മൾ അതേ പറഞ്ഞു. അതേപോലെ തന്നെ എനർജി, ആ എനർജി റിക്വയർമെന്റ് അതിലേക്ക് വരുമ്പോഴാണ് ഈ RE ഡെവലപ്മെന്റിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1990 ശേഷമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ. അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം RE ഡെവലപ്മെന്റ് പോളിസി അനൗൺസ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് 94-95 ആയപ്പോഴാണ്. അതിനുശേഷമാണ് 95-96 ഓരോ അതിന്റെ ഒരു മൈൽ സ്റ്റോണുകളാണ് ഈ പറയുന്ന സോളാറിന്റെയും വിൻഡിന്റെയും ഒരു മൈൽ സ്റ്റോണുകൾ. അപ്പൊ നമ്മുടെ ഈ പറയുന്ന മഞ്ഞ എന്ന് പറയുന്ന ഒന്ന് വിൻഡാണ്. ഏറ്റവും ആദ്യം ഡെവലപ്പ് നോക്കുന്നത് തമിഴ്നാടാണ് ഇന്ത്യയിലെ പൈനിയർ. തമിഴ്നാട് ഒരു 10,000-8,000 മെഗാവാട്ട് ഒക്കെ ആദ്യം ഉണ്ടാക്കി. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ചാടി വീണത്. അവിടെ ഭയങ്കരമായിട്ട് പാർക്കോട്ട് കൂടി കഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് വേറെ റിസോഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് അവർ പരമാവധി വിൻഡിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ വിൻഡ് ധാരാളമായിട്ട് വിൻഡുണ്ടാകുന്നത്. അപ്പൊ നമുക്കറിയാം അത് വിൻഡ് എന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞയാണ്. അതിനുശേഷം ബയോമാസ്, സ്മോൾ ഹൈഡ്രോ ഈ പറയുന്ന ഇത്, അതിനുശേഷം വേസ്റ്റ് എനർജി സോളാർ. അപ്പൊ സോളാർ പിന്നെ ഡെവലപ്പ് ചെയ്ത് 2013 വരെയാണ്. ഞാൻ കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ശരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന ഡിഫറെന്റ് ഇതുണ്ട്, പോളിസികളുണ്ട്. അതായത് പോളിസി അനൗൺസ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഹൈഡ്രോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പോളിസി ഉണ്ടാക്കി. പിന്നെ എമർജൻസി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ, എമർജൻസി റെഗുലേറ്ററി കമ്മീഷൻ. ഇലക്ട്രിസിറ്റി ആക്ട് വന്നപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ട് ഞാൻ നമ്മൾ അങ്ങോട്ട് വരുന്നു. ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമാണ് റെഗുലേറ്ററി കമ്മീഷൻ. റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവാദിത്തമാണ് RE-നെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതോടെ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് മാൻഡേറ്ററി ആയിട്ടൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ച് കൂടുതൽ എൻകറേജ്മെന്റ് ആൻഡ് റെക്കമെൻഡേറ്റീവ് ബേസിലാണ് കൂടുതൽ ഈ ഇലക്ട്രിസിറ്റി. അതിനുശേഷം എനാക്ട്മെന്റ് ഇലക്ട്രിസിറ്റി ആക്ട്, എനാക്ട്മെന്റ് ഓഫ് നാഷണൽ താരിഫ് പോളിസി. അതിനുശേഷം നമുക്ക് അറിയാം ഈ NACC ഈ പറഞ്ഞ ഒത്തിരി നമ്മളുടെ ആ ഒരു നാഷണൽ പോളിസികൾ, RE താരിഫ് റെഗുലേഷൻ, RE റെഗുലേഷൻ, REC റെഗുലേഷൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ വരുന്നത് അനുസരിച്ചാണ് നമ്മളുടെ ഈ പറഞ്ഞ നമ്മളുടെ ഈ ആ ഒരു പോളിസി ഡെവലപ്മെന്റിനും അതിന് വേണ്ടുന്ന പ്രോത്സാഹനത്തിനനുസരിച്ചാണ് രാജ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ പോളിസികൾ നേരത്തെ കണ്ടു കാണാം. ഇലക്ട്രിസിറ്റി ആക്ട്, നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി 2005 നേരത്തെ ആദ്യം കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ താരിഫ് പോളിസി, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ പോളിസി, ഇന്റഗ്രേറ്റഡ് എനർജി പോളിസി, നാഷണൽ ആക്ഷൻ പ്ലാൻ, NAPCC നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് നമ്മൾ ഇന്റർനാഷണൽ ഫോറത്തിൽ വരുന്ന നമുക്കറിയാം. അതിനകത്തേക്ക് വരുന്നതിന്റെ ഒരു ഇന്ത്യൻ നമ്മുടെ നാഷണൽ വേർഷനാണത്. അതുപോലെ നാഷണൽ ബയോഫ്യൂൽ പോളിസി, ജവഹർലാൽ നാഷണൽ സോളാർ മിഷൻ 2010, റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് മെക്കാനിസം, REC എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് ആണ്. അത് റിന്യൂവബിൾ എനർജിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ റിന്യൂവബിൾ എനർജി കൂടുതലുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇല്ല. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇല്ലാത്തവര് ഇപ്പം റിന്യൂവബിൾ എനർജി ഉണ്ടാക്കാൻ പറ്റത്തില്ല, അവർക്ക് ഇതുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന REC വാങ്ങിക്കാന്നുള്ളത്. REC മെക്കാനിസം, അതാണ് REC റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കേഷൻ. അവര് റിന്യൂവബിൾ എനർജി അനുസരിച്ച് മേടിക്കുന്നതിന് പകരം REC സർട്ടിഫിക്കറ്റ് മേടിക്കാം. കാരണം വെച്ചാൽ അതിന്റെ പ്രയോജനം മറ്റുള്ളവർക്ക് കിട്ടും. അത് ആ ഉണ്ടാക്കുന്ന ആൾക്ക് കിട്ടുന്നത്. അതാണ് REC മെക്കാനിസം. നാഷണൽ സോളാർ മിഷൻ, നാഷണൽ ഓഫ്ഷോർ വിൻഡ് പോളിസി. ഇപ്പൊ പുതുതായിട്ട് നമുക്കറിയാം വിൻഡ് നേരത്തെ കഴിഞ്ഞ കൊടുത്ത മീറ്റിംഗില് നമ്മുടെ വിന്നാറിന് ആരോ ചോദിച്ചായിരുന്നു വിൻഡ് മിഷൻ ഉണ്ട്. നമ്മുടെ വിൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ പോളിസി ഓഫ്ഷോർ വിൻഡുകൾ നമ്മുടെ ഈ തീരദേശങ്ങളിൽ മുഴുവൻ വെക്കാനായിട്ട് 2015 ഒരു പോളിസി ഉണ്ട്. പ്രിയോറിറ്റി അതായത് കണ്ടന്റ് പ്രോഗ്രാം, ഇതിന് ലെൻഡിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അതായത് പൈസ വേണമല്ലോ ഇതൊക്കെ നടക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലെൻഡിങ് പ്രോഗ്രാം പ്രത്യേകിച്ച് ബാങ്കുകൾക്കുള്ള ഇൻസ്ട്രക്ഷനും അതുപോലുള്ള പോളിസികളായിട്ട് കൊടുക്കുന്നത്. പിന്നെ താരിഫ് പോളിസി 2016. ഇങ്ങനെ ഇതെല്ലാമാണ് നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഈ ഇപ്പോഴത്തെ രീതിയിലേക്ക് ഇപ്പം നമ്മൾ വളരെ ലീഡിങ് പൊസിഷനിലേക്ക് നമ്മുടെ ഇന്ത്യനെ കൊണ്ടുവന്നതിന്റെ ഒരു പൊളിയുള്ള പോളിസികളാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ടില് നമ്മൾ ഏറ്റവും പ്രധാനം മദർ ഓഫ് ദി ലോ ആണ് ഇലക്ട്രിസിറ്റി ആക്ട്. അതിനകത്ത് എനേബിളിംഗ് പ്രൊവിഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതായത് സെക്ഷൻ 86 SCRC must promote renewable energy by suitable measures as specified. അതിനകത്ത് 86 നമുക്കറിയാം SCRC-നെയാണ് അതിനകത്ത് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഭയങ്കര ഉത്തരവാദിത്തമാണ്. റെഗുലേറ്ററി കമ്മീഷൻ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷന്റെ കഴിവുകേടാണെന്ന് ഞാൻ പറയും. ഈ പറയുന്ന കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ കേരളത്തിലെ SCRC-യുടെ ആ റെഗുലേഷനുകളുടെ കഴിവുകേടുകൾ കേരള ഗവൺമെന്റ് പോളിസിയുടെ പുറത്താണ് കേരളത്തിൽ നേരാവണ്ണം നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അത് കാരണം അവർ അതിനനുസരിച്ചുള്ള റിന്യൂവബിൾ എനർജിയിൽ പറ്റുന്ന രീതിയിലുള്ള റെഗുലേഷൻസ് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് അവരെയാണ് ചുമതലപ്പെടുത്തുന്നത്.
പിന്നെ താരിഫ് പ്രൊവിഷനകത്ത് പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രൊവിഷൻസ് ആണ് 61H എന്താ, താരിഫ് റെഗുലേഷൻ മസ്റ്റ് ബി ടു ബി ഗൈഡഡ് ബൈ ദ പ്രൊമോഷൻ ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇപ്പം റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള താരിഫ് പ്രൊവിഷൻ ആയിരിക്കണം. അതിന്റെ കോസ്റ്റ് മറ്റുള്ളവരിലേക്ക് കോമ്പൻസേറ്റ് ചെയ്ത് പോകണം. ആ ഒരു രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഓരോ സ്റ്റേറ്റും അവിടുത്തെ റെഗുലേറ്ററി കമ്മീഷൻ ആ സ്റ്റേറ്റിന്റെ റിസോഴ്സ് അനുസരിച്ച് ഇന്റേണൽ റിസോഴ്സ് നോക്കിക്കൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന, അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് വയബിൾ ആകുന്ന രീതിയിലുള്ള ഒരു റെഗുലേഷൻ കൊണ്ടുവന്ന് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. പിന്നെ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി, താരിഫ് പോളിസി ആൻഡ് പ്ലാനുണ്ട്, നാഷണൽ പ്ലാനുണ്ട്. ഇതിനകത്തെല്ലാം ഈ താരിഫിനെ ആറിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നാഷണൽ പോളിസി പെർമിറ്റിംഗ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം. നമുക്കറിയാം, നമ്മൾ ഐലൻഡിങ് എന്ന് പറയുന്ന പോലെ, അതായത് സ്റ്റാൻഡ് അലോൺ സിസ്റ്റമാണ്. ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാതെ, നമുക്കറിയാം റിമോട്ട് ഏരിയകളിൽ നമ്മൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാൻ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഏതാനും, ഫോർ എക്സാമ്പിൾ നമ്മളെ കേരളത്തിൽ തന്നെയാണെങ്കിൽ പണ്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ചില വില്ലേജുകളിൽ, നമ്മുടെ ഈ പറയുന്ന ആദിവാസി വില്ലേജുകളിൽ സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ട്രൈ ചെയ്തതാണ്. പക്ഷേ അതൊന്നും അവസാനം സക്സസ് ആയില്ല. ഇപ്പൊ എല്ലായിടത്തും തന്നെ ഇപ്പൊ ഗ്രിഡ് കണക്ടിവിറ്റി വന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ സോളാർ വെച്ചിട്ട് നമ്മളെ മറ്റേ മലപ്പുറത്ത് ഉണ്ടല്ലോ നമ്മുടെ ആ ഏരിയ, ആദിവാസി ഏരിയ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാല് ട്രൈ ചെയ്തതാണ്. ഇതൊക്കെ വെച്ചതുമാണ്, നമ്മൾ വിൻഡും ഒക്കെ വെച്ചതാണ്. പക്ഷെ ഇപ്പം എല്ലാം തന്നെ പരമാവധി കണക്റ്റഡ് ആണ് കേരളത്തെ സംബന്ധിച്ച്. മറ്റു ചില ഏരിയയിൽ അങ്ങനെ ഈ പറയുന്ന സ്റ്റാൻഡ് അലോൺ സിസ്റ്റംസിന്റെ പോളിസി ഉണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്ന ആ സ്റ്റാൻഡ് അലോൺ സിസ്റ്റംസിന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷനും ഒക്കെ അവിടെയുണ്ട്. പിന്നെ അടുത്താണ് ക്യാപ് ജനറേഷൻ. ഈ ഇത്രയും കാര്യങ്ങൾ റിവോൾവിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ആ ഒരു ക്യാപ് ജനറേഷൻ, ഞാൻ ഈ ഇടയ്ക്ക് ക്യാപ് ജനറേഷനെ പറ്റി കുറെ ഡിസ്കഷനുകളൊക്കെ വന്നപ്പോൾ ഞാനത് പറയാണ്. ക്യാപ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഞാൻ മനസ്സിലാക്കിയതോടൊപ്പം, എനിക്കറിയില്ല ഇനിയിപ്പം അതിനെക്കുറിച്ച് വേറെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ കണ്ടിട്ടില്ല. ക്യാപ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുക ജനറേഷൻ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കോമൺ ഒരു ടെക്നിക്കൽ നെയിമാണ് ക്യാപ് ജനറേഷൻ. അത് വേറൊരു മീനിങ് ഒന്നും അതിനില്ല. ക്യാപ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ക്യാപ് ജനറേഷൻ കൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ച് ജനറേഷൻ കമ്പനിയുടെ റെഗുലേഷൻ ക്യാപ് ജനറേഷൻ കുറച്ചും കൂടെ സ്വന്തം കാര്യത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ചില അവകാശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ഇതിനകത്ത് ശേഷം ഇലക്ട്രിസിറ്റി റൂൾസ് അതിനകത്ത് എന്താണ് ക്യാപ് ജനറേഷന്റെ മിനിമം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പം പലതൊക്കെ പല കാര്യങ്ങളും ഒരു കാര്യമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പേഴ്സൺ മേ കൺസ്ട്രക്ട് മെയിൻറ്റെയിൻ ആൻഡ് ഓപ്പറേറ്റ് ക്യാപ് ജനറേഷൻ പ്ലാൻ. The supply of electricity from the captive generation plant through a grid shall be regulated in the same manner as the generating session of a generation company. ആണ് ഒരു ജനറേഷൻ കമ്പനിയാണ് മറ്റുള്ള സ്റ്റേഷൻ. രണ്ട് ടൈപ്പ് ജനറേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജനറേഷൻ കമ്പനി അവർ ജനറേഷൻ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, കാശ് വാങ്ങി. അത് ജനറേഷൻ കമ്പനിക്ക് ലൈസൻസിക്ക് വിൽക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഒരു കൺസ്യൂമർക്ക് വിൽക്കാം. അത് വലിയൊരു കൺസ്യൂമർ, അത് 1 മെഗാവാട്ടിൽ കൂടുതൽ കൺസ്യൂമർ ആയിരിക്കാം. കാരണം നമ്മുടെ ഓപ്പൺ ആക്സസ് വഴി, ഓപ്പൺ ആക്സസ് പറഞ്ഞാൽ ഏനി ജനറേറ്റിംഗ് സ്റ്റേഷൻ ഈ 1 മെഗാവാട്ടിൽ കൂടുതലാണെങ്കിൽ ഓപ്പൺ ആക്സസ് ആവും. അത് 50 ഒരു പർട്ടിക്കുലർ മെഗാവാട്ട്, ഞാൻ ഓർക്കുന്നത് 50 മെഗാവാട്ടാണോ 100 മെഗാവാട്ടാണോ ശരിക്കും ഓർക്കുന്നില്ല. അതിൽ കൂടുതലാണെങ്കിൽ നേരിട്ട് ഈവൻ നമ്മളുടെ ലൈസൻസിയോട് പോലും വേണ്ട, നേരിട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്കും സെൻട്രൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്കും വരെ നമുക്ക് കണക്ടിവിറ്റി കിട്ടും. അതായത് നമ്മൾ കണക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ആ കണക്ടിവിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണക്ടിവിറ്റി കൺസ്യൂമർ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. സെൻട്രൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കണക്ടിവിറ്റി കിട്ടാം. ഇത്ര മെഗാവാട്ടിൽ കൂടിയാൽ, 1 മെഗാവാട്ടിൽ കൂടിയാൽ നമുക്ക് ഓപ്പൺ ആക്സസ് ആയിട്ട് ഒരു കൺസ്യൂമർക്ക് എടുക്കാം. അതുപോലെ തന്നെ ആ ഒരു 1 മെഗാവാട്ട് ഓപ്പൺ ആക്സസ് കൺസ്യൂമർക്ക് പറ്റും. 100 KW കൂടുതലാണെങ്കിൽ അത് RE ജനറേറ്റർക്കും പറ്റും. അതാണ് ഇപ്പോഴത്തെ നിയമം. 1 മെഗാവാട്ട് എനി ജനറേഷൻ, RE ജനറേഷൻ ആണെങ്കിൽ 100 KW കൂടുതലാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഓപ്പൺ ആക്സസ് ഇന്ത്യയിൽ എങ്ങോട്ട് വരെ കൊടുക്കാം. അതാണ് അതിനു വേണ്ടി നോ ലൈസൻസ് ഷാൽ ബി റിക്വയർഡ് അണ്ടർ ദിസ് ആക്ട് ഫോർ സപ്ലൈ ഇലക്ട്രിസിറ്റി ജനറേറ്റർ ഫ്രം ദ ക്യാപിറ്റൽ ജനറേഷൻ പ്ലാന്റ് ടു എനി ലൈസൻസി. അതുകൊണ്ട് നമ്മൾ ലൈസൻസി കൊടുക്കുന്നത് നമുക്ക് ലൈസൻസ് നമ്മളെല്ലാം സോളാർ ക്യാപിറ്റൽ ജനറേഷൻ ആണ്. അത് ലൈസൻസിക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിന് ജനറേഷൻ അത് വേറെ ലൈസൻസ് ജനറേഷൻ ഒന്നും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ലൈസൻസിക്ക് കൊടുക്കുന്നു. അതാണ് KSEB. KSEBക്ക് നമ്മൾ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ആക്ട് ആൻഡ് റെഗുലേഷൻ മെയ്ഡ് അണ്ടർ അതാണ് to any licensee in accordance with the provision of this act and rules and regulations. KSRCയുടെ rules and regulations വെച്ചിട്ട് and thereafter ആ rules and regulations ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രൊവിഷൻ അനുസരിച്ചും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് അനുസരിച്ചും KSRCയുടെ റെഗുലേഷൻ അല്ലെങ്കിൽ KSRCയുടെ റെഗുലേഷൻ അനുസരിച്ച് അപ്രോപ്രിയേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേഷൻ അനുസരിച്ചും ഇത് നമുക്ക് കൊടുക്കാം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന നെറ്റ് മീറ്ററിംഗ് വെച്ചിട്ടും അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിംഗ് വെച്ചിട്ടോ അല്ലൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് to any consumer subject to regulation made under subsection 2 of the section 42. അതായത് any regulation made under
അതായത് ഇതും കുറഞ്ഞിട്ട് ടു എനി കൺസ്യൂമർ, ഇതാണ് പിയർ ടു പിയർ. അതിന് വേണ്ട പ്രൊവിഷൻ ഇതുവരെ കേരളത്തിലായിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ക്യാപിറ്റൽ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അത് കൺസ്യൂമർക്ക് കൊടുക്കാം, അതുപോലെ തന്നെ ഇത് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ മറ്റൊരു കൺസ്യൂമർക്ക് ഇവർ റിവേഴ്സ് ആകാത്തതുകൊണ്ട് അത് പറ്റില്ല. KCRC റിവേഴ്സ് ആയില്ല, അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കാം. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് സെക്ഷൻ 42ന്റെ 2 പ്രകാരം. 42 എന്താണ് നമ്മൾ അധികം വായിക്കുന്നുണ്ട്, അഡോയിങ് ഓപ്പൺ ആക്സസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അഡോയിങ് ഓപ്പൺ ആക്സസ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം വേണമെങ്കിൽ കൊടുക്കാം, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എവരി പേഴ്സൺ ഹു ഹാസ് കൺസ്ട്രക്റ്റഡ് ക്യാപിറ്റൽ പ്ലാൻ ആൻഡ് മെയിൻറ്റെയിൻസ് ആൻഡ് ഓപ്പറേറ്റ്സ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു ഓപ്പൺ ആക്സസ് ഫോർ ദ പർപ്പസ് ഓഫ് കാരിങ് ഇലക്ട്രിസിറ്റി ഫ്രം ഹിസ് ക്യാപിറ്റൽ ജനറേഷൻ പ്ലാൻ ടു ദ ഡെസ്റ്റിനേഷൻ ഓഫ് ഹിസ് യൂസ്. അതാണ് ഇതിനകത്ത് വേണം. ക്യാപിറ്റൽ പ്ലാൻ നമ്മളൊരു ക്യാപിറ്റൽ പ്ലാൻ ഉണ്ടാക്കിയത്, സ്വന്തം ആവശ്യം ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഓപ്പൺ ആക്സസ് ആവുന്നത്. അതിനകത്ത് കപ്പാസിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അത് ഇന്ന കപ്പാസിറ്റി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത്. അപ്പൊ അതിനകത്ത് ഇപ്പുറത്ത് ഈ പറഞ്ഞ കപ്പാസിറ്റി പറയും, കാരണം ഇവിടെ 42 പ്രകാരം കപ്പാസിറ്റി ഇപ്പുറത്ത് പറയുന്നുണ്ട്. ആ കപ്പാസിറ്റി അത് 1 മെഗാവാട്ടാണ് കപ്പാസിറ്റി ഈ പറയുന്ന കാര്യത്തിൽ. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ പ്ലാന്റ് സ്വന്തം ആവശ്യത്തിന് പോകുന്ന കപ്പാസിറ്റി എന്ന് പറയും. അത് തമ്മിൽ വ്യത്യാസം. അതേസമയം ഇവിടെ സ്വന്തം ആവശ്യത്തിനല്ലാതെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ അത് പറഞ്ഞു. ഈ മറ്റതുപോലെ തന്നെ ആ ഇതും ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഓപ്പൺ ആക്സസ് റെഗുലേറ്ററി കമ്മീഷൻ ആണ് അത് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇത് ഈ കേസിൽ. പക്ഷെ ഈ കേസിൽ ഇലക്ട്രിസിറ്റി ആക്ട് തന്നെ പറയും. അതുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് നമുക്ക് കൊണ്ടുപോകുന്നതിന് ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ സബ്സെക്ഷൻ 2 സെക്ഷൻ 2 സ്റ്റേറ്റ് കമ്മീഷൻ ഇൻട്രൊഡ്യൂസ് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നുണ്ട്. ആ ഓപ്പൺ ആക്സസിനകത്ത് ഇൻട്രൊഡ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓപ്പൺ ആക്സസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ ഓപ്പൺ ആക്സസ് എത്രമാത്രം വരണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന അനുസരിച്ച് നമുക്ക് കൊണ്ട് നടക്കാം. ഓവർഷാർജ് അല്ലാതെ പേയ്മെന്റ് ഓഫ് അഡീഷണൽ സർചാർജ് വേണം. അങ്ങനെയാണ് ആ കപ്പാസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കും. ഇലക്ട്രിസിറ്റി ആക്ട് പറഞ്ഞിട്ട് മിനിമം 1 മെഗാവാട്ട് ഉള്ളവർക്ക് കൊടുത്തേ പറ്റൂ. അതിലേക്ക് താഴേക്ക് വേണം റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കാം. അങ്ങനെ താഴേക്ക് തീരുമാനിക്കാനും മറ്റുള്ള രീതിയിൽ 6 ജനറേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിയർ ടു പിയർ ഒക്കെ മറ്റു സ്റ്റേറ്റുകൾ ഇപ്പം വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ അത് വന്നിട്ടില്ല. അപ്പൊ പിന്നെ സർചാർജ് ഷാൽ ബി റെഡ്യൂസ്ഡ്. അപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കും വേറെ കാരണം 42 പ്രകാരം സർചാർജ് ഷാൽ നോട്ട് ബി ലേബിൾഡ് ഇൻ കേസ് ഓഫ് ഓപ്പൺ ആക്സസ് പ്രൊവൈഡഡ് ടു എ പേഴ്സൺ ഹു ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ക്യാപിറ്റൽ ജനറേഷൻ പ്ലാൻ ഫോർ ക്യാരിങ് ഔട്ട് ഇലക്ട്രിസിറ്റി ഓഫ് ഡെസ്റ്റിനേഷൻ ഓഫ് ഹിസ് ഓൺ യൂസ്. അതവിടെ സർചാർജും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് സർചാർജ് ക്രോസ് സബ്സിഡി സർചാർജ് ഇല്ല. ക്രോസ് സബ്സിഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് നമ്മളുടെ ഇലക്ട്രിസിറ്റി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതിന് കുറഞ്ഞ ആൾക്കാർ കൊടുക്കാനായിട്ട് ഹയർ പ്രൈസ് വെക്കുന്നു. ആ ക്രോസ് സബ്സിഡി, ആ ക്രോസ് സബ്സിഡി സർചാർജ് നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനില്ല. പക്ഷെ അവരോട് മറ്റേ നമ്മൾ RE&Admit റെഗുലേഷൻ അനുസരിച്ച് വേണം പോകാം. അത്രയേ ഉള്ളൂ ആദ്യം പറയുന്നത്. ഈ പറഞ്ഞതിന് ആണ് നമ്മളുടെ ഒന്ന്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പറയാമല്ലോ, ഇന്ത്യാസ് ഈ പറയുന്ന നാഷണൽ ഇംപ്ലിമെന്റ് കോൺട്രിബ്യൂഷൻ ടു ദ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് ആണ്. നമുക്കറിയാം, നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച് ഒത്തിരി നമ്മൾ കോൺഫറൻസുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മീറ്റിംഗ് ഉണ്ടാകും. അതിനകത്ത് പോയി ഇന്ത്യ പ്രൈം മിനിസ്റ്ററും നമ്മുടെ ഡെലിഗേഷനും പോയി അവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാർബൺ കണ്ടന്റ് ക്രെഡിറ്റ് അതനുസരിച്ച് നമുക്ക് കാർബൺ ക്രെഡിറ്റ് കിട്ടും. അതനുസരിച്ച് നമ്മളൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്ലാനിന്റെ എങ്ങനെ ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് കാർബൺ ക്രെഡിറ്റ് കിട്ടും. ആ കാർബൺ ക്രെഡിറ്റ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? നമ്മൾ ഇത്ര ഇതിന്റെ കാർബൺ ബേസ്ഡ് ഫ്യൂൽ കൊണ്ട് ജനറേഷൻ കുറച്ചിട്ട് അത്രയും നമ്മൾ റിന്യൂവബിളിലേക്ക് മാറുമ്പോൾ നമുക്ക് കാർബൺ ക്രെഡിറ്റ് കിട്ടും. അതിന്റെ പൈസയും കിട്ടിക്ക് കിട്ടും. അപ്പൊ ആ കാർബൺ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ RPO എന്ന് പറഞ്ഞ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ. അതാണ് RPO. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ് ആണ് RPO. അപ്പൊ RPO എന്തിനാണ്? നമ്മൾക്ക് നമ്മുടെ ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജീനെ റിന്യൂവബിൾ ഫ്യൂൽ ബേസ്ഡ് എനർജിയിലേക്ക് മാറ്റാനായിട്ട് കാർബൺ ക്രെഡിറ്റ് കിട്ടുകയും ആ കാർബൺ ക്രെഡിറ്റ് കിട്ടുമ്പോൾ അതിന്റെ ഇതുകൊണ്ട് നമ്മൾ RPO കൊടുക്കുകയും ആ RPO റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന, എന്നിട്ട് പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിന്യൂവബിൾ എനർജിയെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ളവർ കൂടുതൽ ജനറേറ്റ് ചെയ്യും. കൂടുതൽ ജനറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സഹായം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞത്, നേരത്തെ നമ്മൾ ഇതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് നമ്മളിപ്പോ ഒരു മെഗാവാട്ട് സോളാറിന് 6 കോടി രൂപയാവുള്ളൂ. പക്ഷെ അങ്ങനെ നേരത്തെ നമുക്കൊരു 15 കോടി 12 കോടിയൊക്കെ ആവുമായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ 6 കോടിയിലേക്ക് വന്നു. അപ്പൊ ഇപ്പോഴാണ് ഗ്രിഡ് പാരിറ്റി വന്നത്. അതേപോലെ തന്നെ 10 കോടി ആൾക്കാരുടെ വില അതുകൂടെ കൂടിയാണ്. അപ്പൊ നമ്മളിപ്പോ അറിയാം, ആ ഒരു ഗ്രിഡ് പാരിറ്റി വരുന്നതനുസരിച്ച് ഇതിന്റെ ഇത് കൂടാ. അതിന് മുമ്പ് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ടെക്നോളജി ഇംപ്രൂവ് ചെയ്ത് ടെക്നോളജി റിസർച്ച് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ ഇതിനെ വന്നത്. അപ്പം ആ ഒരു RPO നമ്മളിലേക്ക് അതാണ് റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ. എന്താണ് ഇനി റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ അറിയാതെ? നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ സോളാറും നോൺ സോളാറും ആണ് ഉണ്ടായത്. ഇപ്പൊ അത് വീണ്ടും മാറിക്കൊണ്ടിരിക്കാം. നമ്മളതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില കുറയുമ്പോഴും ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് വില കുറയുന്നു. അപ്പൊ ഗ്രിഡ് പാരിറ്റി വരുന്നു. നമ്മളിപ്പോ സോളാറിന്റെ വില മറ്റുള്ള റിസോഴ്സിന്റെ വിലയായിട്ട് കമ്പയറബിൾ ആവുന്നു, അല്ലെങ്കിൽ വീണ്ടും ഫർദർ കോമ്പറ്റേറ്റീവ് ആകുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് മുമ്പ്
നമുക്ക് സോളാറിനെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ സോളാറിനെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് ഈ RPO എന്ന് പറയുന്ന റിന്യൂവൽ പർച്ചേസ് ഒബ്ലിഗേഷൻ സോളാർ ആൻഡ് നോൺ സോളാർ RPO ആയിട്ടാണ് തുടങ്ങിയത്. സോളാർ RPO എന്ന് പറഞ്ഞാൽ റിന്യൂവൽ പർച്ചേസ് ഒബ്ലിഗേഷൻ. എന്താണ് റിന്യൂവൽ പർച്ചേസ് ഒബ്ലിഗേഷൻ? ഒരു നിങ്ങൾ വിൽക്കുന്ന ഇലക്ട്രിസിറ്റി, ഒരു ലൈസൻസിൽ വിൽക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ പർട്ടിക്കുലർ പെർസെന്റേജ് സോളാറിൽ നിന്ന് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള RE ജനറേഷൻ റിന്യൂവൽ എനർജിയിൽ നിന്നായിരിക്കണം, അതിനകത്ത് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് സോളാറിൽ നിന്നായിരിക്കണം, ബാക്കിയുള്ളത് എല്ലാം കൂടെ കൂടി ബാക്കിയുള്ളതാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്താണ് സോളാർ ആൻഡ് നോൺ സോളാർ RPO എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രിസിറ്റി ആക്ടിന്റെ എനേബിളിംഗ് പ്രൊവിഷൻ ആണ്. സെക്ഷൻ നേരത്തെ കണ്ടല്ലോ. അപ്പൊ സെക്ഷൻ 18 സ്റ്റേറ്റ് കമ്മീഷൻ എന്നാ ചെയ്യണമെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മീഷൻ ചെയ്യുന്നത് ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് കോജനറേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം റിന്യൂവൽ സോഴ്സസ് ഓഫ് എനർജി ബൈ പ്രൊവൈഡിംഗ് സ്യൂട്ടബിൾ മെഷേഴ്സ് ഓഫ് കണക്ടിവിറ്റി വിത്ത് ഗ്രിഡ് ആൻഡ് സെയിൽ ഓഫ് ഇലക്ട്രിസിറ്റി. ഇവിടെയാണ് നമ്മൾ പിയർ ടു പിയർ പറഞ്ഞത്. അതായത് നേരത്തെ ഇത് ഇവരുടെ ഉത്തരവാദിത്തമാണ് പറഞ്ഞത്. നമ്മൾക്ക് റിന്യൂവൽ എനർജി ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം റിന്യൂവൽ എനർജിനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ SCRC കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന KSCRC അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യാനായിട്ട് അവരെ എംപവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രൊമോട്ട് കോജനറേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം റിന്യൂവൽ സോഴ്സസ് ഓഫ് എനർജി ബൈ പ്രൊവൈഡിങ് സൂട്ടബിൾ മെഷേഴ്സ് ഓഫ് കണക്ടിവിറ്റി. നമുക്കറിയാം ഇപ്പൊ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും എക്സ്പോർട്ട് ചെയ്യാനും തിരിച്ചോടെ എക്സ്പോർട്ട് ചെയ്യാനും പിന്നെ തിരിച്ചെടുക്കാനും പറ്റും. ആ കണക്ടിവിറ്റി ആൻഡ് സെയിൽ ഓഫ് എനർജി ടു എനി പേഴ്സൺ. ഈ സാധനം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വന്നിട്ടില്ല. ഇത് രണ്ടും നേരത്തെ പറഞ്ഞതും ഞാൻ പറയാം ക്യാപിറ്റൽ ജനറേഷന്റെ പോയിന്റ് പറഞ്ഞതും ഇവിടുത്തെ പോയിന്റ് പറഞ്ഞതും സെയിം ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. നമുക്ക് സെയിൽ ടു എനി പേഴ്സൺ നമ്മളുടെ റൈറ്റ് ആണ്. ഇലക്ട്രിസിറ്റി ആക്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട റൈറ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെ കൊടുത്താൽ കൂടുതൽ ആൾക്കാർക്ക് സ്വന്തം ഉപയോഗത്തിന് മാത്രമല്ല അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വിൽക്കാനും പറ്റും. അതാണ് ഇതിന്റെ ഉദ്ദേശം. അതാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സ്പെസിഫൈ ഫോർ പർച്ചേസ് സച്ച് സോഴ്സസ്. നേരത്തെ പറഞ്ഞതുണ്ടല്ലോ, അതാണ് നമുക്ക് സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല പിയർ ടു പിയർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് RE എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്തേക്ക് വരുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് ദി ടോട്ടൽ കൺസംപ്ഷൻ. ഇതാണ് RPO എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് എനേബിളിംഗ് പ്രൊവിഷൻ 68. ഇതിനകത്ത് RPO കൃത്യമായിട്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് റെക്കമെൻഡേറ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട്. അത് എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളെ ഇത് നോക്കിയാലേ പറയാൻ പറ്റും. നമുക്ക് കാര്യമനുസരിച്ച് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ല വസ്തുതയാണ്. ആ ഒരു പർട്ടിക്കുലർ ഇത് പെർസെന്റേജ് ഓഫ് ടോട്ടൽ കൺസംപ്ഷൻ ഇലക്ട്രിസിറ്റി ഏരിയ കുറിച്ച്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിയുടെ ഉത്തരവാദിത്തമാണ് അവര് സെല്ല് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് RE റിന്യൂവൽ എനർജി ആയിരിക്കണം. ആ REക്കകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് സോളാർ ആയിരിക്കണം, നോൺ സോളാർ ആയിരിക്കണം. അങ്ങനെയാണ് അങ്ങനെ തുടങ്ങിയത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അതായത് സെക്ഷൻ 61H അപ്രോപ്രിയേറ്റ് കമ്മീഷൻ സബ്ജക്ട് പ്രൊവിഷൻ ഓഫ് ആക്ട് ടേംസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് താരിഫ് ആൻഡ് ഗുഡ്വിൽസ് ഗൈഡഡ് ബൈ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ പ്രൊമോഷൻ ഓഫ് കോജനറേഷൻ. അത് നേരത്തെ പറഞ്ഞത് തന്നെ താരിഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾക്ക് കോജനറേഷനെയും റിന്യൂവൽ ജനറേഷനെയും പ്രോത്സാഹിപ്പിക്കുക. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ബേസിക്കലി നമ്മൾക്ക് പരമാവധി ഇലക്ട്രിസിറ്റി സ്വന്തം ജനറേഷൻ ഉണ്ടാക്കുകയും കാപ്പിറ്റൽ ജനറേഷൻ ഉണ്ടാക്കുകയും കോജനറേഷൻ ഉണ്ടാക്കുകയും എല്ലാ പോസിബിലിറ്റിയും കൊണ്ട് ഇലക്ട്രിസിറ്റിയുടെ റിക്വയർമെന്റ് എനർജി സെക്യൂരിറ്റി ഇന്ത്യക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കാനുള്ള പ്രയോജനം എന്താണ്? നമുക്ക് ശരിക്കും കോൾ ഇമ്പോർട്ട് ചെയ്യണം, ഓയിൽ ഇമ്പോർട്ട് ചെയ്യണം. ഈ ഇമ്പോർട്ട് എല്ലാം കുറയും. നമുക്കറിയാം ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് 85% കൂടുതൽ നമ്മുടെ ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് EV വന്നു. EVയുടെ ഇതെല്ലാം വരുമ്പോഴും നമുക്ക് ഈ സോളാറിന്റെ ഇത് തന്നെ EV ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള എനർജികളല്ല. അതായത് എനർജി സെക്യൂരിറ്റി നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞ എനർജി സെക്യൂരിറ്റിയുടെ കൂടുതൽ ബെറ്റർ ആയിട്ട് നാഷണൽ ആയിട്ട് ഒരു എനർജി സെക്യൂരിറ്റിയുടെ പോസിബിലിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി 2005 നമ്മളെ ഇലക്ട്രിസിറ്റി പോളിസിക്കകത്ത് ഈ റിന്യൂവബിളിനെ കുറിച്ച് എന്താ പറയണത്? അർജന്റ് നീഡ് ഫോർ 2005 പറഞ്ഞിരിക്കുന്നതാണ്. നമ്മളറിയാം 2003 ഇലക്ട്രിസിറ്റി 2005 ഇതുവരെ വീണ്ടും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും 2005 നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസിയാണ് ഇപ്പോഴും നമുക്ക് നടക്കുന്നത്. അതിനകത്ത് തന്നെ പറഞ്ഞു അർജന്റ് നീഡ് ഫോർ പ്രൊമോഷൻ ഓഫ് നോൺ കൺവെൻഷണൽ ആൻഡ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. എഫർട്ട് നീഡ് ടു ബി മെയ്ഡ് ടു റെഡ്യൂസ് ക്യാപിറ്റൽ ഫോർ കോസ്റ്റ് ഓഫ് സച്ച്. നമ്മൾ പലപ്പോഴും ഇതെല്ലാം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഈ 2025 ഇത് കൊല്ലമായി. ഇപ്പൊ 25 പലതും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് എനർജി ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രൊമോട്ടിംഗ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സച്ച് ഓബ്ജക്ട്സ്. Adequate promotion measures would have to be taken for development of technology sustained growth of these resources. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നടന്നത്. അപ്പൊ നാഷണൽ പോളിസിയിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ പോളിസികൾ നേരാവണ്ണം നടപ്പിലാക്കാൻ ഗവൺമെന്റ് എടുത്ത ഇനീഷ്യേറ്റീവിന്റെ ഫലമായിട്ട് നമ്മൾ നിയർലി അതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. SCRC to provide suitable measures of connectivity with the grid and fixed percentage grid ആണ്. ഇതിനകത്ത് നാഷണൽ പോളിസിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കണക്ടിവിറ്റി വിത്ത് grid. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ആരുടെയും
സൗജന്യമൊന്നുമല്ല. ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് പറഞ്ഞതും നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസിക്കകത്തും പറഞ്ഞതും റിക്വയർമെന്റ് ആണ് ഈ ഗ്രിഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ റിന്യൂവബിൾ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ അതിനെ പോസിബിൾ ആയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വയബിൾ ആക്കാനും പറ്റും. ഫിക്സഡ് പേഴ്സണെ പറഞ്ഞത് RPO ആണ് പറഞ്ഞത്. അപ്പൊ RPO പ്രോഗ്രസീവ്ലി ഓഫ് സച്ച് ഷെയർ ഓഫ് ഇലക്ട്രിസിറ്റി നീഡ് ടു ബി ഇൻക്രീസ്ഡ്. അതിനുശേഷം ഈ RPO കൊണ്ടുവരണം. RPO ഗ്രാജുവലായിട്ട് കൂട്ടിക്കൊണ്ടും വരണം. അതാണ് ഇപ്പൊ നടക്കുന്നത്. ആ പോളിസി ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജനറേഷൻ കൂടുതൽ ബെറ്റർ ആയിട്ട് ഇന്ത്യ അപ്പൊ അടുത്ത് നമ്മുടെ നാഷണൽ പോളിസി കണ്ടു, ഇലക്ട്രിസിറ്റി ആക്ട് കണ്ടു, നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി കണ്ടു, മറ്റുള്ള നമ്മള് ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റുകൾ കണ്ടു. ഈ താരിഫ് പോളിസിക്കകത്ത് എന്താ പറയണം നമുക്ക് നോക്കാം. ജനറേഷൻ പ്രൊമോട്ടിംഗ് RES, റിന്യൂവബിൾ എനർജി സോഴ്സസ് ആൻഡ് RPO. Fix a minimum percentage of total consumed electricity in the area of distribution license for purchase of electricity from the road. എന്താ പറഞ്ഞാൽ RPO ആണ്. ഫിക്സഡ് ആയിട്ട് ഒരു ഫിക്സഡ് പെർസെന്റേജ് മേടിച്ച് വിൽക്കാനാണ്. അത് കമ്പൾസറി ആയിട്ട് മേടിച്ചിരിക്കണം. കോസ്റ്റ് ഓഫ് പർച്ചേസ് റിന്യൂവബിൾ എനർജി ഷാൾ ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് ഓഫ് ബൈ ഇംപ്ലിമെന്റിംഗ് പ്ലാൻ. അപ്പൊ നമ്മൾക്കത് കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു വെക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ആ കോസ്റ്റ് കൂടുതൽ ഉണ്ടെങ്കിലും കുറഞ്ഞാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഫിക്സ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പെർസെന്റേജ് മേടിക്കുകയും അതിന്റെ കോസ്റ്റ് അപ്പൊ എല്ലാവരിലേക്കും കൂടെ ഇത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യണം. അതാണ് അതിന്റെ കോസ്റ്റ് ടോട്ടാലിറ്റിയിൽ എടുക്കണം. അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആ കോസ്റ്റ് താരിഫ് ഡിറ്റർമിനേഷനിൽ ആ കോസ്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ താരിഫ് ഡിറ്റർമിനേഷൻ കൺസിഡർ ചെയ്യാൻ. അപ്പൊ അതിനകത്ത് ലോങ് ടൈം പ്രൊജക്ടഡ് ഗ്രോത്ത് ഓഫ് റിന്യൂവബിൾ പർച്ചേസ് RPO വിൽ ബി പ്രിസ്ക്രൈബ്ഡ് MNR. ഈ പറയുന്ന RPO എങ്ങനെ വേണം എന്ന് പറയുന്നത് ലോങ് ടൈം ഗ്രോത്ത് വേണം, ലോങ് ടൈം പ്രൊജക്ഷൻ വേണം. അതിപ്പോ അവർ കൊടുക്കുന്നുള്ളൂ. അത് 2030 വരെയുള്ള ലോങ് ടൈം ഗ്രോത്ത് MNR ഇപ്പൊ അത് മുനിസിപ്പൽ പവർ പ്രൊഡ്യൂസ് ചെയ്തത് മുനിസിപ്പൽ പവറിന് കൺസൾട്ടേഷൻ വിത്ത് MNR ഇതാണ് ചെയ്യുന്നത്. ഇപ്പം RPO നമ്മൾ ട്രാക്ക് നോക്കി കഴിഞ്ഞാൽ ഈ പോളിസിക്കകത്ത് പറഞ്ഞ കാര്യമാണ് നടക്കുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് കോജനറേഷൻ ഫ്രം സോഴ്സസ് അതർ ദാൻ റിന്യൂവബിൾ ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ആപ്ലിക്കബിൾ ആവും. കോജനറേഷൻ പ്രോത്സാഹിപ്പിക്കാൻ പക്ഷെ ജനറേഷനകത്ത് RPO വന്നെങ്കിൽ ആ കോജനറേഷൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ആ റിന്യൂവബിൾ എനർജി ജനറേഷൻ തന്നെ ആയിരിക്കണം. റിന്യൂവബിൾ സോഴ്സസിൽ നിന്ന് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ RPO കൺസിഡർ ചെയ്യാവുന്ന പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിടുന്ന് കോൾ ബേസ്ഡ് ഒരു സ്റ്റീം ജനറേഷൻ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേരളത്തിൽ തന്നെ ഉണ്ട് സ്റ്റീം ജനറേഷനുള്ള ചില പ്ലാന്റുകളുണ്ട്. കോജനറേഷൻ അതൊന്നും RPO കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കോജനറേഷൻ കണക്ട് ചെയ്യണമെങ്കിൽ അത് റിന്യൂവബിൾ എനർജി തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിൽ മാത്രമേ RPO കൊണ്ടുവരണം. പിന്നെ പ്രൊമോട്ടിംഗ് RES ആണ്. പ്രൊമോട്ട് റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചില സ്റ്റേറ്റുകൾക്ക് ഈ ഈസ്റ്റേൺ സൈഡിലുള്ള സ്റ്റേറ്റുകൾക്ക് തീരെ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ഇല്ല. അപ്പൊ അവർക്ക് റിന്യൂവബിൾ എനർജി ഉണ്ടാക്കണം. അപ്പൊ അവർക്ക് ഇപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് അവരുടെ സ്വന്തം സോഴ്സസ് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഒറീസ അല്ലെങ്കിൽ ബംഗാള് അല്ലെങ്കിൽ നമുക്ക് ചില സ്റ്റേറ്റുകൾ വെസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ അവിടെയുള്ള ജാർഖണ്ഡ് പോലെ ചില അവിടെയൊക്കെ റിന്യൂവബിളിനേക്കാളും കൂടുതലായിട്ട് കോൾ റിസോഴ്സസ് കണ്ടെത്താൻ. അപ്പൊ അവിടെ കോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും നിങ്ങൾ കോൾ ഉണ്ടാക്കി അതോടൊപ്പം നിങ്ങൾ റിസോഴ്സ് അതാണെങ്കിൽ പക്ഷേ നിങ്ങൾ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റിന് ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കുന്ന കോൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് REC വാങ്ങിച്ച അതിന്റെ അത്രയും റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ RPO മീറ്റ് ചെയ്യുക. അപ്പൊ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ 1 മെഗാവാട്ട് അവർ റിന്യൂവബിൾ എനർജിക്കാണ് ഒരു സർട്ടിഫിക്കറ്റ് പറയുന്നത്. അപ്പൊ 1 മെഗാവാട്ട് 1000 യൂണിറ്റ്സ് ആണ്. 1000 യൂണിറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. അത് റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് ആർക്കാ കൊടുക്കുക? റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അത് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയുള്ള ഒരാൾ ഒരു ജനറേഷൻ ഉണ്ടാക്കിയിട്ട് ആ ജനറേഷൻ റിന്യൂവബിൾ എനർജി ആവുകയും ആ റിന്യൂവബിൾ എനർജി ജനറേഷൻ മറ്റുള്ള കോൾ ജനറേഷൻ പോലെ തന്നെ വിൽക്കുകയും ചെയ്യുന്ന ആൾക്ക് അഡീഷണൽ ഇൻകം കൊടുക്കാം. അങ്ങനെയുള്ള അഡീഷണൽ ഇൻകമാണ് REC സർട്ടിഫിക്കറ്റ്. അവർക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി REC ജനറേറ്റ് ചെയ്തിട്ട് അവർക്ക് വിൽക്കാം. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ പുത്തുങ്കൽ ജനറേഷൻ പറയാം. പുത്തുങ്കൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടിയാണ്. ആ പ്രൈവറ്റ് ജനറേഷൻകാർ ഹൈഡ്രോയാണ്. നോർമൽ ഹൈഡ്രോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ REC ഇല്ല. പക്ഷെ അവരുടെ ഇലക്ട്രിസിറ്റി മുഴുവൻ KSEB വാങ്ങുവാണ്. അവരോട് ഒരു പ്രിഫറൻഷ്യൽ താരിഫിലല്ല വാങ്ങുന്നത്. അപ്പൊ അവർ പൊട്ടിക്കൽ താരിഫ് അല്ലാതെ ജനറൽ താരിഫിൽ വാങ്ങിച്ചുകൊണ്ട് KSEB കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഓരോ മെഗാവാട്ട് അവർക്ക് REC കിട്ടും. ഞാൻ LD ഇരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് RECക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും അവർക്ക് REC സാങ്ഷൻ ചെയ്യുകയും അവർ ഓരോ മെഗാവാട്ടിന് അവർക്ക് REC കൊടുക്കുകയും അന്നൊക്കെ RECക്ക് 3 രൂപ 4 രൂപ 6 രൂപ വരെ വേണ്ടായിരുന്നു REC സർട്ടിഫിക്കറ്റ്. ഇപ്പൊ പറഞ്ഞു കേട്ടോ, ഇപ്പൊ 30 പൈസ 40 പൈസയൊക്കെ വിലയുണ്ട്. അന്ന് ഒരു REC സർട്ടിഫിക്കറ്റ് 3 രൂപയ്ക്ക് കൂടി വില ഉണ്ടായിരുന്ന സമയമുണ്ട്. 4 രൂപയൊക്കെ. അപ്പൊ അത്രയ്ക്ക് വില ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് നല്ലപോലെ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. 1 രൂപ 2 പിന്നെ അത് കുറഞ്ഞ് ഇപ്പോൾ 1 രൂപയിലേക്ക് വന്നു. പിന്നെ അതിപ്പോ അതിനും കുറഞ്ഞു. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? അതാണ് REC സർട്ടിഫിക്കറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ RECക്ക് പ്രിഫറൻഷ്യൽ താരിഫിൽ നിങ്ങൾക്ക് റിന്യൂവബിൾ എനർജി വാങ്ങിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് വിൽക്കാം. വിറ്റ് കഴിഞ്ഞാൽ ആ വിൽക്കുന്ന എനർജിക്ക് നിങ്ങൾക്ക് 1 മെഗാവാട്ട് അവറിൽ ഒരു REC സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ഒരു രീതിയിൽ അങ്ങനെ കൊടുക്കുന്നതിനാണ് അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് REC.
അപ്പൊ REC റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കേഷൻ എന്നാണ്. അങ്ങനെയും റിന്യൂവബിൾ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്ന മെക്കാനിസം ഇവിടെ ഉണ്ട്. So procurement of power by distributors for renewable resources from the project above notified capacity don't create competitive. അപ്പൊ അതിനകത്ത് അറിയാം കോമ്പറ്റേറ്റീവ് ബിഡിംഗ് പ്രോസസ്സിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം ലെവൽസിൽ. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു പരിഗണനയില്ല. സാധാരണ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലെ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ അതാ നേരത്തെ ഇപ്പം വരുന്ന പോലെ നമ്മളിപ്പോ സോളാർ വരുന്നുണ്ട്. സോളാറിനകത്ത് ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അവർക്ക് സോളാറിന്റെ ജനറേറ്റർക്ക് ഒരു സ്റ്റോറേജ് BSS കൂടെ വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് സാധാരണ കോളുകാർ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് കോമ്പീറ്റ് ചെയ്തിട്ട് കുറഞ്ഞ വിലക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ശരി പ്രയോജനം കിട്ടാം. അങ്ങനെയുള്ള പ്രയോജനങ്ങളിലേക്കൊക്കെയാണ് ഇതിപ്പോ വരുന്നത്. അപ്പൊ ആ ഒരു പ്രൊക്യൂർമെന്റ് രീതിയിൽ, അതായത് ഷെഡ്യൂൾഡ് എനർജി കൊടുക്കുന്ന രീതിയിലേക്കുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പൊ നമുക്കറിയാം REC മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 3, 4, 5 രൂപ വരെ വിലയുള്ള REC മാർക്കറ്റ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു IEX ഡേറ്റ എടുത്താണ്. ഇപ്പൊ 2025 REC മാർക്കറ്റ് നമ്മൾ 1 മെഗാവാട്ട് അവർന്ന് ഈ കഴിഞ്ഞ ദിവസം REC ആണ്. അതിപ്പം REC എന്ന് പറയുന്ന റിന്യൂവബിൾ സർക്യൂട്ടാണ്. എത്ര പേര് ബിഡ് ചെയ്തു, എത്ര പേര് വാങ്ങിച്ചു. നമുക്ക് ബൈ ചെയ്യാൻ ആൾക്കാർ കുറവാണ്. നേണ്ടായിട്ട് 10,000 ആൾക്കാരുള്ളപ്പോൾ ഇത്രയും ആൾക്കാർ അതിനകത്ത് ബിഡ് ചെയ്യാനുണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായിരുന്നു. ഈ സെൽ ബിഡ്, ബൈ ബിഡ്. പക്ഷെ അത് ക്ലിയർ ചെയ്ത് ഏകദേശം 300 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 1000 യൂണിറ്റിന് 300 രൂപയോടെ പോയിരുന്നു. എന്ന് പറഞ്ഞാൽ 30 പൈസയെ വന്നുള്ളൂ. അടുത്ത വേറെ ദിവസം ആണെങ്കിൽ 35 പൈസ, ഇത് 35 പൈസ, ഏകദേശം അത്രയുള്ളൂ വരുന്നത്. അപ്പൊ ആ പറഞ്ഞ രീതിയിലാണ് നമ്മളിപ്പം വിലയുള്ളൂ എന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന് കിറ്റ് പാരിറ്റി വന്നുകൊണ്ട് കൂടുതൽ വിലയില്ല. അതായത് ശരിക്കും കുറഞ്ഞ വിലയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് സോളാർ മേടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കിറ്റ് പാരിറ്റി തന്നെ വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ REC സർട്ടിഫിക്കറ്റ് ബാലൻസ് കുറഞ്ഞു, കിറ്റ് പാരിറ്റി വന്നു. അതാണ് ഇപ്പൊ അടുത്തത് നമ്മൾക്ക് ബണ്ടിലിംഗ്. വേറെ എന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിന്യൂവബിൾ എനർജിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ലിഗ്നൈറ്റ് ആൻഡ് കോൾ. അതാണ് ലിഗ്നൈറ്റിനും കോളിനുമാണ് ശരിക്കും പറഞ്ഞാൽ REC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ RPO വേണ്ടത്. അപ്പൊ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിൽക്കുകയാണെന്ന കൂടത്തിൽ നിങ്ങൾക്ക് സോളാർ കോൾ തന്നെ വിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് നോക്കി അറിയാം റിന്യൂവബിൾ എനർജി. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ NBTIയുടെ അവര് NLC എന്ന് കുറെ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്ലാന്റ് ഇപ്പൊ NLC, NTPC ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മുഴുവൻ പവർ സെക്ടർ ജനറേഷൻ കമ്പനികളും ഇപ്പം റിന്യൂവബിൾ എനർജിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവരിപ്പം NTPC, NLC, HPCL ഇതുപോലെ HPC, ഹൈഡ്രോ പവർ കോർപ്പറേഷൻ, ഇതെല്ലാം NHPC, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവരുടെ ഒരു റിന്യൂവബിൾ എനർജി ഡിവിഷൻ ഉണ്ട്. അപ്പൊ റിന്യൂവബിൾ എനർജി അവരെല്ലാം അതിലേക്ക് കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അവർക്ക് വിൽക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ കൂടെ തന്നെ ഇത് ബണ്ടിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു പോസ്റ്റില്ല. അവർ ഇതും കൂടെ കൊടുക്കാണ്. പക്ഷെ അതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രോത്സാഹനം ഇൻഡസ്ട്രിയൽ ട്രാൻസ്മിഷൻ ചാർജസ് ഇല്ല. അതായത് നമുക്കറിയാം ഇപ്പം അടുത്ത 25 വർഷത്തേക്ക് ഇപ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി റിന്യൂവബിൾ എനർജിക്ക് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിലേക്ക് എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക ഇൻഡസ്ട്രേറ്റ്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ ISTS ഇൻഡസ്ട്രിയൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് അവർക്ക് ട്രാൻസ്മിഷൻ ചാർജ് കൊടുക്കണ്ട. അതുകൊണ്ട് ഒരു 10-60 രൂപയോളം തന്നെ അവർക്ക് ലാഭം വരുന്നത്. അവർക്കാണെങ്കിൽ 60-80 രൂപ 80 പൈസയൊക്കെ ഒരു യൂണിറ്റിന് ചെലവാകുന്നത് അവർക്ക് അതിന് ലാഭം കിട്ടും. അതാണ് വേണ്ടത്. പിന്നെ അടുത്തത് അപ്രോപ്രിയേറ്റ് കമ്മീഷൻ പ്രൊവൈഡ് ഫ്രെയിംവർക്ക് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ബോഡി സപ്പോർട്ട് ഫെസിലിറ്റേറ്റ് ജനറേഷൻ ആൻഡ് സെയിൽ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം റിന്യൂവബിൾ സോഴ്സസ് പർട്ടിക്കുലർലി റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ബൈ എനി ഇന്ത്യ. നമ്മളറിയാം റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യം ചെയ്യണമെന്നാണ് ഈ പോളിസിക്കകത്ത് പറയുന്നത്. കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം, ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പോളിസി സപ്പോർട്ട് കൊടുക്കണം. സ്റ്റേറ്റ് കമ്മീഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് പോളിസി ഇത് ഈ റൂഫ് ടോപ്പ് സോളാറിനെ പർട്ടിക്കുലർലി പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസിയാണ്, ഡയറക്റ്റീവാണ് ഇവിടെ ഉള്ളത്. അതനുസരിച്ച് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ സർക്കാർ ചെയ്താൽ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കും. അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. അപ്പം ഈ പറയുന്ന നേരത്തെ ക്ലൈമറ്റ് ചേഞ്ച് പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് 5% അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 15% വരെ. നമ്മൾ ഓർക്കുക അന്ന് നമ്മൾ 2020 15% എന്നാണ് നമ്മൾ അന്ന് ടാർജറ്റ്. പക്ഷെ അതിൽ നിന്നൊക്കെ വന്ന് റിവൈസ് ചെയ്തു. നമ്മുടെ ടാർജറ്റ് ഒക്കെ 15 പോയി ഇപ്പൊ 40-ലേക്ക് 50-ലേക്ക് ഒക്കെ ആയി. നമ്മൾ അതിനകത്ത് നമ്മൾ വളരെ ഉദ്ദേശിച്ച ടാർജറ്റ് ഒക്കെ പണ്ടേ അച്ചീവ് ചെയ്തു. അതിനുശേഷം പുതിയ ടാർജറ്റ് വെച്ചു. അതൊക്കെ നമ്മളാണ്. അപ്പൊ നമ്മൾ ഈ മേഖലയിൽ ഇന്ത്യ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഇഷ്യൂ സർട്ടിഫിക്കറ്റ് RE ഇൻ എക്സസ് ഓഫ് ദി നാഷണൽ സ്റ്റാൻഡേർഡ്. നേരത്തെ പറഞ്ഞാൽ RE ജനറേഷൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ RE സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പൊ സച്ച് എനേബിൾ ടു യൂട്ടിലിറ്റി ഫോറിൻ ഷോ ടു മീറ്റ് ദെയർ, അതാണ് സച്ച് സർട്ടിഫിക്കറ്റ് മേ ബി ട്രേഡബിൾ ടു എനേബിൾ യൂട്ടിലിറ്റീസ് ഫോറിൻ ഷോ ടു മീറ്റ് ദെയർ RPO. ജനറേഷൻ കപ്പാസിറ്റി നീഡ് ഫ്രം അതായത് ആ ഒരു നമുക്ക് 2015 എത്ര വേണം. ഞാൻ പറഞ്ഞു വന്നത് 2008 നമ്മളെ ഈ പറഞ്ഞ അതനുസരിച്ച് അതൊക്കെ നമ്മൾ കടന്നു പോകുന്നു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RPOയുടെ ട്രാജക്ടറി നേരത്തെ പറഞ്ഞത് എന്താണ് RPO വേണമെന്ന് പറഞ്ഞാൽ എല്ലാ ലൈസൻസികളും
ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷനോടാണ് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാൻഡേറ്ററി ആക്കാൻ. പക്ഷെ അവരൊന്നും മാൻഡേറ്ററി ആക്കുക, അവർ റെഗുലേഷൻ മാൻഡേറ്ററി ആക്കുക. അപ്പൊ അവിടെ ഒരു അഡ്വൈസറി ആയിട്ടാണ് മിക്കവാറും റെക്കമെൻഡേറ്റീവ് ആയിട്ട് നടക്കുന്നത്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ അനുസരിച്ച് ഈ MNRE മിനിസ്ട്രി ഓഫ് പവർ പ്രൊഡ്യൂസ് ചെയ്ത് 2018 പ്രൊഡ്യൂസ് ചെയ്ത് നോക്കുക. 2016, 17, 17, 18, 19 ഇതിനകത്ത് പറഞ്ഞ സോളാർ എത്ര പെർസെന്റേജ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അന്ന് 20% എല്ലാം കൂടെ കൂടി ടോട്ടൽ 17% 2018, 19 അതിനുശേഷം 19, 20, 21, 22 വന്നപ്പോൾ അത് 21%. എന്ന് പറഞ്ഞാല് ഈ പറയുന്ന 10%, 10 സോളാറും നോൺ സോളാർ, സോളാർ 10%, 10%. മറ്റേ നമ്മുടെ ഗ്രാജുവലായിട്ട് ഇത് കൂട്ടിക്കൊണ്ട് വരുന്നത് നമ്മുടെ നാഷണൽ പോളിസി പറഞ്ഞ പോലെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത് ഗ്രാജുവലായിട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഈ 21, 22, 21% വന്ന നാഷണൽ പോളിസി. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പർച്ചേസ് നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല, നമ്മൾ വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ വാചകമൊക്കെ അടിക്കുന്നത് കേരളത്തിൽ, പക്ഷേ RPO ഒന്നും മീറ്റ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ SCRC KSCRC അതിന്റെ റെഗുലേഷനകത്ത് ഇതിനകത്ത് പെനാൽറ്റി ഒന്നും ഉൾപ്പെടുത്തിയപ്പോൾ റെക്കമെൻഡേറ്റീവ് ആയിട്ട് മാത്രമേ ചെയ്തില്ലെങ്കിൽ വീണ്ടും ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ വേറൊന്നും ഇതുവരെ അവരുടെ പെനാൽറ്റി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സോഫ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ആക്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2029 ജനുവരിയിൽ നോട്ടിഫൈ ചെയ്തു. ആ നോട്ടിഫൈ ചെയ്ത് 2021, 22 നമ്മളെ പറഞ്ഞ 10% വന്നു. 10% ശേഷം അവർ പിന്നെ ഒരു HPO നമ്മൾ നേരത്തെ പറഞ്ഞിട്ടോ, ഹൈഡ്രോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് മനസ്സിലായി ഈ പറയുന്ന 6 റിവോൾവിനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഹൈഡ്രോ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ സോളാർ RPO ഇതിന് ശേഷം സ്പെസിഫൈ ചെയ്തില്ല. പക്ഷെ ഇവിടെ ഹൈഡ്രോ RPO സ്പെസിഫൈ RG ഹൈഡ്രോ ആൻഡ് നോൺ സോളാർ RPOയുടെ കൂടത്തിൽ തന്നെ കൊണ്ടുവന്നു. പിന്നെ ടോട്ടൽ RPO അങ്ങനെ വന്നു. അങ്ങനെ 21% അവർ കൊണ്ടുവന്നു. 21 നേരത്തെ 20.18% കൂടെ ഹൈഡ്രോ പവർ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു. ഹൈഡ്രോ പവർ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ പഴയ ഹൈഡ്രോ അല്ല, പുതിയ ഹൈഡ്രോ. അതായത് 2019 ശേഷം ഈ കമ്മീഷൻ ചെയ്ത ഹൈഡ്രോ ആയിരിക്കുന്നത്, പഴയ ഹൈഡ്രോയ്ക്കല്ല. അപ്പൊ അതിനുശേഷം ഇത് ഈ പറഞ്ഞ സോളാർ ഹൈഡ്രോയും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. ആ പിന്നീട് സ്പെസിഫൈ ചെയ്താണ് 2021, 22 നമ്മൾ നോട്ടിഫൈ ചെയ്ത് 22 നോട്ടിഫൈ ചെയ്ത MNRE കൺസെഷൻ MNRE എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം 2030 വരെ അത് നോട്ടിഫൈ ചെയ്തു. നമ്മുടെ ഇതിനകത്ത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമാണ്. ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം നോട്ടിഫിക്കേഷൻ ഞാൻ പറയുന്നത് ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മള് SCRC-യോടോ KSCRC-യോടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷനോടാണ് ഇതിന് വേണ്ടുന്ന പോർഷനാണ്. സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് മാൻഡേറ്ററി ആക്കുന്നില്ല. KSCRC മാൻഡേറ്ററി ആകാത്തതുകൊണ്ട് KSCB അതിനനുസരിച്ച് മാൻഡേറ്ററി അല്ല. പക്ഷെ ഇതനുസരിച്ചാണ് ശരിക്കും അവരൊരു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് 2019 നമ്മൾ 43% RPO ഇത് റിവോൾവ് പർച്ചേസ് ഒബ്ലിഗേഷൻ അതിനകത്ത് വന്നിരിക്കുന്നത് വിൻഡ് RPO 6-7%. പിന്നെ ഹൈഡ്രോ പവർ ഒബ്ലിഗേഷൻ പുതിയ ഹൈഡ്രോ 2019 ശേഷം ഇതിനകത്ത് അടി പറയുന്നുണ്ട് വിൻഡ് RPO 31 മാർച്ച് 2022 ശേഷം ഉണ്ടാക്കിയതായിരിക്കണം. HPO ഹൈഡ്രോ പവർ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ 2019 ശേഷം ഉണ്ടാക്കിയതായിരിക്കണം. അതർ RPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിനകത്ത് അതർ RPOയ്ക്കായിട്ട് നമ്മുടെ ഹൈഡ്രോ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഈ പറഞ്ഞ ഇതിന് ശേഷം മറ്റേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സോളാർ RPOയ്ക്ക് പകരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിൻഡ് RPO മതി. ശരിക്കും പറഞ്ഞാൽ വിൻഡ് RPO അല്ല, നമ്മുടെ ഹൈഡ്രോ മതി. ഹൈഡ്രോ നമ്മുടെ ബിഗ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നാണ് ഹൈഡ്രോ വരുന്നത്. അപ്പൊ അത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴത്തെ ഫ്രം ഓൾ ഹൈഡ്രോ അതാണ് ഞാൻ പറയുന്നത് 2022-23 മുതൽ എനർജി ഫ്രം ഓൾ ഹൈഡ്രോ പ്രൊജക്ട് വിൽ ബി കൺസിഡർഡ് ആസ് RPO ആൻഡ് HPO ട്രാജക്ടറി ഹാസ് ബീൻ സ്പേസ്ഡ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 2022-23 ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഴുവൻ ജനറേഷനും ഹൈഡ്രോ ജനറേഷനും RPO ആയിട്ട് കണക്കാക്കും. അപ്പൊ ആ ഒരു RPO അതർ RPO കണക്കാക്കും. വിൻഡ് RPO സ്പെസിഫിക് ആയിട്ട് വേണം HPO 2019 ശേഷം. പക്ഷേ ഈ അതർ RPOയ്ക്കകത്ത് കണക്കാക്കും. അതുകൊണ്ട് കേരളത്തിലെ KCBക്ക് വലിയൊരു രക്ഷ കിട്ടിയത്. കാരണം വെച്ചാൽ വിൻഡ് RPO വളരെ കുറച്ച് മതി, ഇത് മതി. അതുപോലെ തന്നെ ഹൈഡ്രോ നമ്മളുടെ ഇത് RPO വേണ്ട. പക്ഷേ ഇത് അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ KSCRC ഇതനുസരിച്ചാണ് നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷെ അവിടെ വേറൊരു കാര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നു. ഇതിന് പകരം അടുത്തതായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ MOP നോട്ടിഫൈ ചെയ്തത് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമാണ്. എക്സൈസ് ഓഫ് പവർ കൺഫേർഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് 2003 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈഡ് റിവൈസ്ഡ് താരിഫ് പോളിസി അക്കോർഡിംഗ് ടു ദിസ് നോട്ടിഫൈഡ് MOP. ഇത് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമാണ്. അവർ വേറൊരു കാര്യം പുറത്തു ചെയ്തു. MOP നോട്ടിഫിക്കേഷൻ ഡേറ്റ് 20/10/2003 ആപ്ലിക്കബിൾ വിത്ത് എഫക്ട് ഫ്രം 1/4/2024. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ നോട്ടിഫിക്കേഷൻ ഏതാ? ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരമാണ്. 52 ആ എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരം ഈ നോട്ടിഫൈ ചെയ്തിട്ട് എന്താ പറ്റിയത്? ഈ നോട്ടിഫൈ ചെയ്തിട്ട് ഇത് മാൻഡേറ്ററി ആയി. കാരണം വെച്ചാൽ നമ്മുടെ ഈ
മാൻഡേറ്ററി ആക്കാനായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് അമെൻഡ് ചെയ്യാൻ കൊടുത്തപ്പം ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളും അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് അന്ന് റിന്യൂവബിൾ എനർജി നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് ഗവൺമെന്റ് നടന്നില്ല. അത് മാൻഡേറ്ററി ആക്കാനായിട്ട് അമെൻമെന്റ് കൊണ്ടുവന്നാണ് പാർലമെന്റ്, പക്ഷെ നടന്നില്ല. അന്നേരം നമ്മുടെ ഈ പറഞ്ഞ എനർജി കൺസർവേഷൻ ആക്ട് അന്ന് ശരിക്കും നമ്മുടെ യുനാനിമസ് ആയിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി കൈയടിച്ച് പാസ്സാക്കി. എല്ലാവരും ഒപ്പോസ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. എല്ലാവരും 100% നമ്മളെ പാർലമെന്റ് പാസ്സാക്കി ഒപ്പോസ് ചെയ്യാതെ പാസ്സാക്കിയതാണ് ഈ പറഞ്ഞ റിന്യൂവബിൾ പർച്ചേസ്, ഈ പറഞ്ഞ അമെന്റ്മെന്റ്, അതായത് 2001 എനർജി കൺസർവേഷൻ ആക്ട് അമെന്റ്മെന്റ്. ഈ അമെന്റ്മെന്റിനകത്ത് വന്നിരിക്കുന്ന ഒരു സാധനമാണിത്. അതായത് 2024-25 വിൻഡ് റിന്യൂവബിൾ എനർജി ആയിട്ട് വേണം. നേരത്തെ അവിടെ ഹൈഡ്രോ എനർജി വന്നിട്ടുണ്ട്, അവിടെ കൂടെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജി വന്നിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ സാധനം ഒബ്ലിഗേഷൻ ആയിട്ട് വന്നപ്പോൾ പറ്റിയതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ റൂഫ് ടോപ്പ് ഇതിനകത്ത് വന്നു. അപ്പൊ സോളാർ റൂഫ് ടോപ്പും അതുപോലെ തന്നെ 15 അടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് 43.29, 29-30, 43%, 24-25 29%, അല്ലെങ്കിൽ 30%-ഓളം റിന്യൂവബിൾ ഇവിടെ വേണം. അതിനകത്ത് ഇവർക്ക് അതറിനകത്ത് ഈ 27%-നകത്ത് നമ്മുടെ എല്ലാം പെടുത്താം. ഈ 27% മിക്കവാറും നമ്മളുടെ ഈ സോളാർ ഹൈഡ്രോ ജനറേഷൻ കൊണ്ട് അവർ ബീറ്റ് ചെയ്ത് പോകും. 30% മുന്നോട്ട് വരുമ്പോൾ ഇനി ബുദ്ധിമുട്ട് വരും, കൂടുതൽ ജനറേഷൻ ഉണ്ടാക്കിയിട്ടെങ്കിലും. അപ്പൊ നമ്മൾ 22-25 ഈ ഇപ്പം 25% താഴെ വരുന്നുണ്ട് അടുത്ത വർഷങ്ങളിൽ. എങ്ങനെയാണെങ്കിലും നമ്മൾ ഹൈഡ്രോയ്ക്കും കൂടെ വരുന്നുണ്ട്. ഏതൊക്കെയാണ് അത് വരുന്നത്? കൂടെ വരുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് എനർജിയാണ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജി എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. Distributed energy component shall be met only from the generally generated from the renewable energy project that are less than 10 megawatt in size and shall include solar installation and all configuration, net metering, gross metering, virtual metering, group net metering, behind the metering installation and any other configuration notified by Canada. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജി ഇപ്പൊ മാൻഡേറ്ററി ആണ്. ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് പറയാം. അപ്പൊ നമ്മളിത് മാൻഡേറ്ററി ആയി കഴിഞ്ഞു. മാൻഡേറ്ററി ആയതുകൊണ്ട് ഇവർ നമ്മൾക്ക് റിന്യൂവബിൾ എനർജിയെ കുറിച്ച് നമ്മുടെ ഈ KSEB എഞ്ചിനീയർമാരെ കുറിച്ച് ബോധമില്ലായിട്ടാണ് അവർ പിഴ ഇടേണ്ടി വരും നമ്മളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ആ പിഴ എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒബ്ലിഗേഷൻ ഈ പർച്ചേസ് നടത്തിയില്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാപിറ്റൽ കൺസ്യൂമർ, ഓപ്പറേറ്റിംഗ് കൺസ്യൂമർ, കേരള ഹാവ് ഒബ്ലിഗേഷൻ ജനറേറ്റ് ആ പറയുന്ന ഒബ്ലിഗേഷന്റെ ഇതിനകത്ത് അതിന് മുമ്പ് ഇതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് പറഞ്ഞു പറയാം. അപ്പൊ ഇതിനകത്ത് ഒബ്ലിഗേഷൻ ടു പർച്ചേസ് നെയിം എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ പറയുന്ന ടേബിളിൽ വിൽ ബി നോട്ടിഫൈഡ് ലേറ്റർ എന്ന് പറഞ്ഞ പിന്നീട് വന്നാണ്. ഓക്കെ, നമ്മൾ അതിനകത്ത് പറയുന്ന പ്രൊമോട്ടിങ് ഇതിനകത്ത് KCRCയുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓക്കെ, അടുത്തതിനകത്ത് വരുമായിരിക്കും. ഇതിനകത്ത് എന്താണ് ഇതിനകത്തൊക്കെ ഇത് ചെയ്തില്ല, കംപ്ലൈന്റ് ചെയ്തെങ്കിൽ എന്താണ് പിഴയെന്ന് ഈ പറഞ്ഞ അമെന്റ്മെന്റിനകത്ത് പറയുന്നു. ആ അമെന്റ്മെന്റിനകത്ത് പഴയ ഇതിൽ കാണാം. അപ്പൊ നമ്മുടെ ഒബ്ലിഗേഷൻ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എത്രമാത്രമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്? നോൺ സോളാർ ടോട്ടൽ 2021-22 ശേഷം നമുക്ക് ഇതാണ് KCRCയുടെ നെറ്റ് റെഗുലേഷൻ 2020-ലാണ്. 2023-24 സോളാർ വരെയുള്ളൂ ഇവർ വന്നിട്ടുണ്ട്. സോളാറിനകത്ത് 10%, 10%, 21% വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20%, 21-23 പ്രൊക്യൂർമെന്റ് വന്നാണ്. നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൂയിങ് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പ്രൊക്യൂർമെന്റ് വന്നു. അത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ ഈ പ്രൊക്യൂർമെന്റ് റെക്കമെൻഡേറ്റീവ് ആണ്. അവർ ആക്ഷൻ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ വരാണ്ടൊന്നും വരില്ല. പക്ഷെ ഇതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 7 വന്നിരിക്കുന്ന അമെന്റ്മെന്റ്. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ്, KCRCയുടെ അമെന്റ്മെന്റ്. ഇതനുസരിച്ച് HPO വന്നിട്ടുണ്ട്, വിൻഡ് പവർ ഒബ്ലിഗേഷൻ വന്നിട്ടുണ്ട്, ഹൈഡ്രോ പവർ ഒബ്ലിഗേഷൻ വന്നിട്ടുണ്ട് 2022 അതർ RPO വന്നിട്ടുണ്ട്. ഈ എല്ലാം കൂടെ കൂട്ടി 43% ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ 50% 26. അതായത് നാഷണൽ കാണുന്നതിനേക്കാളും വലിയ ടാർജറ്റാണ് KCRC പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഇത് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ച അതായത് ഇവിടെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ബൈ ഈ പറയുന്ന എനർജി കൺസർവേഷൻ ആക്ട് ഇത് ഇവിടെ വന്നിട്ടില്ല. അതിന് പകരം ഇതാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾക്ക് വരേണ്ടതുണ്ട്. KCRCയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരേണ്ടതുണ്ട്. KSEBിന് ഇത് കമ്പൽസറി ആക്കേണ്ടതുണ്ട്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നം ഉണ്ടാവും. നമ്മളുടെ ഈ പറയുന്ന അത് മാൻഡേറ്ററി റിക്വയർമെന്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു പോളിസിയാണ് ഇങ്ങനെയുള്ള പോളിസിയുടെ ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ RPO ഉണ്ടാക്കുന്നത്, REനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ പ്രോത്സാഹിപ്പിക്കുന്ന വഴിയാണ് ഇവിടെ ഈ പറഞ്ഞ ESO എന്ന് പറഞ്ഞ KSEB തന്നെ KCRC തന്നെ വെച്ചാണ് ഇത് എനർജി സ്റ്റോറേജ് ആണ് സിസ്റ്റമാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്തില്ല. മാത്രമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി അനുസരിച്ച് BSS എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്ന് പറയുന്നത്
സോളാറിന്റെ കൂട്ടത്തില് അതിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു അതിന്റെ ഫ്ലക്ച്വേഷൻസ് മാറ്റിക്കൊണ്ട് പ്രോപ്പറായിട്ട് ഡീവിയേഷൻ സെറ്റിൽമെന്റ് മെക്കാനിസത്തിൽ കൂടെ ലീഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതിനൊരു പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് അതിനകത്ത് എനർജി സ്റ്റോറേജ് സിസ്റ്റംസിന് ഇവിടെ പറഞ്ഞിട്ടില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പക്ഷെ ഇവിടെ KCRC അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു 2% വേറെയും കൊടുത്തിട്ടുണ്ട്. ഉദ്ദേശം എന്താ എനിക്കറിയില്ല, എങ്ങനെയാണെങ്കിലും അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇതാണ്. പക്ഷെ ഇത് നമ്മുടെ നാഷണൽ പോളിസിയുടെ ഇതനുസരിച്ച് പുള്ളി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. EAയുടെ ഇതനുസരിച്ച് ഈ ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റേത്. ഈ മറ്റേതിലേക്ക് വരുമ്പം നമ്മുടെ കമ്പാരിസൺ ആണ്. ഇവിടെ ഞാൻ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പാരിസൺ നോക്കി അറിയാം. നമ്മൾ MOPയുടെ നോട്ടിഫിക്കേഷൻ ഇതാണ്. അതായത് വിത്ത് എഫക്ട് 1/4/2024 നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടർ ടെക്നോളജി. അതായത് ഇത് MOP നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രകാരമാണ്? എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കംപ്ലൈ ചെയ്യണം. ഇത് കംപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ 2022-23 43% വേണ്ടത് ഇവിടെ 50% പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ റൂഫ് ടോപ്പ് സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ വന്നില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. നമ്മുടെ പ്രശ്നം ഇതാണ്. കേരളത്തിലെ KCRC കേരള ഗവൺമെന്റോ KCB റൂഫ് ടോപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ വന്നില്ല. പക്ഷേ ഇത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം ഇത് മാൻഡേറ്ററി ആണ്. എന്നാൽ any shortfall in specified renewable consumption target shall be treated as non-compliance and penalty shall be imposed such as rate specified under subsection 3 of the section 24 of the SAD Act, Energy Conservation Act 2001. എന്താണ് പറയുന്നത്? 26(3) അത് പറയുന്നത് if any person fails to comply with the direction issued under clause 9 and 10 of the section 14 shall be liable to be a penalty which shall not exceed 10 lakh rupees for each failure. അപ്പൊ അതാണ് നമ്മളുള്ളത്. അപ്പം ഈ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അത് ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും ഇതായിട്ടാണെങ്കിലും വരും. അപ്പൊ ഇതാണ് പ്രൊവൈഡർ ഷാൾ നോട്ട് ലയബിൾ ടു അഡീഷണൽ പെനാൽറ്റി ആൻഡ് ഷാൾ നോട്ട് എക്സീഡ് ട്വൈസ്. അത് മാത്രമല്ല, പ്രൊവൈഡഡ് ദാറ്റ് ഹി ഷാൽ ഓൾസോ ബി ലയബിൾ ടു ആൻ അഡീഷണൽ പെനാൽറ്റി വിച്ച് ഷാൽ നോട്ട് എക്സീഡ് ട്വൈസ് ദ പ്രൈസ് ഓഫ് എവറി മെട്രിക് ടൺ ഓഫ് ഓയിൽ ഇക്വലന്റ്. നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് പകരം അവർ മറ്റുള്ള ഓയിൽ ഇക്വലന്റ് ആയിട്ട് ഉള്ള കോളോ ബേസിലോ മറ്റുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എനർജിയുടെ ഓയിൽ ഇക്വലന്റ് ഉള്ള പെനാൽറ്റിയും വരും. അപ്പൊ നമ്മൾക്കത് കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വക കാര്യങ്ങളൊക്കെ KCB-യിലുള്ളവർ മനസ്സിലാക്കിയിട്ടാണോ ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാതെ ഈ പറയുന്ന ബോധമില്ലാത്ത നിരുത്സാഹപ്പെടുത്തുന്ന പാര വെക്കുന്ന പരിപാടിയൊക്കെ ചെയ്ത് എനിക്കറിയില്ല. എങ്ങനെയാണേലും ഇത് നമ്മൾക്ക് ആവശ്യമാണ്. ഇതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എനി സിറ്റിസൺ ബിക്കോസ് ഇറ്റ് ഈസ് എ മാൻഡേറ്ററി റിക്വയർമെന്റ് ആസ് പെർ എനർജി കൺസർവേഷൻ ആക്ട്. ഇത് നടന്നില്ലെങ്കിൽ എനിബഡി ക്യാൻ ക്വസ്റ്റ്യൻ ബിക്കോസ് ഇറ്റ്സ് എ നാഷണൽ റിക്വയർമെന്റ് ആൻഡ് മാൻഡേറ്ററി റിക്വയർമെന്റ്. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ റിക്വയർമെന്റ് ആണ്. അത് അതേപടി വന്നിട്ടുണ്ട്. പക്ഷെ KCRC അതിനനുസരിച്ച് അവിടെ നിയമങ്ങളെ അമൽ ചെയ്യുന്നു. അപ്പൊ ഈയിടെയായിട്ട് പുതിയ നിയമം വരുമ്പോൾ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് 24-25 തൊട്ട് വേണ്ടിയതാണ്. 24-25 ഇവിടെ ഇല്ല. 24-25 ഇപ്പം നടക്കുന്നത്. കഴിഞ്ഞു പോയി. ഇത് 25-26 അപ്പൊ 24-25 വേണ്ടുന്ന ഒരു കാര്യമാണിത്. പക്ഷെ ഇപ്പൊ 25-26 ആയിട്ട് പോലും ഇവർ ഈ സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ KCRC-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ അവസ്ഥ. അപ്പൊ അതാണ് റിന്യൂവബിൾ സോഴ്സസ് നേരത്തെ പറഞ്ഞു. അപ്പൊ എന്താണ് KCRC-യുടെ റിവേഴ്സ് അനുസരിച്ച് എന്താണ് റിന്യൂവബിൾ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ KCRC-യിലേക്ക് കേട്ടോ സ്മോൾ ഹൈഡ്രോ അപ് ടു 25 KW 25 മെഗാവാട്ട്, ലാർജ് ഹൈഡ്രോ അബൌട്ട് 25. ഇത് നേരത്തെ പറഞ്ഞ 2019 ശേഷം കൺട്രോൾ ചെയ്യണം. വിൻഡ്, സോളാർ, ബയോമാസ്, ഫ്യൂവൽ, അർബൻ, മുനിസിപ്പൽ സോളിഡേഴ്സ് ഇതെല്ലാം വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് അപ്പൊ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്ങനെയാണ് ഇത് റിന്യൂവബിൾ പർച്ചേസ് RPO എടുക്കേണ്ടത്? ലൈസൻസി ഷാൽ മീറ്റ് റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ അറ്റ് പെർസെന്റേജ് സ്പെസിഫൈഡ്. നേരത്തെ കണ്ടിരിക്കുന്ന പെർസെന്റേജ് ഇത് KCRC പറയുന്നതാണ്. RPO is excluded from the quantum of energy made from the hydro sources. അപ്പൊ നമ്മുടെ പറയുന്നത് നമ്മുടെ ഹൈഡ്രോ സോഴ്സിൽ നിന്നുള്ളതിന്റെ RPO വേണം. അത്രയും സോഴ്സ് കഴിച്ചിട്ടുള്ള, അതായത് നമ്മുടെ കോൾ എനർജിയും നമ്മുടെ ലിഗ്നൈറ്റ് എനർജിയാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണം. അത്രയും എനർജി മേടിക്കുമ്പോൾ അതിന്റെ ആണ് RPO മീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ എനർജി RPO മീറ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. അപ്പൊ എനർജി ജനറേറ്റഡ് ബൈ ദ ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം ഫ്രം ദ റിന്യൂവബിൾ സോഴ്സസ് സപ്ലൈഡ് കാഷ് ആർ ദി എനർജി ജനറേറ്റഡ് ബൈ ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഫ്രം ദി റിന്യൂവബിൾ എനർജി സോഴ്സസ് ആൻഡ് സപ്ലൈ ടു ഷാൽ ബി അക്കൗണ്ടഡ്. അത് അവർ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്താലും അത് RPO കൺസിഡർ ചെയ്യാം. ഓക്കെ. സോളാർ എനർജി ജനറേറ്റഡ് ആൻഡ് പർച്ചേസ് ഇൻ എക്സസ് ഓഫ് ദി സോളാർ ഒബ്ലിഗേഷൻ ഷാൽ ബി അക്കൗണ്ടഡ് ടുവേഴ്സ് മീറ്റിംഗ് നോൺ സോളാർ. സോളാർ എനർജി കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നോൺ സാറിനോട് അക്കൗണ്ട് ചെയ്യാം. അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ശരിക്കും സോളാർ എനർജിനകത്തും നോൺ സോളാർ നമ്മൾ മറ്റേ ഈ അതിനകത്ത് കംപ്ലൈ ചെയ്യാം. അതർ സോളാറിനകത്തേക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന KCRC പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇത്. ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷനകത്ത് അടുത്ത പറഞ്ഞിരിക്കുന്നതാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ എ പേഴ്സൺ ഹു ഈസ് നോട്ട് ആൻ ഒബ്ലിഗേറ്റഡ് എൻറ്റിറ്റി. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഓപ്പൺ ആക്സസ് ചെയ്യുന്ന ആൾ ഒരു ഒബ്ലിഗേറ്റഡ് എൻറ്റിറ്റിയാണ്. ഒബ്ലിഗേറ്റഡ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റിറ്റിയെ നമ്മുടെ എനർജി നമുക്കൊരു റിന്യൂവബിൾ എനർജി
പർച്ചേസ് ഒബ്ലിഗേഷൻ ആർ പി ഒയുടെ ആവശ്യകതയുള്ള ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ലൈസൻസി മേടിക്കുന്നത് കൊണ്ട് നമ്മൾ ഒബ്ലിഗേറ്റഡ് എൻറ്റിറ്റി അല്ല. പക്ഷെ ഓപ്പൺ ആക്സസ് പോകുന്ന ഒരു കൺസ്യൂമർ, അതുപോലെ തന്നെ സ്വന്തം ക്യാപിറ്റൽ ജനറേഷൻ ഇവർ ഉപയോഗിക്കുന്ന കൺസ്യൂമർ, അവരെല്ലാം ഒബ്ലിഗേറ്റഡ് എൻറ്റിറ്റി അവര് ഒരു ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ. അപ്പൊ ആ ഒബ്ലിഗേറ്റഡ് എൻറ്റിറ്റി അവിടെ ആ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഇത് ഉപയോഗിക്കണമെന്നുണ്ട്. റിന്യൂവബിൾ എനർജി പർച്ചേസ് ഒബ്ലിഗേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ കംപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഒബ്ലിഗേറ്റഡ് എൻറ്റിറ്റി അല്ലാത്ത ആളിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി വാങ്ങിച്ചാൽ അവർക്ക് ആർ പി ഒ ഉപയോഗിക്കാം. അതായത് ഇതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സോളാർ കൺസ്യൂമർ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് അവർക്ക് വേണമെങ്കിൽ അത് അക്കൗണ്ട് ചെയ്ത് അവർക്ക് ആർ പി ഒയിൽ അക്കൗണ്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഈ ജനറേഷൻ മീറ്ററിന്റെ ആവശ്യകത. അല്ലെങ്കിൽ ഈ ജനറേഷൻ മീറ്ററിന്റെ ആവശ്യകതയില്ല. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിക്ക് ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആണ്, അത്രയും ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി അവർക്ക് അത്രയും കുറച്ച് പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ അത്രയും അവർക്ക് ആർ പി ഒ ആയിട്ട് അക്കൗണ്ട് ചെയ്യുകയും അവർക്ക് ആർ പി ഒ മീറ്റ് ചെയ്യുകയും ചെയ്യാം. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അതർ ആർ പി ഒയിലും മീറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷന്റെ ആ ആർ പി ഒയിലും മീറ്റ് ചെയ്യാം. അപ്പൊ അത് മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്താ പറയുന്നത്, പർച്ചേസ് ഓഫ് സച്ച് താരിഫ് അറ്റ് പ്രിഫറൻഷ്യൽ താരിഫ് നോട്ട് അറ്റ് താരിഫ് ഡിസ്കൗണ്ട് കമ്മ്യൂണിറ്റി ബ്രിങ് വർക്ക്. അപ്പൊ പ്രിഫറൻഷ്യൽ താരിഫ് നമുക്ക് തരുന്നില്ല. അങ്ങനെയുള്ള കേസ് ആയതുകൊണ്ട് പിന്നെ എന്തുവാണ് തന്നെ അഫോർഡ് ബെനിഫിറ്റ് ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്, അഫോർഡ് സച്ച് പേഴ്സൺ. അങ്ങനെ അത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബെനിഫിറ്റ് ഓഫ് ബാങ്കിങ് ഫെസിലിറ്റി ഫോർ റിന്യൂവബിൾ എനർജി റേറ്റഡ് ബൈ ഹിം. അവർക്ക് ബാങ്കിങ് ഫെസിലിറ്റി കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവരെ ആർ പി ഒ എടുക്കാൻ പറ്റൂ. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് തരുന്ന ബാങ്കിങ് ഫെസിലിറ്റിക്ക് പകരമായിട്ടാണ് ഈ റെഗുലേഷൻ പ്രകാരം KSEBക്ക് ആർ പി ഒ എടുക്കാനായിട്ടുള്ള ആനുകൂല്യം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ പിന്നെ അവർക്ക് യൂണിലാറ്ററൽ ആയിട്ട് എടുക്കുന്ന ഒരു സാധനമല്ല. അതായത് അവർക്ക് ഈ പറയുന്ന ബാങ്കിങ് ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് മാത്രമാണ്. അപ്പം ബാങ്കിങ് ഫെസിലിറ്റിയും ആർ പി ഒയും തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്ത് പോകാനായിട്ടാണ് റെഗുലേഷൻ പറയുന്നത്. അല്ലാതെ ആർക്കും സൗജന്യം കൊടുക്കുന്നു അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സോളാർ റൂഫ് ടോപ്പിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്ന് അവർ സ്വയം ഇവാലുവേറ്റ് ചെയ്യണം. അതിന് റെഗുലേഷൻസും പവർ സെക്ടറിന്റെ പോളിസികളും റെഗുലേഷൻസുകളും ഒക്കെ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഓരോരുത്തരും അവരുടെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ തീരുമാനിക്കുന്ന ഇപ്പോഴും പലരുടെ വിചാരം നമ്മളിപ്പോഴും ഈ പറയുന്ന പ്രീ-90 പീരീഡിലാണെന്നാണ്. അപ്പൊ പ്രീ-90 പീരീഡിലെ കാര്യങ്ങളിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അതായത് നമ്മള് ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ കമ്പനി KSEB ആയിട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കമ്പനിയായി ഇത് പോയി. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ കാര്യം പറയുന്നത്. ആർ പി ഒ എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇതുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് കുറച്ചും കൂടെ ഹൈ ടെക് ആയിരുന്നതാണ് തോന്നുന്നത്. പൊതുവായിട്ട് ഒരുപാട് കാര്യങ്ങൾ സാറ് ടെക്നിക്കലി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് നമുക്ക് മനസ്സിലാകത്തക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സാർ അവസാനം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ബാങ്കിങ് എന്ന് പറയുന്നത് KSEB നമുക്ക് തരുന്ന ഒരു ഔദാര്യമല്ല. ആ ബാങ്കിങ്ങിലൂടെ അവർ ആർ പി ഒ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി അവർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിലിനി നമുക്ക് ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്യുക. പിന്നെ ഇതിൽ സാറേ ഈ ഒരുപാട് കാര്യങ്ങൾ സാറെ പറഞ്ഞതിൽ സാർ ആ വേർഡ് പറഞ്ഞങ്ങ് പോയി. ഒന്ന് ക്രോസപ്സ്. എന്നാലും സാറേ എൻ്റെ അടുത്തും പലരും ഈ ക്രോസ് സബ്സിഡി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സാർ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഗ്രിഡ് പാരിറ്റി സാറ് പറഞ്ഞ് പെട്ടെന്നങ്ങ് പോയി. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഒന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. എന്താണ് ആ ഗ്രിഡ് പാരിറ്റി എന്ന് പറയുന്നതും കൂടി ഇത് രണ്ടുമാണ് എൻ്റെ ഒരു ഡൗട്ട്. സാർ അത് രണ്ടും ക്രോസ് സബ്സിഡി സിമ്പിളായിട്ട് അതിനൊക്കെ മനസ്സിലാകാത്ത കൊണ്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ പോകാനാണ്. ഞാൻ ക്രോസ് സബ്സിഡി എന്നാണ് പറയാം. ക്രോസ് സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച ക്രോസ് സബ്സിഡി എന്ന് പറഞ്ഞാൽ ഒരാള് നമ്മൾക്ക് നേരത്തെ പറഞ്ഞല്ലോ ARR അനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റിക്ക് KSEBക്ക് വിടുന്ന ടോട്ടൽ ചെലവ് നമുക്ക് KSEBക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ജീവനക്കാർക്കും ഇവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് അവർ ഏത് താരിഫിൽ ആർക്ക് വിറ്റാലും ടോട്ടൽ ഇലക്ട്രിസിറ്റിയുടെ അവരുടെ കോസ്റ്റ്, ആ ഇലക്ട്രിസിറ്റി വാങ്ങിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൺസ്യൂമറിന് എത്താനുള്ള ടോട്ടൽ കോസ്റ്റ് ആണ് ആവറേജ് റവന്യൂ റിക്വയർമെന്റ്. അതനുസരിച്ചുള്ള താരിഫ് അവർക്ക് കിട്ടുന്നു. ഇനി അടുത്താണ് റെഗുലേറ്ററി കമ്മീഷൻ ആണ് ആർക്ക് ഏത് താരിഫിലാണ് വിൽക്കണം എന്ന്. അപ്പൊ അവരങ്ങനെ വിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരേ താരിഫല്ല. അപ്പൊ ചില ആൾക്കാർക്ക് സൗജന്യം കൊടുക്കും,
ചില ആൾക്കാർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ ചില ആൾക്കാർക്ക് കൊടുക്കുന്ന സൗജന്യത്തിന്റെ കോമ്പൻസേഷൻ ആണ് മറ്റേ ആളോട് കൂടുതൽ വാങ്ങിക്കുന്നത്. അപ്പൊ ടോട്ടൽ ചെലവിനെ അവരുടെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിള് പുറകെ BPLകാർക്ക് 40 യൂണിറ്റ് താഴെയാണെങ്കിൽ ഫ്രീ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഫ്രീ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇനി ഫ്രീ കൊടുക്കുന്നതിൽ അവരുടെ റേറ്റ് ഒരു യൂണിറ്റിന് 1 രൂപ 2 രൂപയുള്ളൂ. നമ്മുടെ ശരാശരി റേറ്റ് 6 രൂപ അല്ലെങ്കിൽ 6.5 രൂപയാകുമ്പോൾ ഇവർ 2 രൂപ വരും. അതേസമയം 6 രൂപ ശരാശരി റേറ്റ് എങ്ങനെയാ വരുന്നത്? ടോട്ടൽ എനർജീനെ ടോട്ടൽ കൺസ്യൂമറുടെ കൺസപ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ആണ്, അത് ആവറേജ് കോസ്റ്റ്. അപ്പൊ ഈ കുറച്ചാളോട് കൂടുതൽ വാങ്ങിച്ചാലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് കോസ്റ്റ് സബ്സിഡി എന്ന് പറയുന്നത്. ഈ സബ്സിഡി കുറെ ആൾക്കാർക്ക് കൊടുക്കുക, എന്നിട്ട് മറ്റേ ആളോട് കൂടുതൽ വാങ്ങിക്കുക. അയാളോട് അർഹതപ്പെട്ട് അയാൾക്ക് കൊടുക്കാനായിട്ടുള്ള വിലയിനേക്കാൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു മാങ്ങ കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് 2 രൂപയ്ക്ക് ഒരു കിലോ മാങ്ങയ്ക്ക് 5 രൂപ വിലയാണെങ്കിൽ, അല്ലെങ്കിൽ 15 രൂപ വിലയാണെങ്കിൽ, ഒരാൾക്ക് നമുക്ക് കുറെ ആൾക്കാർക്ക് പാവപ്പെട്ടവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൈസാണെന്ന് വിചാരിച്ചു, ഒരേ കടയിൽ തന്നെ ഒരേ ചാക്കിൽ തന്നെ ഒരു കുറച്ച് അരി എടുത്തിട്ട് കുറഞ്ഞ വിലയ്ക്ക് വെക്കുക. എന്നിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരിൽ നിന്ന് 2 രൂപയ്ക്ക് അരി കൊടുക്കുക, ബാക്കി ആൾക്ക് 10 രൂപയ്ക്ക് അരി മേടിക്കുക. എന്നിട്ട് ശരാശരി ഒരു 6 രൂപയ്ക്ക് അരിക്ക് വിലയുണ്ടെങ്കിൽ അങ്ങനെ വിറ്റിട്ട് കോമ്പൻസേറ്റ് ചെയ്യുക. ഇതിനാണ് കോസ്റ്റ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ അവിടെ കോസ്റ്റ് സബ്സിഡൈസ് ചെയ്യപ്പെട്ടു. അതായത് കുറെ കൺസ്യൂമേഴ്സിനെ, താഴെക്കടയിലുള്ള കുറെ കൺസ്യൂമേഴ്സിനെ, BPLകാരെ, 50 യൂണിറ്റ് കുറച്ച് ഉപയോഗിക്കുന്നവരെ, അല്ലെങ്കിൽ 100 യൂണിറ്റ് കുറച്ച് ഉപയോഗിക്കുന്നവരെ, ഡൊമസ്റ്റിക് കൺസ്യൂമർ 100, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കോസ്റ്റ് സബ്സിഡൈസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് സൗജന്യം കിട്ടി. ആ സൗജന്യം ബാക്കിയുള്ളവരിലേക്ക് ചാർജ് ചെയ്യും. അപ്പൊ കുറെ ആൾക്കാർ കോസ്റ്റ് സബ്സിഡൈസ് ചെയ്യപ്പെടുന്നു, കുറെ ആൾക്കാർക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യപ്പെടുന്നു. ഈ ഒരു മെക്കാനിസത്തിനാണ് കോസ്റ്റ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത് ഈ പോളിസി, പോളിസിയുടെ അങ്ങോട്ടൊന്നും പോയില്ല, 20% കൂടുതൽ കോസ്റ്റ് സബ്സിഡി പാടില്ലെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ താരിഫ് പോളിസി പറയുന്നത്. അപ്പൊ മാക്സിമം 20, അങ്ങനെ കൂടുതൽ പോളിസി വന്നപ്പോഴാണ് ആദ്യം ഒരു തവണ ഈ പറയുന്ന KCRC അങ്ങനെ ഇഷ്ടം പോലെ കോസ്റ്റ് സബ്സിഡി, ഇഷ്ടം പോലെ താരിഫ് കൂട്ടിയപ്പോഴാണ് നമ്മുടെ ഈ ST അസോസിയേഷൻകാര് പോയി അപ്പർ ട്രൈബ്യൂണൽ കേസ് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന പോളിസി അനുസരിച്ച് 20% കൂടുതൽ ഞങ്ങളോട് മേടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ മേടിക്കാനായിട്ട് യാതൊരു വകുപ്പുമില്ല എന്നും പറഞ്ഞ് അവർ പോയി ഇത് മേടിച്ചു നിന്നിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം ഈ കേസ് കൊടുത്തവർക്ക് ഒരിക്കൽ പോലും 20% കൂടുതൽ വാങ്ങിച്ചിട്ടില്ല, പക്ഷെ അല്ലാത്തവരോട് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം ST അസോസിയേഷനിൽപ്പെട്ട ആരോടും 20% കൂടുതൽ ഇപ്പം വരാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ഒരു നിയമം, അവരുടെ ഓർഡർ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അവർക്ക് ശരാശരി വിലയുടെ 20% കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റിയല്ല. ആ ഒരു ഫ്രെയിംവർക്ക് പോളിസി കിടക്കുന്നതുകൊണ്ട് അവരെ അപ്റ്റലി പോയി ഓർഡർ മേടിച്ചു കൊടുത്തു, അതിന്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു, മേടിച്ച പൈസ തിരിച്ചു കൊടുത്തു, അതിനെ റിവൈസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം കിടക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ KCRCയുടെ താരിഫ് മുഴുവൻ എടുത്ത് ചവിറ്റുകൊട്ട ഇടേണ്ടി വരും. കാരണം വെച്ചാല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി അനുസരിച്ചൊന്നുമല്ല ഇവിടെ താരിഫ് ഉണ്ടാകുന്നത്. അത് ഒരു ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ചുമല്ല, പോളിസി അനുസരിച്ചുമല്ല, ഇവരുള്ളവരുടെ യുദ്ധം പോലെ, അവരുടെ മനോധർമ്മം പോലെ തട്ടിമുട്ടാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. അതാണ് ഞാൻ കോസ്റ്റ് സബ്സിഡിനെ കുറിച്ച് പറയുന്നത്. ഇനി ഗ്രിഡ് പാരിറ്റി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഗ്രിഡ് പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാല്, നമ്മള് ഒരു ശരാശരി ഇലക്ട്രിസിറ്റി ഇവിടെ മുമ്പ് വിറ്റുകൊണ്ടിരുന്ന അറിയാലോ, നമുക്ക് ഹൈഡ്രോയ്ക്കോ പ്രത്യേകിച്ച് വിലയും, നമ്മൾ പോയി ഒരു മാർക്കറ്റിൽ പോയി ഇലക്ട്രിസിറ്റി വാങ്ങിക്കുകയാണെങ്കിൽ ഹൈഡ്രോ വേണം, മുമ്പ് ഈ സോളാറൊക്കെ വരുന്നതിന് മുമ്പ് ഹൈഡ്രോ വേണം, കോള് വേണം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, ഇലക്ട്രിസിറ്റിക്ക് വേണം ഇലക്ട്രിസിറ്റി വാങ്ങിക്കാം. അപ്പൊ ആര് വേണേലും വോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഡറിൽ ആൾക്കാർ വോട്ട് ചെയ്യും. അത് ഹൈഡ്രോ ആണെങ്കിലും വേണ്ടില്ല, നമ്മൾ കോൾ ബേസ്ഡ് ആണെങ്കിലും വേണ്ടില്ല, ലിഗ്നൈറ്റ് ബേസ്ഡ് ആണെങ്കിലും വേണ്ടില്ല, ഈവൻ ഓയിൽ ബേസ്ഡ് ആണെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഇപ്പം നാഫ്ത ബേസ്ഡ് ആണെങ്കിലും വേണ്ടില്ല, വിലയാണ്, മാർക്കറ്റ് വിലയാണ്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. അപ്പൊ അങ്ങനെ വരുന്ന പ്രോപ്പറായിട്ട് മാർക്കറ്റിലെ അറൈവ് ചെയ്യുന്ന ഗ്രിഡിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്, ഡിമാൻഡ് അനുസരിച്ച് അറൈവ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റിനാണ് ഗ്രിഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റ് അനുസരിച്ച് അതേപോലെ തന്നെ ഒരു വില സോളാറിന് ആദ്യ കാലഘട്ടങ്ങളിൽ ഇല്ല. അപ്പൊ സോളാറിന് ഈ പറയുന്ന ഈ RPO വെച്ചാൽ മാത്രമേ ഈ സോളാർ മേടിക്കുള്ളൂ. 5 രൂപയ്ക്ക് കിടക്കുന്ന ഇലക്ട്രിസിറ്റി 15 രൂപയ്ക്ക് മേടിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഗ്രിഡ് പാരിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ് സോളാറും വിൻഡും. സോളാറും വിൻഡും വരുന്ന സമയത്ത് ഒരു സോളാറിന്റെ ഒരു യൂണിറ്റിക്ക് 8 രൂപയും 10 രൂപയും 12 രൂപയും ആവാനും. അപ്പൊ ഇപ്പുറത്ത് നമ്മളുടെ കോൾ ബേസ് ഇലക്ട്രിസിറ്റിക്ക് 5 രൂപ വിലയോ 3 രൂപ വിലയോ ഉള്ളപ്പോൾ പോയി സോളാറിന്റെ 8 രൂപ മേടിക്കാൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോയി മേടിക്കത്തില്ല. അങ്ങനെ മേടിക്കുന്നതിന് പകരമാണ് ഈ RPO കൊണ്ടുവന്നത്, കമ്പൾസറി ആയിട്ട് കൊണ്ടുവന്നത്, പിന്നെ മറ്റ് സബ്സിഡികളും എല്ലാം കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ
ആദ്യ കാലഘട്ടങ്ങളിൽ 8 രൂപ ഉണ്ടായിരുന്ന സാധനം 5 രൂപയായി, 6 രൂപ, 4 രൂപയായി, ഇപ്പൊ 2 രൂപയായി, 2.5 രൂപ വരെ വന്നു. 2 രൂപ ശരാശരി 100 രൂപയിൽ താഴെയായി ഇപ്പൊ ഡോളറിന് ഒരു യൂണിറ്റിന്റെ വില. അതുപോലെ തന്നെ പീക്കില് സാധാരണഗതിയില് നമ്മളുടെ ഇതിന്റെ അവൈലബിലിറ്റി പീക്ക് പാരിറ്റി ആയി, നമ്മുടെ ഗ്രിഡിന്റെ മറ്റുള്ളതിന്റെ പാരിറ്റി ആയി, ഗ്രിഡിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആയി. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ REC എന്ന് പറഞ്ഞ ആ മെക്കാനിസം ഇപ്പം ആവശ്യമില്ലാതെ വന്നു. കാരണം എന്ന് വെച്ചാൽ RECയുടെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇലക്ട്രിസിറ്റി അവൈലബിൾ മറ്റേ കോൾ ബേസ് ഇലക്ട്രിസിറ്റി വാങ്ങിച്ചിട്ട് സോളാർ ബേസ് ഇലക്ട്രിസിറ്റി വാങ്ങിക്കാതെ ലാഭകരമായിട്ട് കോൾ ബേസ് ഇലക്ട്രിസിറ്റി വാങ്ങിച്ചിട്ട് RPO മീറ്റ് ചെയ്യാൻ REC വാങ്ങിച്ചു. അത് ലാഭകരമാണ്. ഒരു രൂപ REC മേടിച്ചാൽ നമുക്ക് കോളി പോയി കഴിഞ്ഞാൽ ഡിഫറൻസ് 2-3 രൂപ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കോള് മേടിച്ചിട്ട് REC മേടിച്ചാൽ മതി. പക്ഷെ ഇപ്പം REC മേടിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ്. RECക്ക് പോകേണ്ട ആവശ്യമില്ല. സോളാർ നമ്മുടെ ഗ്രിഡ് പാരിറ്റി ആയതുകൊണ്ട് സോളാർ തന്നെ ഈ വിലക്ക് കിട്ടും, കോളിന്റെ വിലക്ക് സോളാർ കിട്ടും. പിന്നെ എന്തിനാ മേടിക്കുന്നത്? അതിനാണ് ഗ്രിഡ് പാരിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കോളാണേലും വേണ്ടില്ല, നമ്മുടെ വിൻഡ് ആണേലും വേണ്ടില്ല, ഇതെല്ലാം ഒരേ വിലക്ക് കിട്ടും. പ്രൊവൈഡഡ് ഈ പറഞ്ഞ മറ്റേ കുറെ ചില ഡീവിയേഷൻ, കുറെ സ്വഭാവവിശേഷങ്ങളുണ്ട്. ആ സ്വഭാവവിശേഷങ്ങളെ ഗ്രിഡ് മാനേജ് ചെയ്താൽ മതി. അതാണ് ഗ്രിഡ് പാരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണ് സാർ. സാറേ, അടുത്ത ചോദ്യം ചോദിക്കുന്നത് മിസ്റ്റർ ബിബിൻ ആണ്. സംസാരിക്കാമോ മിസ്റ്റർ ബിബിൻ? മൈക്ക് ഓൺ ആക്കി. ഓക്കെ മൈക്ക് ഓഫ് ആയിരുന്നു സാർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ആസ് യൂഷ്വൽ. എനിക്ക് ഈ പിന്നെ പോളിസിയും ആക്ടും ഒക്കെ എല്ലാം കൂടി മിക്സപ്പ് ആയി ആകെ കൂടി കൺഫ്യൂഷൻ ആണുള്ളത്. ഈ RECയുടെയും RPOയുടെയും ഇപ്പം RP ഇത് പർച്ചേസ് ഒബ്ലിഗേഷൻ KSEBയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒബ്ലിഗേഷൻ 30%. സാറ് MOPയുടെ 37% എന്ന് കാണിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 30% എന്ന സ്ലൈഡിൽ എന്തോ കണ്ടു. അപ്പൊ ഈ 30% അവർക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. 30% എനർജി അവര് റിന്യൂവബിൾ ആയിരിക്കണം അല്ലേ? അപ്പൊ അതില് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത് കാണിച്ചിരിക്കുന്നത് വളരെ ചെറിയ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സോളാർ, നോൺ സോളാർ. ഞാൻ കേരളത്തിന്റെ കേസ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 30% എന്തായാലും KSEB മീറ്റ് ചെയ്യണം. അത് 37% വരെ അടുത്ത നെക്സ്റ്റ് 10 ഇയേഴ്സിൽ 37 എത്രയോ അത് പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ആവും. അല്ല, അതിനകത്ത് 29-30 വരുമ്പം 50% മീറ്റ് ചെയ്യണം നമ്മള് KCRCയുടെ ഇതനുസരിച്ച്. ഇതിനകത്ത് ഞാനൊരു ക്ലാരിറ്റി പറയാം. അതായത് ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് നമ്മുടെ പവർ സെക്ടറിൽ കിടക്കുന്ന നമ്മുടെ മിനിസ്ട്രി ഓഫ് പവറിനോട് ഒരു ട്രാജക്ടറി ഡിക്ലെയർ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, എൻഫോഴ്സ് ചെയ്യാനായിട്ട് നിയമം ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രൊവിഷൻ ഇല്ല. അവരോട് ഇലക്ട്രിസിറ്റി ആക്ട് പറഞ്ഞിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവർക്ക് പ്രൊവിഷൻ ഇല്ല. ഇലക്ട്രിസിറ്റി ആക്ട് പറഞ്ഞിരിക്കുന്ന അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആൾക്കാർ സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷനാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളുടെ പല സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ പല രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് ചെയ്യുന്നതാണ് കേരളത്തിലുള്ളവർക്ക് ബാധകം. തമിഴ്നാട്ടിലെ റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് ചെയ്യുന്നതാണ് തമിഴ്നാട്ടിലുള്ളവർക്ക് ബാധകം. മഹാരാഷ്ട്രയിലെ റെഗുലേറ്ററി കമ്മീഷനും ആക്ട് ചെയ്യുന്നതാണ് റെഗുലേറ്ററി. പക്ഷെ അവർ ഈ ട്രാജക്ടറി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു മിനിസ്ട്രി ഓഫ് പവർ ഒരു ജനറൽ ട്രാജക്ടറി ഇട്ടിട്ടുണ്ട്. അത് എൻഫോഴ്സ് ചെയ്യപ്പെടണമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗൈഡ്ലൈൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് പ്രൊവിഷൻ, നിലവിലെ ഇലക്ട്രിസിറ്റി ആക്ട് 2003 പ്രൊവിഷൻ ഇല്ല. അത് അമെന്റ്മെന്റ് വന്നാൽ മാത്രമേ അത് ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രൊവിഷനിലേക്ക് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന 2024-25 മുമ്പ് ഇപ്പോഴത്തെ പലപ്പോഴും റെഗുലേറ്ററി കമ്മീഷന്റെ ആ റെഗുലേഷനകത്ത് നമ്മുടെ ആൻഡ് നെറ്റ് മീറ്റർ റെഗുലേഷനകത്ത് നമ്മൾ സോളാർ മാത്രമേ വായിക്കുന്നുള്ളൂ. അതിനുശേഷം ഈ അടിയിലോട്ടൊക്കെ വായിച്ചു പോയാൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ KCRCയുടെ ആ റെഗുലേഷനകത്ത് KSEB അത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പെനാൽറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവരോട് വീണ്ടും കംപ്ലൈ ചെയ്യുന്നത് മാത്രമേ, അടുത്ത കൊല്ലം കംപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നടക്കാത്തതാണ് എന്റെ ഒരു അഭിപ്രായം. മനസ്സിലാക്കാണെന്ന് പറഞ്ഞു, കൂടുതൽ ക്ലിയർ ആവുന്നു. അത് മനസ്സിലായി. എന്നാലും എങ്ങനെയാണ് അതിപ്പം ഒന്നും റെഗുലേറ്ററി കമ്മീഷൻ അവർക്ക് ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാർ പറഞ്ഞത്. അതൊക്കെ, പക്ഷെ എന്നാലും പിന്നെ ഈ ആക്ടും ഇതും ഒക്കെ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ ഇതിന്റെ ഇന്നത്തെ ഇപ്പോഴുള്ള കേസ് പ്രകാരം KSEBയുടെ ഇതില് സോളാർ കൺസ്യൂമേഴ്സിന് ഈ
KSEBക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടാവുമല്ലോ, ഇത്രയും എനർജി സാർ മെഗാവാട്ട് അവറിന് എത്രയോ പൈസ പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞല്ലോ ഒരു ഇത് റിന്യൂവൽ സർട്ടിഫിക്കറ്റ്, REC സർട്ടിഫിക്കറ്റ്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് പിന്നെ കൺസ്യൂമേഴ്സിന്, പ്രൊസ്യൂമേഴ്സിന് എങ്ങനെയാണ് അവർ ഓഫ്ലോഡ് ചെയ്യുന്നത്? അല്ല, ഇവര് കംപ്ലൈ ചെയ്താൽ മാത്രമേ, കംപ്ലൈ ചെയ്ത് എക്സസ് ഉണ്ടെങ്കിലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അവരിപ്പം കംപ്ലൈ ചെയ്ത് 2022-23 വരെയുള്ള സോളാർ നോൺ സോളാർ വെച്ചിട്ടാണുള്ള കംപ്ലൈ ചെയ്തിട്ടില്ല. അതിനുശേഷം 2024-25 തൊട്ടിട്ട് ഉള്ള സാധനങ്ങൾ വരുമ്പോഴും അത് മിച്ചമുള്ളത് വേണമെങ്കിൽ അവർക്ക് REC ആയിട്ട് വേണമെങ്കിൽ വിൽക്കാം അവർക്ക്. പക്ഷെ ഇപ്പൊ REC ആയിട്ട് വേണമെങ്കിൽ വിൽക്കാം, പക്ഷെ നോൺ REC. പക്ഷെ അതിനേക്കാളും ലാഭകരമായിട്ട് സോളാർ അവൈലബിൾ ആണെകൊണ്ട് ഇപ്പം വിൽക്കാൻ അവർക്ക് ഇപ്പം പറയുന്നത്, ഞാൻ നേരത്തെ കളിച്ചത് 35 പൈസ കിട്ടും ഒരു യൂണിറ്റിന്. ആ രീതിയിൽ വേണമെങ്കിൽ വിൽക്കാം. പക്ഷെ അവര് കേരളത്തിന് ആവശ്യകതയുള്ള അവിടെ RPO കംപ്ലൈ ചെയ്യണമല്ലോ ആദ്യം. അങ്ങനെ കംപ്ലൈ ചെയ്തിട്ട് മിച്ചമുള്ളത് വിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതെ, ഇപ്പം മിച്ചം ഇല്ല എന്നാണോ പറയുന്നത്? ഇപ്പൊ മിച്ചം ഇല്ല. കഴിഞ്ഞ ഇതിനനുസരിച്ച് നോക്കിയാൽ മിച്ചം ഇല്ല. നമ്മളിപ്പോ 50% കൊണ്ടുവരണം. ഫോർ എക്സാമ്പിള് 2024-25 37% വേണം. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ 2024-25 30% ജനറേഷൻ ഇല്ലല്ലോ ഇവിടെ. ഹൈഡ്രോ ജനറേഷൻ 30% ഇല്ലല്ലോ. അല്ല, അപ്പം 30% ഇല്ല. അപ്പോഴേ എന്തായാലും അത് ബാക്കി 7% എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ പറയുന്ന അതർ RPOക്കകത്ത് 33.6% 24-25 അവർ കംപ്ലൈന്റ് ചെയ്യണം. നമ്മുടെ KSRCയുടെ ഇത് വെച്ച് തന്നെ. പക്ഷേ 2024-25 നമ്മുടെ ജനറേഷൻ നോക്കും, ഹൈഡ്രോ ജനറേഷൻ 30% ഇല്ല. അത് ചിലപ്പോൾ കാണും കേട്ടോ. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ ജനറേഷൻ 30% ഇല്ലെങ്കിലും ഈ പറയുന്ന നമ്മൾ ഇതിന്റെ അനുസരിച്ച് 30% കൂടുതൽ കാണും. ശരിയാ. ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ കോൾ ആൻഡ് ലിഗ്നൈറ്റിന്റെ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ 30% കൂടുതൽ കാണും. അപ്പം മിച്ചമുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒരു ഈ പറയുന്ന REC ആക്കിക്കൊണ്ട് വിൽക്കാം. വിറ്റ് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് 30 പൈസ അവരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യെസ്, ഉണ്ട്. സാർ, ഇനിയുള്ള ഒരു റിക്വസ്റ്റ് ആണ് സാർ. ഒരു ഇത് വെബിനാർ ഇതിന് മാത്രമായിട്ട് കേരളത്തിലെ KSEBയുടെ ഇന്നത്തെ ഇതും കേരള പ്രൊസ്യൂമേഴ്സിന്റെ അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഇതിനകത്ത് ഞാൻ 2024-25 ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ 2024-25 വരെ 25 തൊട്ടിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ അമെൻഡ് ചെയ്ത് മാൻഡേറ്ററി ആക്കാണ്ട് ഇലക്ട്രിസിറ്റി ആക്ട് പാർലമെന്റ് പാസ്സാക്കിയില്ല. പക്ഷേ എനർജി കൺസർവേഷൻ ആക്ട് പാസ്സായി. ആ എനർജി കൺസർവേഷൻ ആക്ടിന്റെ ബലത്തിൽ 2024-25 1.5% ഡിസ്ട്രിബ്യൂട്ടർ റിന്യൂവബിൾ എനർജി വേണം. 1.5% എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 30,000 ആയിരുന്നു നമ്മളുടെ ടോട്ടൽ 30,000 മില്യൺ യൂണിറ്റ് ആണ് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ 2024 ടോട്ടൽ ഇത്. അതിനകത്ത് 1.5% എന്ന് പറഞ്ഞാൽ കുറവാണോ? എത്ര വരും? എത്ര മില്യൺ യൂണിറ്റ് വരും? അത്രയും ജനറേഷൻ ഇവിടെ ഉണ്ടോ? ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ ഇല്ല. അതാണ് എന്റെ ഒരു വിചാരം. 1.5% എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലക്ഷം, അതായത് 10 ലക്ഷം, 1 മില്യൺ യൂണിറ്റിന്റെ 30,000 മില്യൺ യൂണിറ്റിന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയായി? അതെ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കുറഞ്ഞ അളവൊന്നും അല്ല അത് കേട്ടോ. ഈ 1.5% 2% എന്നൊക്കെ പറയുന്നത് നമ്മുടെ മില്യൺ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എത്ര മില്യൺ യൂണിറ്റ് വരുന്നുണ്ടോ നിങ്ങൾ കണക്കൂട്ടി നോക്കിക്കാത്. അതായത് അതിന്റെ 20,000 മില്യൺ യൂണിറ്റ് കോൾ ബേസ്ഡ് ആണെങ്കിൽ അതിന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാ? 200 മില്യൺ യൂണിറ്റ് ആയില്ലേ? അപ്പൊ 200 മില്യൺ യൂണിറ്റ് ഇവിടെ ഹൈഡ്രോ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഈ 1% കണ്ടൊന്നും നമ്മള് കുറച്ചേ ഉള്ളൂ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഒരു വർഷത്തെ വരുമ്പോഴും നമ്മുടെ ഇവിടെ മൊത്തം പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ 1.5% ഇല്ല. അപ്പൊ ഈ പറഞ്ഞ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവര് കൂടുതൽ വിലക്ക് ഇവിടെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കില്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും ഈ സാധനം. അപ്പൊ ഇവിടെയുള്ള ജനങ്ങളെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ പേഴ്സൻറ്റേജ് കണ്ടിട്ട് നമ്മൾ ഒന്നും ഇല്ലെന്ന് 1.5% എന്ന് പറഞ്ഞാല് നമ്മൾക്ക് 20,000 നമ്മളതിന്റെ 30% വിടുക. 30% വിട്ടു കഴിഞ്ഞാൽ 20,000 മില്യൺ യൂണിറ്റ് എങ്കിലും നമ്മൾക്ക് കോൾ ആൻഡ് ലിഗ്നൈറ്റിന്റെ ഉണ്ട്. അതിന്റെ 1% എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ 200 മില്യൺ യൂണിറ്റ് ആയില്ലേ?
അപ്പൊ അതൊരു നമ്മുടെ ടോട്ടൽ നമ്മുടെ സോളാർ ജനറേഷൻ അത്ര ഇല്ലല്ലോ. സാറേ ഇത് ടോട്ടൽ റിക്വയർമെന്റിന്റെ പെർസെന്റേജ് അല്ലേ? അതെ അതെ അതെ, ടോട്ടൽ റിക്വയർമെന്റ് പെർസെന്റേജ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പെർസെന്റേജ് എടുക്കുമ്പോൾ സോളാർ ജനറേഷൻ നമ്മൾ റിന്യൂവബിൾ എനർജി റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സോളാർ ജനറേഷൻ ഒഴിവാക്കണം, കോളാർ ലിഗ്നൈറ്റ് മാത്രം എടുത്താൽ മതി. അപ്പൊ നമ്മൾ കോളാർ ലിഗ്നൈറ്റ് മാറ്റണം മുഴുവൻ നമ്മൾ കോളാർ ലിഗ്നൈറ്റ് എത്രമാത്രം വാങ്ങിക്കുന്നുണ്ടോ അതിന്റെ 1.5% ആണ്. അതുപോലെ ഞാൻ പറയുന്നത് 20,000 മില്യൺ യൂണിറ്റോളം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ 1/3 2/3 എടുത്താൽ മതി. 1/3 നമ്മൾ സോളാർ വിട്ട് സോളാർ മറ്റേ ഹൈഡ്രോ ഇതുകൂടെ കൂടി വിടുക. അപ്പൊ 2/3 എടുത്തു കഴിഞ്ഞാൽ ആ 2/3ന്റെ 20% 1% എന്ന് പറഞ്ഞാൽ 1.5% 300 മില്യൺ യൂണിറ്റ് ആയില്ലേ? വിപിനെ കഴിഞ്ഞോ? ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു സാറേ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. സാറേ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് സാർ ഉദ്ദേശിച്ചത് ഈ നമ്മുടെ റൂഫ് ടോപ്പ് വിൻഡ് ഒക്കെ വരുമോ? ചെറിയ എല്ലാം വരും. റൂഫ് ടോപ്പ് വിൻഡ് 10 കയറാവ് 10 കാർഡ് കൂടുതലുള്ള താഴെയുള്ള എല്ലാം വരും എന്ന് പറഞ്ഞാല് 10 താഴെയാണ്. അതെ 10 താഴെ. അതിന് പുരപ്പുറ സോളാർ പദ്ധതി പോലെ അതിനെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കണം. അത് ചെയ്യുന്നില്ല ഇവിടെ. ഓക്കെ, ജേക്കബ് മാത്യു സാർ സംസാരിക്കൂ. സാറ് പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഞാനിത് വളരെ ശ്രദ്ധാപൂർവം ഫോളോ ചെയ്യുന്ന ഒരു സബ്ജക്ട് ആയതുകൊണ്ട് സാറിന്റെ വളരെ ഫാസ്റ്റ് ആയിട്ട് പോയെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. ഇപ്പൊ എന്റെ ഒരു ചോദ്യം, നമ്മൾ ഈ സാറ് പറഞ്ഞിരുന്നു ഈ മിനിസ്ട്രി ഓഫ് പവറിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ KSERC നോട്ടിഫിക്കേഷനിൽ ക്യാപ്ചർ ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് സോളാറിന്റെ ഭാഗം പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചിട്ടില്ല. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി വരും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഒരു ഓവറോൾ ആയിട്ട് ഇത് ആരുടെയെങ്കിലും ഉത്തരവാദിത്തമായിട്ട് പറയുമ്പോൾ ഇത് ഒരു പെനാൽറ്റി ഇതിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇത് താരിഫ് ഇൻക്രീസ് ആയിട്ട് നമ്മുടെ തലയിൽ വരും. അപ്പൊ അത് ഇതിനൊരു വ്യക്തിയുടെ ഉത്തരവാദിത്വ തലയിൽ ഇത് കൊടുക്കേണ്ട ആവശ്യകതയല്ലേ? കാരണം KSERCക്ക് അറിയാം, കാരണം ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇതിനെ നോട്ടിഫൈ ചെയ്യണം, അതനുസരിച്ച് ഇത് പ്രൊമോട്ട് ചെയ്യണം. ഇത് പ്രൊമോട്ട് ചെയ്ത് ആ പെർസെൻറ്റേജ് ജനറേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തത്തിൽ അവർ ഫെയിൽ ചെയ്തതിന് ശേഷം ഇതിന്റെ ഇമ്പാക്ട് നമ്മുടെ വരാൻ പോകുന്നത് ഈ പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ ഇറക്കിയ TK ജോസ് സാറും ടീമും റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങിച്ച് വീട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ പർട്ടിക്കുലർ പെനാൽറ്റി നമ്മുടെ മുകളിൽ ഒരു 4 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? കാരണം ഇതിപ്പം ഈ റിന്യൂവബിൾ എനർജി മാത്രമല്ല, സാറിനാളെടുത്ത കേരളത്തിലെ എനർജിയുടെ സ്റ്റാറ്റസും റിന്യൂവബിൾ എനർജി ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ മുമ്പോട്ട് പോകുന്നു, നമ്മൾ പുറകോട്ട് പോകുന്നു. ഈ പറയുന്ന റെഗുലേറ്ററി ആസ്പെക്ട്സ് നമ്മളുടെ കംപ്ലയൻസ് ചെയ്യുന്നില്ല. ഇതിനെല്ലാം ഫണ്ടമെന്റലി ഒരു ഉത്തരവാദിത്തമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ മനസ്സിലാകുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ആ റെഗുലേറ്ററി കമ്മീഷൻ അവിടെ ജോലി ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് എങ്ങനെയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ ഇതിനെ മുന്നോട്ട് ടേക്കപ്പ് ചെയ്യാൻ സാധിക്കും? കാരണം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഒന്നും സംഭവിക്കത്തില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ചൊറിയാനെങ്കിലും പറ്റണമല്ലോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, നമ്മൾക്കിത് റെഗുലേറ്ററി കമ്മീഷന്റെ ഇതിനകത്ത് പ്രസന്റ് ചെയ്യാം. നമ്മുടെ അടുത്ത റെഗുലേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ. നമ്മൾക്ക് ഇവരുടെ ഈ കാര്യങ്ങള് റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗിൽ പ്രസന്റ് ചെയ്യുക, റെഗുലേഷനകത്ത് പ്രസന്റ് ചെയ്യുക. പിന്നെ ആ റെഗുലേഷനകത്ത് നിയമപരമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിലും പോവാം. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ അത് നമ്മൾ ഉത്തരവാദിയല്ല. നമുക്ക് റെഗുലേഷൻ ഹൈക്കോടതിയിൽ നിയമപരമായിട്ട് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ റെഗുലേഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ അതിന് ഹൈക്കോടതിയിൽ നിന്ന് ആക്ഷൻ മേടിക്കാം. പക്ഷെ ഇതിനകത്ത് ആത്യന്തികമായിട്ട് സാറ് പറഞ്ഞാണ് ഇതിന്റെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ, നമ്മള് അക്കൗണ്ടബിൾ അല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെ ഒരു നല്ല സിറ്റിസണിന്റെ ജോലി സിറ്റിസൺസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം മുഖ്യമന്ത്രി ചെയ്യാത്ത മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഉപേക്ഷ കാരണം കേരള തീരെ സഫർ ചെയ്യുന്നുണ്ട്. ആരാ ഇതിനൊക്കെ കോമ്പൻസേഷൻ കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്കിത് പിന്നെ ഈ ഒരു പർട്ടിക്കുലർ എലമെന്റ് ഇവര് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ നോട്ടീസ് ചെയ്തു എന്നുള്ള കാര്യം അതെ അത് നമുക്ക് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ റെഗുലേറ്ററി കമ്മീഷനേക്ക് ലെറ്ററായിട്ട് കൊടുക്കാം. ഇത് വെച്ചിട്ട് അല്ലാതെ തന്നെ കൊടുക്കാന്നാണ് എന്റെ അഭിപ്രായം. നേരത്തെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ ലെറ്ററായിട്ട് ഇതിനനുസരിച്ച് പെനാൽറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ഇതിനകത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല്, ഈ നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മൾ മറ്റേ എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരം നോട്ടിഫിക്കേഷന് ശേഷമാണ് നമ്മൾ അമെന്റ്മെന്റ് വന്നത്. അന്നേരം ഇവർ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തില്ല. അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതെന്തുകൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. പക്ഷെ അവർക്ക് ഒരു എക്സ്ക്യൂസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ അല്ലാതെ എന്നാണ് പറയുന്നത്. ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും എനർജി കൺസർവേഷൻ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും രണ്ടും റെഗുലേറ്ററി കമ്മീഷനും ഇലക്ട്രിസിറ്റി ബോർഡും അറിഞ്ഞിരിക്കേണ്ട കാര്യം.
രണ്ടാമത് ഒരു വിഷയം എനിക്ക് തോന്നിയത്, സാർ ഇപ്പോ ഈ പിന്നെ EST കൺസ്യൂമർ, ഞാനിപ്പോ സാറിന്റെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യാം. 8,000-ഓളം EST കൺസ്യൂമർ ഉണ്ട്. സാറ് പറഞ്ഞ പോലെ ആ 100 കിലോ വാട്ടിന്റെ ഗ്രീൻ എനർജി ഓപ്പൺ ആക്സസ് ശരിക്കും പറഞ്ഞാൽ മിനിമം 100 കിലോ തന്നെ ഒരു 8,000 into 100 കിലോ വാട്ടിന്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ഇത് റെഗുലേറ്ററി കമ്മീഷൻ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് വന്ന് ഇവരെ എൻകറേജ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യില്ലേ വേണ്ടിയത്? അവരൊന്നും ചെയ്യണ്ടല്ലോ. അതെ 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 അത് അവരെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരെ ഫോഴ്സ് ചെയ്യേണ്ടത് ഇതാണ് ഞാനതാ പറഞ്ഞത്. ഓരോ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രശ്നം, ഇലക്ട്രിസിറ്റി ആക്ട് എൻഫോഴ്സ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഈ റെഗുലേറ്ററി കമ്മീഷനോടാണ് പറഞ്ഞിരിക്കുന്നത്. ആ റെഗുലേറ്ററി കമ്മീഷനോടാണ് ഇതിനെ അപ്രോപ്രിയേറ്റ് റെഗുലേഷൻ ഫ്രെയിം ചെയ്യാനും എല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ അത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ചില സ്റ്റേറ്റുകൾ എന്തുകൊണ്ട് മുന്നേ പോയത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന RE ജനറേഷനെ സംബന്ധിച്ച RESനെ സംബന്ധിച്ച നിയമങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അവർ ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ റിസ്ക് എടുത്തിട്ടുണ്ട്. ഒരു ഗവൺമെന്റും അവരുടെ റെഗുലേറ്ററി കമ്മീഷനുകളും ഇതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് റിസ്ക് അനുസരിക്കും. അത് നമുക്ക് എക്സാമ്പിളാണ് തമിഴ്നാടും ഈ പറഞ്ഞ മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടകയിലൊക്കെ എന്തിയേലും നല്ല നല്ല നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പൊ നമ്മളിതൊന്നും കാണാതെ ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു. അടുത്ത ഒരു റെപ്രസെന്റേഷനുള്ള വകുപ്പായി. ഓക്കെ സാർ, കഴിഞ്ഞ സാറേ. താങ്ക് യു. എനിക്ക് തോന്നുന്നതേ സാറേ, ഈ കേരളത്തിൽ ഈ കോമ്പറ്റീഷൻ ഇല്ല. ഓൺലി ഗവൺമെന്റിന്റെ ഒരു ലൈസൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇവര് ഈ റെഗുലേറ്ററി കമ്മീഷൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നാലും പുറത്ത് സ്ട്രിക്റ്റ് ആയാലും ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ പ്രൈവറ്റ് ലൈസൻസ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ എഫക്റ്റീവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഒബേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ അവർ ഒബേ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, ഇതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തില് ഇത് കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഇരിക്കുന്ന പ്ലേസ് ഇരിക്കുന്നയാള് കുറച്ചും കൂടെ വിഷനോടെ ഇരിക്കുന്നയാളാണ് നടക്കുന്നത്. ഇതിപ്പോ KCBയെ സംബന്ധിച്ചുള്ള KCBക്ക് ചെയ്യാനുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഇത് കൺസ്യൂമറിലേക്ക് നേരാമണം പ്രോത്സാഹിപ്പിച്ച് നേരാമണം ഗവൺമെന്റിന്റെ പോളിസികളിലനുസരിച്ചും അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് കൺസ്യൂമറിലേക്കാണ് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ഇത് പ്രത്യേകിച്ച് KCBക്ക് ഇതിനകത്ത് നഷ്ടമോ ലാഭമോ അല്ല. കോ സബ്സിഡിയോ അതുപോലെ തന്നെ അതിനകത്ത് പറയില്ല, നമ്മൾ REC സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ RPO ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് KCBക്ക് ഒന്നും നഷ്ടം, KCBക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടം വരുന്നില്ല. അവർക്ക് അതുകൊണ്ട് അതൊരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മെക്കാനിസം കൊണ്ട് അതിന്റെ ടോട്ടൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ARRനകത്തേക്ക് റിഫ്ലക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇവിടുത്തെ പ്രശ്നം മറ്റു പലതുമാണ്. അതാണ് നമ്മൾക്ക് ഈ പറയുന്ന ടോട്ടലായിട്ടുള്ള ഒരു വിഷൻ ഇല്ല. പ്രോസക്റ്റിനെ സംബന്ധിച്ച് കണ്ടിന്യൂറ്റി ഇല്ല. ഈ താക്കോൽ സ്ഥാനത്ത് ഇരിക്കുന്നവര് പ്രോപ്പറായിട്ട് എങ്ങനെയെങ്കിലും വന്ന് ഏതാനും മാസങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോയി രക്ഷപ്പെടാമെന്ന് അവർക്ക് ഇതൊന്ന് അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാറ്, ഇടയ്ക്ക് സാറ് കോജനറേഷൻ റീന്യൂവബിൾ എനർജി ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല എന്നൊരു പോയിന്റ് സാർ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ കോജനറേഷൻ ഇപ്പൊ ഒരു ഫാക്ടറി സംബന്ധിച്ചാണെങ്കിൽ സാർ എന്തോ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാ എന്താണ് ശരിക്കും ഒരു ഫാക്ടറിയിൽ അവരുടെ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടാക്കുന്ന വൈദ്യുതി? എക്സാമ്പിൾ ഞാൻ ഇവിടെയുള്ള നമ്മൾ കാർബൺ ബ്ലാക്ക് അവിടെ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, കാർബറാണ്ട യൂണിവേഴ്സിലാണ്. അവിടെ അവർക്ക് ഒരു കോജനറേഷൻ ഉണ്ട് കേട്ടോ. കാർബൺ യൂണിവേഴ്സിലാണോ എത്ര മെഗാവാട്ട്, 19-30 മെഗാവാട്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു കോജനറേഷൻ ഉണ്ട്. അവരുടെ വെച്ചാൽ നമ്മൾക്ക് ചില പ്ലാന്റുകളിൽ സ്റ്റീം വേണമെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരും. അപ്പൊ ആ സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊരു ജനറേഷൻ തുടങ്ങാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സ്റ്റീം കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പം ഫ്ലൂ ഗ്യാസസ് കാണും, മറ്റുള്ള ഗ്യാസസ് ഉപയോഗിച്ച് ആ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു സ്റ്റീം ഉണ്ടാക്കി വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള പ്ലാന്റുകളിലാണ് കോജനറേഷൻ പറയുന്നത്. മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവർക്ക് കാർബൺ യൂണിവേഴ്സിറ്റിയിലെ മെയിൻ പ്രൊഡക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഈ പറയുന്ന ബൈ പ്രൊഡക്റ്റ് ആയ ഫ്ലൂ ഗ്യാസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് കൊണ്ടോ അവർക്ക് സ്റ്റീം ജനറേഷൻ കൊണ്ടോ ഇതുണ്ടാക്കാം. പക്ഷെ അത് RE ജനറേഷൻ അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റീം സാധാരണ കോൾ ജനറേഷൻ അതുപോലെ ഒരു ഓയിൽ ബേസ്ഡ് ജനറേഷൻ അല്ലെങ്കിൽ അതാണ് കോൾ ജനറേഷൻ പറയുന്നത്. അപ്പൊ അതിനെ RE ആയിട്ട് കണക്കാക്കിയത് അതാണ് RE എന്ന് പറയുന്നത്. RE ആണെങ്കിൽ ഈ പറഞ്ഞ MNR ഡിക്ലെയർ ചെയ്ത സോഴ്സസ് ഏതെങ്കിലും ആയി. മറ്റേത് കോജനറേഷൻ പ്രോത്സാഹിപ്പിക്കണം, പക്ഷേ അത് RPOയിലേക്ക് കൗണ്ട് ചെയ്യത്തില്ല. താങ്ക് യു സാറേ. അടുത്ത മിസ്റ്റർ സന്തോഷ് സംസാരിക്കും. സാറേ നമസ്കാരം. ഇന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും പോലെ ജോർജ് സാറ് വളരെ
എന്താ പറയാ കലക്കിയിട്ടുണ്ട്, ഓരോ ദിവസവും കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലാസ് ആണ്. പിന്നെ സാറിനോട് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനുള്ളത് സാറേ, നമ്മളെ ഇതിലെ പോലെ RPO പോലെ തന്നെ ബാറ്ററി എനർജി സ്റ്റോറേജിന് ഇപ്പൊ പുതിയതായിട്ട് ഗവൺമെന്റ് RPO ഇറക്കിയിട്ടുണ്ടല്ലോ. അതെ, അത് KCRC ഇറക്കിയിട്ടുണ്ട്. അത് RPO മാൻഡേറ്ററി ആയിട്ടുള്ള മറ്റൊരു പാർട്ടായിട്ട് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡീവിയേഷൻ സെറ്റിൽമെന്റ് മെക്കാനിസം ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയണേ, ഒരു നമുക്ക് ഷെഡ്യൂളിങ്, സോളാറിന്റെ ഷെഡ്യൂളിങ് നമുക്ക് ഡീവിയേഷൻ ഇല്ലാതെ തന്നെ മറ്റുള്ളവരൊക്കെ ഇതുപോലെ തന്നെ, അതായത് നമ്മുടെ കോളോ അല്ലെങ്കിൽ ലാർജ് ഹൈഡ്രോയോ ചെയ്യുന്ന പോലെ വേരിയേഷൻ ഇല്ലാതെ അതിന്റെ വേരിയേഷനെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സിസ്റ്റം ആക്കിക്കൊണ്ടാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു സോളാർ ഉണ്ടെങ്കിൽ ആ സോളാറിന്റെ കൂട്ടത്തില് നമ്മൾ ഈ പറയുന്ന ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൂടെ വെച്ചുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പീക്കിലും ഓഫ് പീക്കിലും ഒരേപോലെ പൈസ കൊടുക്കാം. അപ്പൊ നല്ല റേറ്റിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 3, 4, 5 രൂപയ്ക്ക്. ഇപ്പൊ 2 രൂപയ്ക്ക് സോളാർ പോകുമ്പോൾ നമുക്കറിയാലോ, ഈയിടെയായിട്ട് നമ്മളുടെ സോളാർ എനർജി കോർപ്പറേഷൻ അങ്ങനെ ഒരു ടെൻഡർ നടത്തിയിട്ട് അത് ഒരു 4 രൂപ 5 രൂപയ്ക്കാണ് നടന്നുപോയത്. ഈ പീക്കിനും കൂടെ കൂട്ടി, അതായത് അവര് കോമ്പീറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാല് അതിനകത്ത് എടുത്തിരിക്കുന്ന ആൾക്കാര് ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു ടെൻഡർ ഞാൻ കണ്ടായിരുന്നു. അതായത് കണ്ടപ്പോഴേ അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ അവര് 4 രൂപേന്റെ ആയുള്ളൂ പീക്കിൽ കൂടെ സപ്ലൈ ചെയ്യുന്നത്. 4 മണിക്കൂറും കൂടെ, 6 മണി കഴിഞ്ഞിട്ട് 4 മണിക്കൂർ കൂടെ സപ്ലൈ ചെയ്യും ഇലക്ട്രിസിറ്റി. അപ്പം പീക്ക് സമയം കൂടെ കൂടി സപ്ലൈ ചെയ്യുന്നതിന് അങ്ങനെയാണ് ഇപ്പം മിക്കവാറും എല്ലായിടത്തും എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എഴുതിയിരിക്കുന്നത്. എനർജി സ്റ്റോറേജ് സിസ്റ്റംസിനെ മറ്റേ റിന്യൂവബിൾ എനർജി, വേരിയബിൾ റിന്യൂവബിൾ എനർജിയുടെ ഒരു പാട്ടാക്കിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ രീതി അതാണ്. അപ്പൊ ആ രീതിയിലാണ് അവര് ഈ പറഞ്ഞ എല്ലാം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ സാറേ. പിന്നെ ഒരു കാര്യം, നമ്മളെ ഭരണഘടനയിൽ തന്നെ 38 പറയുന്നത് റൂറൽ ഇലക്ട്രിഫിക്കേഷന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിനാണല്ലോ പറയുന്നത്. അല്ലല്ല, അത് മാറിയല്ലോ. അത് മാറിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയല്ലോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെന്റും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് നോട്ടിഫിക്കേഷൻ അല്ലാതെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഭരണഘടനയിൽ പറഞ്ഞത് ഭേദഗതി ചെയ്യണ്ടേ? ഭരണഘടനയിൽ കൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പഞ്ചായത്തിനാണോ? പഞ്ചായത്തിനാണ്. 38 പ്രകാരം പഞ്ചായത്തിനാണല്ലോ. എനിക്കറിയില്ല ഏതൊക്കെയായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടെ കൂടെയാണ്. അതാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ പോളിസി ഉണ്ടല്ലോ നമുക്ക്. അല്ലല്ല, അത് പോളിസി ഇറക്കുന്നുണ്ട് സാർ. അതല്ല എന്റെ ചോദ്യം അതല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ നല്ല ചർച്ചകൾ നടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പവർ സ്കേഴ്സിറ്റി ആണല്ലോ. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതും ഇപ്പം ഒരു എതിർപ്പില്ലാതെ ചെയ്യാൻ പറ്റുന്നത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ പഞ്ചായത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. 38 പറഞ്ഞിട്ടുണ്ട്. 38 റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ആണ് സാർ. പഞ്ചായത്ത് റിസോഴ്സ് ഇല്ലല്ലോ. പഞ്ചായത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നത് ശരി തന്നെയായിരിക്കും. പക്ഷെ അതിന് റിസോഴ്സ് ഇല്ല. പഞ്ചായത്തിന്റെ റിസോഴ്സ് അല്ല. എന്റെ ചോദ്യം അതല്ല സാറേ. നമ്മളിപ്പം കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വികസിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം വൈദ്യുതിയാണ്. വൈദ്യുതി നമ്മളിപ്പം സാറ് പറഞ്ഞ പോലെ 70% പുറമേ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പൊ സോളാറിലാണ്. ഇപ്പം തന്നെ നമുക്ക് എനിക്കൊന്ന് ഏവറേജ് ഒരു സെക്ഷനിൽ ഒരു 3 മെഗാവാട്ട് 4 മെഗാവാട്ടോളം സോളാർ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്യിച്ച ഞാനിപ്പോ KSEB ആണെങ്കിലും ചില സെക്ഷനിൽ ഞാൻ നോക്കിയപ്പോ 4 മെഗാവാട്ടെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ PM സോളാർ റിക്വയർമെന്റ് വന്ന ഓൾറെഡി ഒരു സെക്ഷനിൽ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ സാറ് ഒരു 1000 മെഗാവാട്ടോളം ഒരു സോളാർ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവരെ വരും. എങ്ങനെയാലും ബോർഡ് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ കൺസ്യൂമർ ഇൻവെസ്റ്റോട് കൂടി തന്നെ ഈ സംഭവം വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി അത് തന്നെയാണല്ലോ. അപ്പോ അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ? ഇലക്ട്രിസിറ്റി ബോർഡ് എപ്പോ നിലനിൽക്കേണ്ട ആവശ്യതയുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിനെ നമുക്ക് തളർത്താനും പറ്റൂല. ഈ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോ ഇതിൽ പറയുന്ന സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളില് സബ്സിഡി ക്രോസ് സബ്സിഡി നമ്മൾ ഇതിൽ തന്നെ ആക്ട് തന്നെ പറയുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്ന്. പക്ഷെ ആരും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അപ്പോ അതെല്ലാം നമ്മൾ സാധാരണക്കാരനിൽ എത്തുന്നത്. അല്ല, ഇതിനകത്ത് ജനറേഷൻ എങ്ങനെയാണ് ഇതിനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അബ്സർവ് ചെയ്യുന്നതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ സാങ്കേതികമായിട്ട് തന്നെ ഇഷ്ടംപോലെ സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു സെക്ഷനിലെ 1 മെഗാവാട്ട് 2 മെഗാവാട്ട് ഒക്കെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ ആ സെക്ഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അതിനു വേണ്ടിയിട്ട്
ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ കോറിഡോറും ഇത് ഫേസ് 3-ക്കകത്ത് നമുക്ക് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റും ട്രാൻസ്മിഷൻ സിസ്റ്റം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്താലേ ഉള്ളൂ നമുക്ക് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആദ്യം ബേസിക് ആയിട്ട് വേണ്ട കാര്യം ഡേറ്റയാണ്. ഡേറ്റ ഇപ്പൊ നിങ്ങൾക്ക് ഡേറ്റ എടുക്കാനായിട്ട് അല്ല, അവിടെ തന്നെയാണ് വരുന്നത് സാറേ. അതാണ് നമ്മൾ അപ്പൊ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷന്റെ മെത്തേഡ് ഇപ്പം ബോർഡ് ചെയ്യുന്ന മെത്തേഡ് ശരിയല്ല എന്നുള്ളത് പൊതുജനങ്ങൾ അറിയില്ല. പൊതുജനങ്ങൾക്ക് പൊതുവേ ഇല്ല ബോധം. എന്താ പൊതുജനങ്ങൾക്ക് ബോധം എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ തെറ്റായ ധാരണയിലാണ് പോകുന്നത്. കാരണം ടോട്ടക്സ് മോഡലിനെക്കാട്ടും ബെനിഫിറ്റ് ക്യാപെക്സ് മോഡലാണെന്നുള്ള തോന്നലിലാണ് ആളുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് പൊതു സമൂഹത്തിന്റെ മുകളിലുള്ളത്. അപ്പോ അതിനെ മാറ്റിയെടുക്കാൻ ഈ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതിനെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ അതിലെ നമ്മൾ സ്മാർട്ട് മീറ്ററിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തില്ലേ? അതൊക്കെ ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് വേണമെങ്കിൽ നമ്മുടെ നിയമസഭയിൽ തന്നെ കാര്യങ്ങൾ ചോദിക്കത്തക്കവണ്ണമൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി. പക്ഷേ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇവരെല്ലാം രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവരൊന്നും വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തില്ല. അതാണ് സംഭവം. എന്ത് ചെയ്യാനാ? നമുക്ക് ഇടയ്ക്ക് ആലോചിച്ച് ഒരു പ്രസ് മീറ്റ് നടത്താമെന്ന്. പക്ഷെ ഈ പത്രക്കാർക്കൊന്നും ഈ ന്യൂസ് ഒന്നും അവർക്ക് ആവശ്യമില്ല. എന്താ ചെയ്യുക? ഇതിനകത്ത് എന്ത് പരിഹാരം? ശരിക്കും നമ്മളെപ്പോലുള്ളവര് ഇപ്പോ സന്തോഷം പറഞ്ഞ പോലെ നമ്മളെപ്പോലുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇതിനകത്തെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ 2025 നമ്മൾ ഇതുവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. നമ്മൾ 3 ലക്ഷം യൂണിറ്റിന്റെ 3 ലക്ഷം സ്മാർട്ട് മീറ്റർ വെക്കാനുള്ള വർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അത് പോട്ടെ, നമ്മുടെ അതിന് മുമ്പ് എന്റെ ഇപ്പോഴത്തെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണെങ്കിൽ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് കൊച്ചി തുടങ്ങിയതിന്റെ അവിടെ സ്മാർട്ട് മീറ്റർ ഇതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോലും പറ്റി. ഇതുവരെ എത്ര കൊല്ലായി? 5-10 കൊല്ലായില്ലേ? ഇപ്പൊ 5-8 കൊല്ലായില്ലേ? അപ്പൊ നമ്മളിത് നമ്മളിത് ക്യാപെക്സ് വെച്ചിട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ അന്നത്തെ ആ ഒരു 12,000 മീറ്ററെങ്കിലും ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുപോലും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യാനാ പറ്റുന്നത്? നമുക്കിപ്പോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന പാടാ, വേറെ ഒന്നും ഇല്ല. അല്ല സാറേ, അതാണ് നമുക്ക് ഈ ഒരു ബോധാന്ന് മാറ്റിയെടുക്കേണ്ടത് ഗവൺമെന്റ് ഏത് തലത്തിലായാലും. കാരണം അതിപ്പോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വേറെ നമുക്ക് ഒന്നിക്കലും സമൂഹത്തിന് പ്രയോജനം വരണം, അല്ലെ ബോർഡിന് പ്രയോജനം വരണം. ആ രീതിയിലല്ലാതാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് എന്റെ അഭിപ്രായം. അതിന് വിരുദ്ധ അഭിപ്രായ ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേങ്കില് ഈ കാര്യങ്ങള് നമുക്ക് ടോട്ടക്സ് മോഡൽ ആണെങ്കിൽ നമുക്കിപ്പോ 1 ലക്ഷക്കണക്കിന് മീറ്ററെങ്കിലും കേരളത്തിന്റെ പ്രത്യേകത അനുസരിച്ച് കൂടിയിട്ടുണ്ടായിരിക്കും. കാരണം 1980 കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് നമ്മള്, വീടുകളിലല്ല ഗ്രാമങ്ങളിൽ. പക്ഷേ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ ഈവൻ ഈ ഉത്തർപ്രദേശിൽ ലക്ഷക്കണക്ക് കഴിഞ്ഞപ്പോ കേരളത്തിലൊന്നും നടക്കുന്നുമില്ല. കേരളത്തിൽ ഇപ്പോ സാറ് പറഞ്ഞ കണക്ക് ഞാനിപ്പോ ഇന്നലെ മനസ്സിലാക്കിയത് ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന് മാത്രം കൊടുക്കാനുള്ള തീരുമാനമായിട്ടുള്ളൂ. ഇപ്പൊ ഫീഡർ മീറ്റർ ഇല്ല, അങ്ങനെയാണോ? ഓ, ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന്. ഓക്കെ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? അതാണ് ആദ്യത്തെ പരിഗണന. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജോസാറിനോട് ചോദിക്കുന്നുള്ളത് അതിനെ കൊണ്ട് ഇപ്പൊ ഇന്നത്തെ നമ്മളെ ചർച്ചയില് ടെക്നിക്കലി ആൻഡ് എന്താ പറയാ ഫിനാൻഷ്യലി ഇതിനെ കൊണ്ടൊന്നും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇത് ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന് ഇട്ടതുകൊണ്ട് മാത്രം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ ആണെങ്കിൽ പ്രയോജനം കൊണ്ടാ തന്നെ കണ്ടുപോകും. ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ ആകുമ്പോൾ പൈസ കൊടുത്തില്ല ആൾക്കാർ തന്നെ വീട്ടിൽ കിടന്നോളും. പിന്നെ അത് ഓൺ ചെയ്യണമെങ്കിൽ മോളിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻട്രലൈസ് ചെയ്ത് ഓഫ് ചെയ്യുക ഓൺ ചെയ്യുകയും ചെയ്യാം. അതേ ഉള്ളൂ. ഇന്നത്തെ പ്രയോജനം എന്തായാലും ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഈ നിയമപരമായിട്ട് തന്നെ 2026 മാർച്ചോടെ, ശരിക്കും 2025 മാർച്ചോടെ നിയമപരമായിട്ട് റിക്വയർമെന്റ് ആയി. ശരിക്കും പറഞ്ഞാല് ഈ റിന്യൂവബിൾ എനർജീനെ ഞാൻ നേരത്തെ ഹാർനസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗ്രിഡിന് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കിപ്പോകും. ഈ സെറ്റപ്പ് ഉണ്ടാക്കണമെങ്കിൽ സ്മാർട്ട് മീറ്റർ വേണം. അത് എവിടെയൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടത് നമ്മൾ അറിയണം. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 മെഗാവാട്ടിന്റെയും 2 മെഗാവാട്ടൊക്കെ ഒരു സെക്ഷനിലുണ്ടെങ്കിൽ അതൊക്കെ മുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊരു 20% കൊണ്ട് കട്ടായി പോവാണ്. ജനറേഷന്റെ ശരിക്കും നമ്മളിത് പറയുന്നല്ലോ, ജനറേഷൻ ഉണ്ടാക്കുന്ന ഇതില് ഇന്റഗ്രേഷൻ നടക്കത്തില്ല. ഗ്രിഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരു 80-100% ഒരു ഹൈ വോൾട്ടേജും മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ലോ വോൾട്ടേജും അൺബാലൻസിങ്ങും കൊണ്ട് ശരിക്കും 20-30% വരെ കട്ടായി പോകും നിങ്ങൾക്ക് അത് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തില്ലെങ്കിൽ.
അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് അത്രയും നഷ്ടമാണ് ഈ പറയുന്ന കൺസ്യൂമർക്ക് ആർക്കും ഇല്ലാതെ വേസ്റ്റ് ആയി പോകും. കൺസ്യൂമർക്കും നഷ്ടം, എല്ലാവർക്കും നഷ്ടം, കൺസ്യൂമർക്ക് മാത്രമാണ് നഷ്ടം. ഈ സ്മാർട്ട് മീറ്ററിന്റെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, KSEBയുടെ എല്ലാ HV ഫീഡറും എല്ലാ സബ്സ്റ്റേഷനും എല്ലാ ഫീഡറും ഓൾറെഡി സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റഡ് ആണോ? അല്ല, ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇത് കൺസ്യൂമർ എൻഡില് വെക്കുന്നതിനെക്കാട്ടിയും നമ്മുടെ ഡാറ്റ കളക്ഷൻ ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ആദ്യം വേണ്ടത് എല്ലാ KSEBയുടെയും ഹൈ എൻഡ് പിന്നെ ഹൈ വാല്യൂ കസ്റ്റമേഴ്സ് അവരുടെ അങ്ങനെ സ്റ്റേ ഇപ്പൊ ഇത് ഈ കാപെക്സ് ടോട്ടക്സ് എന്നൊക്കെ പറയുന്നത് പറയുമ്പോഴേ ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് സ്മാർട്ട് മീറ്റർ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ സ്റ്റേറ്റും സ്കാഡ വഴിയും ST എല്ലാം റിമോട്ട് മീറ്ററിങ്ങും റിമോട്ട് ഡിസ്കണക്ഷനും ഇല്ലാത്ത സ്റ്റേറ്റ് ഇല്ല കേരളം അല്ലാതെ ST പിന്നെ ഞാനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർണാടകയൊക്കെ അവിടെ ട്രാൻസ്ഫോമർ ലെവൽ വരെയുള്ള ഡേറ്റ ഈവൻ സാറ്റലൈറ്റ് ഇതുവരെ വെച്ചുകൊണ്ട് തന്നെ അവരെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്കൊക്കെ പല സ്റ്റേറ്റുകൾ, ഇപ്പൊ ഡൽഹിക്കൊക്കെ സ്മാർട്ട് മീറ്റർ വെച്ചിട്ടല്ല ഡൽഹിയിലെ പല പ്രൈവറ്റ് കമ്പനികൾക്കും ഇപ്പോഴും ഡേറ്റ കിട്ടുന്നത്. അവർക്ക് സ്കാഡ ഉണ്ട്. സ്മാർട്ട് മീറ്റർ വെച്ചില്ലെങ്കിൽ പോലും അവർക്ക് സ്കാഡ വഴിയും ഇതും പല ലെവലുകളിൽ കിട്ടുന്നുണ്ട്. ഇത് സ്മാർട്ട് മീറ്റർ വെച്ചപ്പോൾ തന്നെ 2022 മാർച്ച് കൊണ്ട് ഏതാണ്ട് തീർക്കേണ്ടതാണ് സ്മാർട്ട് മീറ്റർ. ഇത് നമ്മുടെ ഫീഡർ മീറ്ററും ട്രാൻസ്ഫോമർ മീറ്ററും അതൊന്നും ഇതുവരെ ചെയ്തില്ല. നമ്മള് RIP DRPയും നമ്മുടെ സിറ്റി സ്കീമിനകത്ത് തന്നെയുള്ള സ്കീമുകളൊക്കെ ഇതൊക്കെ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് കുറെ ട്രാൻസ്ഫോമർ കൊണ്ട് മീറ്റർ വെച്ചിട്ട് അത് നോക്കുകുത്തിയായിട്ട് അവിടെ ഇരിക്കുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ചുരുക്കി പറഞ്ഞ സാർ, ഈ KSEB സ്വന്തം വീട്ടില് സ്കാഡിയും ഇല്ല, സ്മാർട്ട് മീറ്ററും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് താഴേക്കടയിലുള്ള കൺസ്യൂമറുടെ അവിടെ കാപെക്സ് ടോട്ടക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും മനസ്സിലാവാതെ കുറെ ടെർമിനോളജി ഉപയോഗിച്ച് എല്ലാരെയും പറ്റിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ബിപിൻ പറഞ്ഞതിന് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യണം. അവിടെ സോളാറും ഇല്ല, KSEBക്കാരന്റെ വീട്ടിൽ സോളാറും ഇല്ല. അതാണ് ഇവിടുത്തെ സ്ഥിതി. ഇതെന്തുകൊണ്ട് KSEBയുടെ ഇപ്പം എല്ലാ സ്റ്റേറ്റിലും പിന്നെ സബ്സ്റ്റേഷൻ എനർജി മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള മിനിമത്തിന് ഡാറ്റ വേണം, അതിന്റെ പീക്ക് അവർക്ക് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ സിസ്റ്റം ഇപ്പം ഒരു പേപ്പറിൽ അവർലി പണ്ട് 10-20 കൊല്ലം മുന്നേ നമ്മളൊക്കെ സബ്സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുമ്പോൾ ഓരോ അവറിലും ഡാറ്റ എഴുതുന്ന മാതിരി അതേ പ്രൊസീജിയർ തന്നെയാണ് ഇന്ന് KSEBയിൽ. അതേ പ്രൊസീജിയർ തന്നെ. ഞാൻ ആയിരുന്നു 35 കൊല്ലം 40 കൊല്ലം മുമ്പ് 1990 ഞാൻ ആയിട്ട് കയറിയപ്പോൾ അതേ പ്രൊസീജിയർ തന്നെ ഇപ്പോഴും. ഇവിടെ വേറെ ഓട്ടോമേഷൻ ഒന്നുമില്ല. ആ മീറ്റർ ചിലപ്പോ ഇപ്പോഴത്തെ ആ മീറ്റർ തന്നെയായിരിക്കും ഇപ്പോഴും ഇരിക്കുന്നത്. ഇന്നുള്ള എല്ലാ മീറ്ററിലും എനർജി 2 മാസത്തെ അല്ലെങ്കിൽ 1 കൊല്ലത്തെ പോലും പിന്നെ ലോഡ് പ്രൊഫൈലിംഗ് ചെയ്യാൻ പറ്റാവുന്ന എവറി 10 മിനിറ്റ്സ് അല്ലെങ്കിൽ എവറി 15 മിനിറ്റ്സ് ലോഡ് പ്രൊഫൈൽ ചെയ്യാൻ പറ്റാവുന്ന മിനിമം എനർജി മീറ്റേഴ്സ് ആണ് നമ്മളെല്ലാം അടിക്കും വെക്കുന്നത്. ഞാൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ എനർജി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെ 1 കൊല്ലത്തെ ഡാറ്റ അതിന്റെ മീറ്ററിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ പിന്നെ കമ്പ്യൂട്ടർ പോയി കഴിഞ്ഞാൽ മീറ്ററിൽ തന്നെ 1 വർഷത്തെ ഡാറ്റ ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നേരത്തെയൊക്കെ മാനുവലി ഡൗൺലോഡ് ചെയ്യണം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എനർജി മാനേജ്മെന്റ് സിസ്റ്റത്തിലെ എല്ലാത്തിനും വരും. ഇത് KSEBയിൽ ഉണ്ടെന്നായിരുന്നു എന്റെ ധാരണ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് KSEBക്ക് ഇല്ല. നമ്മൾ കൺസ്യൂമർ KSEBയുടെ എനർജി എന്ന് പറഞ്ഞാൽ അവർക്ക് 220 kV ലെവൽ വരെയുള്ളതെല്ലാം കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് നേരിട്ട് എടുക്കുന്ന സ്കാഡ ഡാറ്റ അവരുടെ മീറ്ററിംഗ് ഡാറ്റയും ഞാൻ പറഞ്ഞ SLDCയില് അവർക്ക് ഈ കേരളത്തിന്റെ ടോട്ടൽ സിസ്റ്റം ഇമ്പോർട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അല്ലാതെ വേറെ ഒന്നും കിട്ടുന്നില്ല. അതൊക്കെയുള്ള ഫീഡർ ബേസ് ഡേറ്റകളോ 20 രീതികളോ താഴെ ഡിസ്ട്രിബ്യൂഷൻ ലെവലുകളിൽ ഇല്ല, ഒന്നുമില്ല. അത്രയുള്ളതാണ് നടക്കുന്നതാണ്. ഇൻഡർസ്റ്റേറ്റ് ഇതിലെ ഈ പിന്നെ ഇത് ഹൈ വോൾട്ടേജ് ലെവലില് സബ്സ്റ്റേഷനില് ഡിഫറെന്റ് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനിലുള്ള സബ്സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ടൈം സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഇത് ടൈം സിങ്ക്രണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ടോട്ടലൈസേഷനിൽ എറർ വരും. അപ്പം അത് നേരത്തെ നമ്മളൊക്കെ സബ്സ്റ്റേഷനിലൊക്കെ അങ്ങനെയായിരുന്നു. ഇതിൽ ടൈം ഇതില്ല. ഇപ്പം അങ്ങനെയല്ല. ഒരു സിംഗിൾ ടൈം ബേസിലാണ് എല്ലാ പിന്നെ എനർജി മീറ്റേഴ്സും വർക്ക് ചെയ്യേണ്ടത്. GPS ത്രൂ സിങ്ക്രണൈസ് ചെയ്യും. എല്ലാ ടൈം സിങ്ക്രണൈസ് ചെയ്ത് ടോട്ടൽ എനർജി ഒരേ ഇത് വരും. അപ്പൊ ഇറർ കഴിയുന്നതും ഇതാക്കും. അപ്പം ഇതൊക്കെ KSEBയുടെ ഹൗസ് ആദ്യം അവർ ശരിയാക്കിയിട്ട് അതിനുശേഷം ചെയ്യേണ്ടതാണ്. മേജർ സിഗ്നലൈസേഷൻ മേജർ സ്റ്റേഷനിലൊക്കെ ഇതൊക്കെ ഉണ്ട്. മേജർ സ്റ്റേഷൻ 220 kV എല്ലാ സ്റ്റേഷനിലും ഉണ്ട്.
പിന്നെ ജനറേറ്റിംഗ് മേജർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, സിഗ്നലൈസേഷൻ ഒക്കെ ഉണ്ടെന്നാണ് വെപ്പ്. പ്രായോഗികമായിട്ട് പക്ഷെ ചിലപ്പോൾ കാണത്തില്ല. ഉണ്ടായിരിക്കണം എന്നാണ് വെപ്പ്. അല്ല ഇന്നത് വലിയ ടെക്നോളജി അല്ല. ഇന്നിപ്പം ടൈം വലിയ ടെക്നോളജി ഒന്നും അല്ല. ശരിയാണ്, വളരെ ശരിയാണ്. ഇതൊന്നും വലിയ ടെക്നോളജി ഒന്നും അല്ല. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ്. പക്ഷെ നമ്മളിപ്പോഴും ഞാൻ പറയാ പല കാര്യങ്ങളിലും ടെക്നോളജിയുടെ കാര്യങ്ങളിൽ KSEB ഇപ്പോഴും ഒരു 30 കൊല്ലം 40 പുറകിലാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ 19th സെഞ്ചുറിയാണ് മെക്കാനൈസേഷൻ്റെ കാര്യം. 19th സെഞ്ചുറി 18th സെഞ്ചുറിയാണ്. ശരിക്കും സാറേ ഈ ജനങ്ങള് വിജിലന്റ് അല്ലെങ്കിൽ ഈ KSEB ഇല്ലാതാവും. അതാണ് ഈ പോകുന്ന പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. സന്തോഷിനെ പോലുള്ളവരൊക്കെ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങണം. നമ്മൾ മാത്രം ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. KSEB നിലനിന്ന് പോകണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ തന്നെ വൈക്കത്ത് നടന്ന സംഭവം, ആ സംഭവം തുടങ്ങി വെച്ചത് എനിക്ക് തോന്നുന്നത് മിക്കവാറും യൂണിയനിലെ നല്ല ഹോൾഡുള്ള ആരോ ആണ് ആ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് ഇത് നശിപ്പിക്കാൻ വേണ്ടി തെറ്റ് ചെയ്തത്. ആ യൂണിയൻകാർ തന്നെയാണ് ഈ KSEB നശിപ്പിക്കുന്നത് ശരിക്കും. എനിവേ സാറേ, ഈ KSEBയുടെ സബ്സ്റ്റേഷനില് പിന്നെ RE പ്ലാന്റുകൾ ഇടയ്ക്കൊന്ന് പ്ലാൻ ചെയ്തില്ലായിരുന്നോ? ഉണ്ടോ ഇപ്പോ? അല്ല ഉണ്ടല്ലോ. അത് രസം ഇതിനെല്ലാം എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷന്റെ മുകളിലും സബ്സ്റ്റേഷൻ ബിൽഡിങ്ങിന്റെ മുകളിലും RE വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ശരാശരി യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും. 2 യൂണിറ്റിലോ 2.5 യൂണിറ്റോ ഉണ്ട്. പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ല, ക്ലീനിങ് ഒന്നും ഇല്ല. അത് ഞാൻ ജനറേഷനിൽ ഇരുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പോകാൻ നോക്കുക, പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാത്തിനും ശരാശരി 2 യൂണിറ്റ് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. പലതും അത് പ്ലാന്റ് തന്നെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്ലാന്റ് തന്നെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. സാറേ, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയേ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചോദിക്കുകയാണ്. ഈ RE സർട്ടിഫിക്കേഷൻ, അതായത് ചില സംസ്ഥാന REC, അതായത് ചില സ്ഥലങ്ങളിൽ കോള് മാത്രമേ ഉള്ളൂ. അപ്പൊ സാർ അവിടെ RECക്ക് ഇക്വലന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ സാറേ? അതായത് REC എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, എല്ലായിടത്തും ഇഷ്ടം പോലെ റിന്യൂവബിൾ ഇല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹൈഡ്രോയും കോൾ ഹൈഡ്രോയും കുറച്ചൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്കറിയാം. അതേസമയം നമ്മളൊക്കെ ആ ഒരു ഗ്രാഫ് നോക്കിയാൽ, ഞാൻ നേരത്തെ കണ്ട ഗ്രാഫ് നോക്കിയറിയാം, പ്രത്യേകിച്ച് ഈസ്റ്റേൺ ഏരിയയിൽ, അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ ഏരിയയിൽ റിന്യൂവബിൾ സോഴ്സസ് തീരെ കുറവാണ്. അപ്പൊ അവിടെ ഉള്ളവർക്കും അവിടെ കോൾ റിസോഴ്സസ് ഉള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് കാരണം ചില സമയത്ത് ആൾക്കാർ സ്വന്തം വീട്ടില് സ്വന്തം സ്റ്റേറ്റില് അവിടെ മാക്സിമം ഡിമാൻഡിന്റെ, ഫോർ എക്സാമ്പിൾ ഒറീസ അല്ലെങ്കിൽ ജാർഖണ്ഡ് അതുപോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ അവർക്ക് മാക്സിമം ഡിമാൻഡിനേക്കാൾ ഒത്തിരി ജനറേഷൻ അവർക്ക് കോൾ ബേസ്ഡ് തന്നെ ഉണ്ട്. അപ്പൊ അവരോട് പിന്നെയും പോയിട്ട് സോളാർ വാങ്ങിക്കാൻ പറയുന്നതിന് പകരം അവർക്ക് അവരുടെ തന്നെ ഉപയോഗിച്ചിട്ട് അവർക്ക് സോളാറിന്റെ RPO റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ DP സോളാർ വാങ്ങിക്കുന്നതിന് പകരം ഈ മറ്റേത് കൂടുതലായിട്ട് ഉപയോഗിച്ച സ്റ്റേറ്റുകളുണ്ടല്ലോ. ഇപ്പൊ തമിഴ്നാടിന് 8000 മെഗാവാട്ടിന്റെ വിൻഡുണ്ടായിരുന്ന സമയത്ത് അവർ വിൻഡ് മൊത്തം ഓടിച്ച് അവർ തന്നെ ഉപയോഗിക്കാറ്. അപ്പൊ അവർക്ക് അവരുടെ ഒബ്ലിഗേഷൻ കഴിഞ്ഞ് മിച്ചമുള്ളത് REC ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ആ REC എന്ന് പറഞ്ഞാൽ 1 മെഗാവാട്ട് അവറിൽ ഒരു സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് ഇവർക്ക് അത്രയും യൂണിറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇവരെടുത്താൽ മതി. ഇത് REC ഒബ്ലിഗേഷൻ ആണ്. അല്ലല്ല, അത് ക്ലിയർ ആയില്ല സാറേ. അവർക്ക് കോള് വെച്ചുള്ള പ്രൊഡക്ഷനേ ഉള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഒറീസയ്ക്കായിട്ട് 5000 മില്യൺ യൂണിറ്റ് 3000 മില്യൺ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 10000 മില്യൺ യൂണിറ്റ് ആണ് ഒരു വർഷം വേണ്ടത്. അവർക്ക് കോൾ പ്ലാന്റ് മാത്രമേ ഉള്ളതെന്ന് വിചാരിക്കും. ഇപ്പൊ കോൾ പ്ലാന്റിന്റെ ഒരുമാതിരി ഒരു 10% അവർക്ക് റിന്യൂവബിൾ എനർജി വേണം RPO വെച്ചിട്ട്. ഇപ്പൊ 10% റിന്യൂവബിൾ ആണെങ്കിൽ അദ്ദേഹം 30,000ന്റെ 10% 3000 മില്യൺ യൂണിറ്റ് അവർക്ക് RPO വേണം. അപ്പൊ 3000 മില്യൺ യൂണിറ്റിനകത്ത് 15% അതിനകത്ത് ഒരു 1500 മില്യൺ 1500 മില്യൺ യൂണിറ്റ് സോളാറും 1500 മില്യൺ യൂണിറ്റ് നോൺ സോളാറാന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് പകരമായിട്ട് REC ഉണ്ട്. അപ്പൊ ഇവർ ഈ ഇത്രയും സോളാർ ഇവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉപയോഗിച്ചതിന് പകരം വീണ്ടും സോളാർ അവർക്ക് മേടിച്ച് ഉപയോഗിക്കാനുള്ള സ്ഥലമില്ല, ആവശ്യകതയില്ല. അതിന് പകരം ഈ പറഞ്ഞ അത്രയും യൂണിറ്റിന്റെ 1500 മില്യൺ യൂണിറ്റിന്റെ സോളാർ RECയും 1500 മില്യൺ യൂണിറ്റിന്റെ വിൻഡ് അതർ RECയും മേടിച്ചാൽ ഇവർക്ക് RPO ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് പ്രയോജനം ആർക്കാ കിട്ടുന്നത്? മറ്റുള്ള സ്റ്റേറ്റിന്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്. അത് സാറേ, അതിലെ ട്രാൻസാക്ഷൻ ആണ് ശരിക്കും മനസ്സിലാകാത്തത്. ട്രാൻസാക്ഷൻ മനസ്സിലാകാൻ ഞാൻ പറയാം. എങ്ങനെയാണ് കിട്ടുന്നത്? അത് ഇച്ചിരി ഡപ്താണ്. കൂടുതൽ അത് ഞാൻ പറയാം.
ഇപ്പൊ ഞാന് ഇവിടുത്തെ SLDC, ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കുത്തുങ്കൽ പറഞ്ഞു. കുത്തുങ്കൽ ഞാൻ ഇരുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് REC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കുത്തുങ്കലുകാർക്കാണ്. ഇപ്പൊ കുത്തുങ്കൽ ഞാൻ അവിടെ ഇരുന്ന സമയത്താണ്. ഇതിന് RECക്ക് ഒരു നോഡൽ ഏജൻസി ഉണ്ട്, അതാണ് NLDC ആണ്. അപ്പം അവിടുത്തെ SLDC അവിടെ ഒരു മീറ്ററിൽ പോയി വെരിഫൈ ചെയ്തിട്ട് അത്രയും സാധനം ഇവർ ഗ്രിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ കൊടുക്കണം. അപ്പൊ ആ NLDC അവര് ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് കൊടുത്തു എന്ന് അവർ ഇത്രയും ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ കുത്തുങ്കൽ ജനറേഷൻ അവര് സ്മോൾ ഹൈഡ്രോ ആണ്, അവരന്ന് ശരിക്കും പറഞ്ഞാൽ സ്മോൾ ഹൈഡ്രോ ആണ്, അവർ RE ആണ്. അപ്പൊ അതിന് അവർ എത്ര ജനറേഷൻ അവർ ഗ്രിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്തോ അത്രയും ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്ത പറഞ്ഞാൽ അന്നത്തെ ഗ്രിഡിലെ അതായത് നമ്മുടെ SLDCയിലെ ചീഫ് എഞ്ചിനീയർ സർട്ടിഫിക്കേഷൻ കൊടുക്കും. ആ സർട്ടിഫിക്കറ്റുമായിട്ട് അവർ NLDCയിൽ അപ്ലൈ ചെയ്യും. അപ്പൊ NLDC അത് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള REC ഇഷ്യൂ ചെയ്യും. REC NLDC ആണ് ഇഷ്യൂ ചെയ്യുന്നത്, നോഡൽ ഏജൻസി. അപ്പൊ NLDC REC ഇഷ്യൂ ചെയ്യുന്ന ഈ REC അവർക്ക് അതേപടി നമ്മുടെ IX പവർ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി സെല്ല് ചെയ്യാം. ഇപ്പം സെൽബിഡ് അതാണ് നേരത്തെ കാണിച്ചത്, ഞാൻ സെൽബിഡും ബൈബിഡും കാണിച്ചു. അപ്പൊ സെൽബിഡിലേക്ക് ഇട്ട് അന്നൊക്കെ REC കിട്ടാൻ വലിയ പാടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പൊ ഒരു RECക്ക് 5 രൂപ വരെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പം കുറഞ്ഞാണ് 30 പൈസയിലേക്ക് എത്തി. അപ്പൊ അന്നുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ REC അവിടെ കൊണ്ട് വെക്കുക, ആവശ്യക്കാർ മേടിക്കുക. ഒരു RECക്ക് 1 രൂപ. ഇപ്പൊ കഴിഞ്ഞ 2 വർഷം മുമ്പ് 1 വർഷം മുമ്പ് വരെ അതിനകത്ത് 1 രൂപ ഉണ്ടായിരുന്നു, ഒരു 1.5 രൂപയോളം ഉണ്ടായിരുന്നു. 1 രൂപ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് 1 രൂപ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷം വരെ 1 രൂപ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 35 പൈസ 40 പൈസയായി. അത് പറയാൻ കാരണം വെച്ചാൽ ആ REC അങ്ങനെ വെച്ചിട്ട് ഈ പറയുന്ന എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി വിൽക്കുക. അപ്പൊ ആവശ്യക്കാർ വന്ന് എടുത്തോളും, അപ്പൊ അവർക്ക് പൈസ കിട്ടും. അതാണ് അത്. ഇതിന്റെ വാലിഡിറ്റി RECയുടെ വാലിഡിറ്റി ഏകദേശം ഇത്ര വർഷമുണ്ട്. ഇപ്പൊ വാലിഡിറ്റി തീരെയാണെന്ന് തോന്നുന്നു. മുമ്പൊക്കെ അതിനൊരു വാലിഡിറ്റി ഉണ്ടായിരുന്നു 5 വർഷം ഇത്ര വർഷം എന്ന് പറഞ്ഞു. ഇപ്പൊ ആ വാലിഡിറ്റി എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. കൂടുതൽ നാളത്തേക്ക് അത് കൈവച്ചുകൊണ്ടിരിക്കാം, ആവശ്യമുള്ളതെന്ന് വെച്ചാൽ. ഈ കോളുള്ളവര് അവരെന്താ ചെയ്യുന്നത്? അത്ര എനർജി അവർക്ക് കൊടുക്കുമോ? അല്ല, അവർക്ക് കൊടുക്കണ്ട. ഈ മറ്റേ ആൾക്കാർ ഇപ്പൊ തമിഴ്നാട് അവർക്ക് 100% ഉപയോഗിച്ചെന്ന് വിചാരിക്കും. REC നമുക്ക് സോളാർ അവരോട് 30% ഉപയോഗിച്ചാൽ പോരെ. അപ്പം അവർക്ക് ശരിക്കും തമിഴ്നാടിന് വിണ്ട് ഒരു 8000 മെഗാവാട്ട് വെച്ചിട്ട് അവർക്ക് 20,000 മില്യൺ യൂണിറ്റിന്റെ അല്ലെങ്കിൽ 10,000 മില്യൺ യൂണിറ്റിന്റെ എനർജി വിണ്ട് എനർജി ഉണ്ടായെന്ന് വിചാരിക്കാം. അവർക്ക് സോളാർ അനുസരിച്ച് 15,000 മതി, ബാക്കി 1,500 മതി. ബാക്കി ഒരു 85,000 മില്യൺ 8,500 മില്യൺ യൂണിറ്റിന്റെ ഇലക്ട്രിസിറ്റി മിച്ചമുണ്ട്. അത് അവര് REC ആക്കിക്കൊണ്ട് വിൽക്കാം അവർക്ക്. അത് മറ്റൊരു എക്സസ് ഉപയോഗിച്ചത് അതെ, എന്നിട്ട് മറ്റൊരു വായിക്കാം. അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ ഇത് തന്നെ, കേരളത്തിന്റെ ഹൈഡ്രോ 30% കൂടുതലുള്ള നമുക്ക് ഹൈഡ്രോ ഉള്ളതെങ്കിൽ അതുകൊണ്ട് REC ആക്കാനാണ്. REC ആയിട്ട് വിറ്റ് കഴിഞ്ഞ് 30 രൂപ എന്നിട്ട് നമ്മള് ആ REC കൊണ്ടുപോയി നമ്മൾക്ക് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ IX കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളവർ മേടിക്കും. ആവശ്യമുള്ളവർ മേടിക്കുമ്പോൾ ആ പൈസ കിട്ടും. അത്രയാണ്. ഓക്കെ. ജോസഫ് സാർ സംസാരിക്കോ? സാറേ, ഞാൻ അല്പം ആഡ് ചെയ്യാം. ഈ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാല് ഈ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ വേണ്ടി ഓരോ ഇൻഡസ്ട്രീസിനും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അത് സാറേ, അത് എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ് അത് വേറെയാ സാറേ. അത് ES ആണ്, EC ആണ്. അത് എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ്. അത് REC അല്ലത്, അത് ECS ആണ്. അല്ല, ഈ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ വേണ്ടി അവര് റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. അത് REC അല്ല സാറേ, അത് എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പവർ പ്ലാന്റുകള് അത് ഈ പറഞ്ഞ എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ളതാണ്. പവർ പ്ലാന്റുകളിനകത്ത് ശരിക്കും പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് പവർ പ്ലാന്റ് ഉണ്ടല്ലോ, കോഴിക്കോട് KDPPക്കകത്ത് അവരുടെ ആക്സിലറി കൺസപ്ഷൻ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരണം. അവിടെ ഓക്സിജൻ കൺസപ്ഷൻ ആ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അത്ര എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ, അല്ലെങ്കിൽ അത് പെനാൽറ്റി കൊടുക്കണം. അത് ഈ സേവിംഗ് സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് സാറേ അത് ഈ പറയുന്ന എക്സ്ചേഞ്ചിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പല കൊല്ലം KSEB അതിനകത്ത് എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ് മേടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ വേറൊരു ഇടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് അസാൻ ഇൻഡസ്ട്രി ഞാൻ ഇത്രയും റിന്യൂവബിൾ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വേറെ ആരുടെയെങ്കിലും ഞാൻ പൈസ കൊടുത്ത സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി. അത് മതി. എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് ക്ലിയർ ആയി സാറേ. കാർബൺ ഫുട് പ്രിന്റിന് അങ്ങനെയുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ഈ പറയുന്ന എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ എനർജി നമ്മള് അതിനാണ് ഈ നമ്മൾ പറയുന്നത് നമ്മുടെ പറയുന്ന കൺസ്യൂമർ, അത് ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ എന്ന് പറഞ്ഞൊരിതുണ്ട്. ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ
ആ ഡെസിഗ്നേറ്റഡ് എൻറ്റിറ്റിക്ക് എല്ലാം തന്നെ ഈ പറയുന്ന ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ആ ഒരു പ്രോസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അതിനകത്ത് പെടുന്നതാണ് പവർ ഇൻഡസ്ട്രി, അതിനകത്ത് പെടുന്നതാണ് ഈ പറഞ്ഞ പവർ പ്ലാന്റുകൾ, നമ്മുടെ ഫർണസ്, സ്റ്റീൽ ഇൻഡസ്ട്രി, നമ്മുടെ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള കുറെ ഇൻഡസ്ട്രീസ് ഉണ്ട്. ആ ഇൻഡസ്ട്രി ഒക്കെ എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ്, അവരുടെ എനർജി എഫിഷ്യൻസിയുടെ ഒരു പാർ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർക്ക് അവരുടെ എനർജി കൺസപ്ഷനെ ചെയ്യണമെന്നുണ്ട്. അതാണ് അതിനകത്തെ റിക്വയർമെന്റ്. അതുകൊണ്ട് അതൊരു ഈ കാർബൺ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്, എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ് മെക്കാനിസം. സാർ ഈ എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ എനർജി എഫിഷ്യൻസിയുടെ അത് എനർജി ഇൻസെന്റീവ് ആയിട്ട് ഈ പിന്നെ ടാരിഫ് ഇൻസെന്റീവ് സ്കീമിൽ പെടുന്നതല്ല. അപ്പൊ അത് ഈ എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡാണോ ആരാണ് അതിന്? അത് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ല. എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധമില്ല, അത് വേറെ. അത് മറ്റേ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റും അതുപോലെ അത് MNR മറ്റേ ഇവരുണ്ടല്ലോ. സാറേ ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയാൻ പറ്റുമല്ലോ. സാറ് ഇതിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളെ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാദിത്തത്തിൽ പെടുവോ? ഒന്നത്, റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ ബേസിലാണല്ലോ കാര്യങ്ങൾ ചെയ്തത്. അത് നമ്മുടെ തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞാല് റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമുണ്ട്. അതാണ് അവരുടെ വിചാരം. അങ്ങനെയാണെങ്കിൽ ആ വിചാരം തെറ്റാണ്. കാരണം വെച്ചാൽ അവർ വിചാരിക്കുന്ന ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് അവർക്ക് അങ്ങനെ തോന്നി, ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രൊവിഷൻ അനുസരിച്ച് മാത്രമേ അവർ നോട്ടിഫൈ ചെയ്യുള്ളൂ, എനർജി കൺസർവേഷൻ ആക്ടിന് അനുസരിച്ച് നോട്ടിഫൈ ചെയ്യണമെന്ന് അവർ പറഞ്ഞാല് അവർ പാപ്പരത്വം കാണിക്കുന്നത്, അവരുടെ വിഷനില്ലായ്മ അത് കാണിക്കുന്നത്. കാരണം വെച്ചാൽ എനർജി കൺസർവേഷനും എനർജി സെക്യൂരിറ്റിയും എനർജി സേഫ്റ്റിയും എല്ലാം അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതാണ്. ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അവരുടെ ഇതിൽ പെട്ടതാണ്. നിങ്ങൾക്കറിയാവോ കോള് ആരാണ് ഹാൻഡിൽ ചെയ്യുന്നറിയാവോ? കേരളത്തിൽ ഇന്ത്യയിലെ കോളിന്റെ ഇത് അറിയാവോ? അത് സിയാസിക്ക് കൊടുത്തു. കോളിന്റെ ഇത് ഹാൻഡ്ലിങ്ങും ഇത് കാര്യങ്ങളെല്ലാം സിയാസി ആയപ്പോ അത് മോണിറ്റർ ചെയ്യുന്നത്. പവർ പർച്ചേസുമായിട്ട് ബന്ധപ്പെടാവുന്ന സമയത്ത് ഇതിന് മുമ്പിരുന്ന ഗവൺമെന്റ് ആ മിനിസ്റ്ററുടെ പവർ മിനിസ്റ്റർ ഉണ്ടായിരുന്നു മുമ്പിരുന്ന ആ കാലത്ത്. ഇതിന് കഴിഞ്ഞ ടൈമില് അങ്ങനെ ഇത് എല്ലാം കൂടി കോർഡിനേഷന്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ കോള് മാനേജ് ചെയ്യാനായിട്ട് സിയാസിക്ക് കൊടുത്തു. അപ്പം കോള് ശരിക്കും പറഞ്ഞാൽ സിയാസിയുടെ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധമാണ്, വേറെ ഡിപ്പാർട്ട്മെന്റ്. ഇത് പറഞ്ഞ പോലെയാണ് ഇപ്പൊ സിയാസി അങ്ങനെ പറഞ്ഞെങ്കിലേ അവരുടെ പാപ്പരത്വം ഞാൻ അങ്ങനെ അതായിരിക്കണം. സന്തോഷ് പറഞ്ഞത് അതേ എനിക്ക് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. കാരണം വെച്ചാല് അവർ ഇത് നോട്ടിഫൈ ചെയ്തപ്പം ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ മിനിസ്ട്രി ഓഫ് പവറിന്റെ നോട്ടിഫിക്കേഷൻ, ഇത് മിനിസ്ട്രി ഓഫ് പവറിന്റെ നോട്ടിഫിക്കേഷനാ, അല്ലാതെ വേറെ മിനിസ്ട്രി ഓഫ് പവറിന്റെ നോട്ടിഫിക്കേഷൻ എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരം അവർ നോട്ടിഫൈ ചെയ്തപ്പോൾ അത് നമ്മള് അത് ശരിക്കും പറഞ്ഞാൽ അതനുസരിച്ച് ഇവരുടെ REN അഡ്മിറ്റർ അത് മോഡിഫൈ ചെയ്യേണ്ടതായിരുന്നു. അവര് പകരം എനർജി ഇലക്ട്രിസിറ്റി ആക്ട് വെച്ചിട്ട് മാത്രം അത് ഇട്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നി അത് പറഞ്ഞ് ശരി തന്നെയാണ്. അങ്ങനെ ഒരു ആസ്പെക്ട് അതിനകത്ത് കിടപ്പുണ്ട്. അത് ശരിയാണ്, സന്തോഷ് പറഞ്ഞത് ശരിയാണ്. അല്ല, സന്തോഷിന് ചിന്ത പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ ഒരു ന്യായീകരണം വേണമെങ്കിൽ KCRCക്ക് പറയാം. ഇങ്ങനെ ന്യായീകരണം പറയാനാണോ ഇവരിയ്ക്കുന്നത്? അവര് കേരളത്തിന്റെ നന്നാക്കാനാണ് ഇരിക്കുന്ന ന്യായീകരണം പറയാനായിരിക്കുന്നത്. കേരളത്തിന്റെ ഉപഭോക്താക്കളെയും കേരളത്തിലെ KSEBയുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ അഡ്വൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അധികാരമുള്ളവരാ അവര്. ഓക്കെ, നമ്മുടെ സമയം തീരാറായി സാറേ. അപ്പൊ ഇതില് ഇനി ആർക്കും ചോദ്യങ്ങളില്ലെന്ന് തോന്നുന്നു. നമ്മുടെ കൺക്ലൂഷനിലേക്ക് നമുക്ക് പോവാം. അപ്പൊ സാറ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സും കൂടെ എടുത്തിട്ട് സാർ ഈ വെബിനാർ സീരീസ് ക്ലോസ് ചെയ്യും. പക്ഷേ സാറിനെ എങ്ങനെ നമ്മൾ വിടത്തില്ല. കാരണം സാറ് കുറച്ച് ടോപ്പിക് ഒന്നും എടുക്കാതെ ഈ പറയുന്ന കാര്യങ്ങൾ ജനറൽ ഡിസ്കഷനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കൂടണം. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡീപ്പായിട്ട് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് ഈ തന്നെ പറഞ്ഞത് കഷ്ടിയാണെന്ന് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും മനസ്സിലാകുന്നത് വഴിയാണ്. മനസ്സിലാക്കേണ്ടവൻ മനസ്സിലാക്കും സാറേ, കുഴപ്പമില്ല. നമുക്ക് ഇത്രേ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ 30 പേരുടെ അടുത്തേ അറ്റൻഡ് ചെയ്തുള്ളൂ. നമുക്കിപ്പോ ഒന്നാമത്തെ കാര്യം പലർക്കും പല അസൗകര്യങ്ങളും പല കാര്യങ്ങളും കാണും. എന്നാലും ഇതിന്റെ വീഡിയോ അവിടെ കിടക്കും. പക്ഷെ കഴിഞ്ഞ വീഡിയോ ഒന്നും വലുതായിട്ട് കൂടുതൽ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെ കൂടി ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇത് കേൾക്കാവും സാർ. അതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടാൽ ഒരു ഐഡിയ കിട്ടും. ഞാൻ പറയുന്നത് ഇതുണ്ടല്ലോ, അത് കൃത്യമായിട്ട് കേട്ടാൽ മൊത്തത്തിൽ. അതുകൊണ്ടാണ് ഞാനത് ഒരു ഇതായിട്ട് എടുത്തേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാല്
പല കാര്യങ്ങളും കൂടെ ഈ കണക്ട് ചെയ്ത് ഒരുമിച്ച് അറിയുമ്പോഴുള്ള നമുക്കൊരു ശരിയായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് സാറേ എന്താണ് നമുക്കൊരു ജോർജ് സാറുമായിട്ടുള്ള സംവാദം അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്തുകൊണ്ട് നമുക്ക് ഡിസ്കഷൻ കുഴപ്പമില്ല. ആയിക്കോട്ടെ സാറേ. അപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ ഒരു പാടുമില്ല. നമ്മൾ ഈ സ്ട്രക്ചേർഡ് ചെയ്ത് പ്രസന്റ് ചെയ്യാനായിട്ടാ പാട്. ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനൊന്നും ആൻസർ ഉണ്ടല്ലോ, നമുക്ക് ഒരു പാടുമില്ല. സാറേ അപ്പൊ സാറ് ആരാ സംസാരിച്ചേ? വിപിനാണ് ഞാൻ പറയുന്നത്. സാർ സ്പെസിഫിക് ആയിട്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി KSEB-യും കേരള പ്രൊസ്യൂമേഴ്സും ആ ഇഷ്യൂസും എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് പിന്നെ ഇതിന് ശേഷം ഈ സീരീസിന് ശേഷം ആ സമയം പോലെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു സാർ. ശരിക്കും പറഞ്ഞാൽ നമ്മള് അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാൻ റെഗുലേഷൻ ഒന്ന് ഡെപ്തിൽ പഠിക്കാന്നുള്ളതാണ്. ഡെപ്തിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ വരും. അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ താങ്ക് യു സാറേ. അപ്പോ പിന്നെ നമുക്കൊരു കൺക്ലൂഷനായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞതിൽ നിന്ന് ഒരു സംഗ്രഹിച്ച് ചെയ്യാനൊരു കാര്യം പറയുന്നത്, 2003 വന്ന നിയമം 86 സെക്ഷൻ 86 ഈ പറയുന്ന നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കാൻ പറ്റുമെന്നൊരു കൺസെപ്റ്റ് സാറ് മീറ്റിങ്ങിൽ പറഞ്ഞു. പിയർ ടു പിയർ അന്നേ എഴുതിയ ഒരു സംവിധാനമാണ്. ഇപ്പൊ 2025 കർണാടകയിൽ 2024 ഓഗസ്റ്റ് അത് ഇംപ്ലിമെന്റ്